ഹായ് ഹലോ വെൽക്കം ടു മാസ്റ്റർ കി അക്കാഡമി. റിസർച്ച് ഓഫീസർ എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. കൊമേഴ്സിൻ്റെ ഭാഗങ്ങളിൽ നിന്നും ചോദിച്ച ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ ചോദ്യം തന്നെ നോക്കാം, ശ്രദ്ധിച്ചോ. എ കമ്പനി ഹാസ് എ ബ്രേക്ക് ഇവൻ പോയിന്റ് ഓഫ് ₹40,000. ഉണ്ടോ, ഒരു കമ്പനിക്ക് ബ്രേക്ക് ഇവൻ പോയിന്റ് എന്ന് പറയുന്നത് 40,000 ആക്ച്വൽ സെയിൽസ് ഓഫ് ₹1,00,000. ആക്ച്വൽ സെയിൽസ് എത്രയാണ്? 1,00,000 ആണ്. ഇഫ് ദ പി വി റേഷ്യോ ഈസ് 40%, അവിടുത്തെ പി വി റേഷ്യോ പ്രോഫിറ്റ് വോളിയം റേഷ്യോ എത്രയാണ്? 40% ആണ്, 40%. വാട്ട് ഈസ് ദ ആക്ച്വൽ പ്രോഫിറ്റ്? ആക്ച്വൽ പ്രോഫിറ്റ് എന്തെന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്, അല്ലേ? ഇതിൻ്റെ അകത്ത് നിന്ന് നമുക്ക് കണ്ടുപിടിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് പ്രോഫിറ്റ് കിട്ടണം, അല്ലേ? പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ അതിൻ്റെ അകത്ത് മാർജിൻ ഓഫ് സേഫ്റ്റി കണ്ടുപിടിക്കണം. എന്ത് കണ്ടുപിടിക്കണം? മാർജിൻ ഓഫ് സേഫ്റ്റി കണ്ടുപിടിക്കണം, അല്ലേ? മാർജിൻ ഓഫ് സേഫ്റ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? ടോട്ടൽ സെയിൽസ്, ആക്ച്വൽ സെയിൽസ് മൈനസ് ബ്രേക്ക് ഇവൻ സെയിൽസ് ആണ്, അല്ലേ? അപ്പോൾ ആക്ച്വൽ സെയിൽസ് മൈനസ് ബ്രേക്ക് ഇവൻ സെയിൽസ് ആണ്, അല്ലേ? ആക്ച്വൽ സെയിൽസ് എത്രയാണ്? 1,00,000 ആണ്. 1,00,000 മൈനസ് ബ്രേക്ക് ഇവൻ സെയിൽസ് എത്രയാണ് പറയുന്നത്? 40,000 ആണ്. എത്രയാണ്? 40,000 ആണ്. അപ്പോൾ എത്ര വരും? 60,000 വരും, അല്ലേ? ഈ 60,000-ൻ്റെ 40%, അതാണ് പി വി റേഷ്യോ, അല്ലേ? 40% വന്നിരിക്കുന്നത്. അപ്പോൾ മാർജിൻ ഓഫ് സേഫ്റ്റിയുടെ 40%, അല്ലേ? മാർജിൻ ഓഫ് സേഫ്റ്റി ഇൻറ്റു പി വി റേഷ്യോ ആണ് എന്ത്? ആക്ച്വൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ 60,000 ഇൻറ്റു 40/100, അല്ലേ? എത്ര ആയിരിക്കും വരുന്നത്? 24,000. 60,000-ൻ്റെ 40% എത്രയാണ്? 24,000 ആണ്. എത്രയാണ്? 24,000 ആണ്, അല്ലേ? 24,000 ഓപ്ഷൻ നോക്കിയേ. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. ഓക്കെ ആണല്ലോ. 76-ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ എ ആണ്. 24,000 ആണ് ഉത്തരം വരുന്നത്. ഓക്കെ, അടുത്ത 77-ാമത്തെ ചോദ്യം നോക്കാം നമുക്ക്. ശ്രദ്ധിച്ചേ. 77-ാമത്തെ ചോദ്യം ചോദിക്കുക. ഫോർ ആൻ ഇൻഡിവിജ്വൽ ടു ബി കൺസിഡേർഡ് റെസിഡന്റ് ആൻഡ് ഓർഡിനറിലി റെസിഡന്റ് ഇൻ ഇന്ത്യ ദേ മസ്റ്റ് മീറ്റ്. കണ്ടോ? അപ്പോൾ നോക്കാം. അതിൻ്റെ അത് ഓപ്ഷൻ എ ബി സി ഡി, അല്ലേ? ഓൺലി ദ ബേസിക് കണ്ടീഷൻസ് റിഗാർഡിങ് ഫിസിക്കൽ സ്റ്റേ. ഓപ്ഷൻ ബി വരുന്ന 1 ബേസിക് കണ്ടീഷൻസ് ആൻഡ് ബോത്ത് അഡീഷണൽ കണ്ടീഷൻസ് റിഗാർഡിങ് പാസ്റ്റ് റെസിഡൻസ്. അതാണ് ഉത്തരമായിട്ട് വരുന്നത്, അല്ലേ? എന്താണ്? 1 ബേസിക് കണ്ടീഷൻ ആൻഡ് ബോത്ത് അഡീഷണൽ കണ്ടീഷൻസ് റിഗാർഡിങ് പാസ്റ്റ് റെസിഡൻസ്. കണ്ടോ? അതാണ് ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ 77-ാമത്തെ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി ആണ്. അടുത്ത 78-ാമത്തെ ചോദ്യം നോക്കാം. ദ ഓൾട്ടർനേറ്റ് മിനിമം ടാക്സ് AMT, ഓൾട്ടർനേറ്റ് മിനിമം ടാക്സ് AMT ഈസ് ആപ്ലിക്കബിൾ ടു വിച്ച് ഓഫ് ദ ഫോളോയിങ്. കണ്ടോ? താഴെ പറയുന്നത് ഏതിനാണ് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്, അല്ലേ? ഓൾ കോർപ്പറേറ്റ് ടാക്സ് പേയേഴ്സ് റിഗാർഡ്ലെസ് ഓഫ് ഇൻകം, അല്ലേ? അടുത്ത നോക്കി. ഓപ്ഷൻ ബി നോക്ക്. നോൺ കോർപ്പറേറ്റ് ടാക്സ് പേയേഴ്സ് who have claimed deductions under specific sections like 81A to 80 RRB, അല്ലേ? അപ്പോൾ ഉത്തരം എന്താണ്? അതാണ് ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഉണ്ടോ? ഓപ്ഷൻ ബി ആണ് ഉത്തരം. 78-ാമത്തേൻ്റെയും ഓപ്ഷൻ ബി തന്നെയാണ്. ഇനി 79-ാമത്തെ. അണ്ടർ ദ GST ഫ്രെയിംവർക്ക് ഓഫ് കോമ്പോസിറ്റ് സപ്ലൈ ഈസ് ഡിഫൈൻഡ് ആസ്. കണ്ടോ? അണ്ടർ ദ GST ഫ്രെയിംവർക്ക് കോമ്പോസിറ്റ് സപ്ലൈ ഡിഫൈൻ ചെയ്യുന്നത്. നോക്കി, എന്താണ് ആൻസർ വരുന്നത്? കോമ്പോസിറ്റ് സപ്ലൈ ആണ്, അല്ലേ? അപ്പോൾ എന്താണ്? 2 or more taxable supplies of goods or services which are naturally bundled supplied in conjunction with each other in the ordinary course of business ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ്. 79 ഓപ്ഷൻ ബി ആണ് ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത 80 നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ മാൻഡേറ്ററി കണ്ടീഷൻ ഫോർ എ രജിസ്റ്റേർഡ് പേഴ്സൺ ടു ക്ലെയിം ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്? ITC ആണ്, അല്ലേ? അപ്പോൾ മാൻഡേറ്ററി കണ്ടീഷൻ വരുന്നത് എന്താണ്? ദ സപ്ലയർ മസ്റ്റ് ഹാവ് ആക്ച്വലി പെയ്ഡ് ദ ടാക്സ് ടു ദ ഗവൺമെന്റ് ആൻഡ് ഫയൽഡ്. കണ്ടോ? ആൻഡ് ഫയൽഡ് ദ. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. നോക്കിയേ, ഓപ്ഷൻ ബി ആണ് 80-ൻ്റെയും ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ ആണല്ലോ. ഓക്കെ, അടുത്ത 81-ാമത്തെ ചോദ്യമാണ്. 81-ാമത്തെ നോക്കാം. എ കമ്പനി വാല്യൂസ് എംപ്ലോയീസ് ആസ് അസെറ്റ്. കമ്പനി എംപ്ലോയീസിനെ എന്തായിട്ട് കരുതുന്നു? അസെറ്റായിട്ട് കരുതുന്നു. കമ്പനി എംപ്ലോയീസിനെ എന്തായിട്ട് കരുതുന്നു? അസെറ്റായിട്ട് കരുതുന്നു. ദിസ് കോൺഫ്ലിക്ട്സ് വിത്ത്. ഉണ്ടോ?
അങ്ങനെ കരുതുന്നത് താഴെ പറയുന്നതിൽ എന്തുമായിട്ടാണ് കോൺഫ്ലിക്റ്റ് വരുന്നത്, ഏത് പ്രിൻസിപ്പിളുമായിട്ടാണ് അല്ലേ? അപ്പം നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഒരു കമ്പനിയിൽ എംപ്ലോയീസിനെ അസറ്റായിട്ട് കരുതുമോ അല്ലേ, അസറ്റായിട്ട് എഴുതാറുണ്ടോ? നമ്മൾ ബാലൻസ് ഷീറ്റിൽ എവിടെയെങ്കിലുമൊക്കെ എംപ്ലോയീസ് എന്നും പറഞ്ഞുകൊണ്ട് എഴുതി വെച്ചിട്ടുണ്ടോ? ഇല്ല. എന്തുകൊണ്ടാണ് എഴുതാത്തത്? നമ്മൾ മോണിറ്ററി ടേംസിലുള്ള സാധനങ്ങൾ മാത്രമേ റെക്കോർഡ് ചെയ്യത്തുള്ളൂ അല്ലേ, മണി ട്രാൻസാക്ഷൻസ് മാത്രമല്ലേ നമ്മൾ റെക്കോർഡ് ചെയ്യത്തുള്ളൂ, അല്ലാതെ എന്തെങ്കിലും ഒരു സാധനം നമ്മൾ എഴുതി വെക്കുമോ? ഇല്ല. അപ്പോൾ ഏത് പ്രിൻസിപ്പിളുമായിട്ടാണ് അത് കോൺഫ്ലിക്റ്റ് വരുന്നത്? മണി മെഷർമെന്റ് പ്രിൻസിപ്പിളായിട്ടാണ് കോൺഫ്ലിക്റ്റ് വരുന്നത്. അതുകൊണ്ട് ആൻസർ എന്താണ്? ബി ആണ്. 81 ബി ആണ് ഉത്തരം വരുന്നത്. അടുത്ത 82ാമത്തെ റിഡക്ഷൻ ഓഫ് ഷെയർ ക്യാപിറ്റൽ ടു റൈറ്റ് ഓഫ് അക്യുമുലേറ്റഡ് ലോസീസ്. കണ്ടോ, എന്താണ് ഷെയർ ക്യാപിറ്റൽ റിഡക്ഷൻ? ഷെയർ ക്യാപിറ്റൽ എന്ത് വരുത്തുന്നു? റിഡക്ഷൻ വരുത്തുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? അക്യുമുലേറ്റഡ് ലോസസ് റൈറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് റിഡക്ഷൻ വരുന്നത്. അതെന്താണ്? അത് ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ ആണ്. എന്താണ്? ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ ആണ്. ഫേമിന്റെ അകത്ത് തന്നെ നടക്കുന്ന കാര്യമാണ് അല്ലെ, അത് ഒരു ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ ആയിരിക്കും. 82 ബി ആണ് ഉത്തരം. അടുത്ത 83 നോക്കി. ഇൻ എ കോൺട്രാക്ട് കോസ്റ്റിംഗ് സെനാരിയോ ഹൗ ഈസ് ദ വർക്ക് ഇൻ പ്രോഗ്രസ്? കണ്ടോ, ടിപ്പിക്കലി വാല്യൂഡ് ഫോർ ദ ബാലൻസ് ഷീറ്റ്. കണ്ടോ, ബാലൻസ് ഷീറ്റിൽ വർക്ക് ഇൻ പ്രോഗ്രസ്, കോൺട്രാക്ട് കോസ്റ്റിംഗിലെ കാര്യമാണ് പറയുന്നത്. കോൺട്രാക്ട് കോസ്റ്റിംഗിൽ വർക്ക് ഇൻ പ്രോഗ്രസ് ബാലൻസ് ഷീറ്റിൽ എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദ്യം വരുന്നത് അല്ലേ. അതിൻ്റെ ആൻസർ വരുന്ന ഓപ്ഷൻ ഡി ആണ്. എന്താണ്? അറ്റ് കോസ്റ്റ് ഓഫ് വർക്ക് സർട്ടിഫൈഡ് പ്ലസ് അറ്റ് കോസ്റ്റ് ഓഫ് വർക്ക് അൺസർട്ടിഫൈഡ് ലെസ് എനി പ്രോഫിറ്റ് ടേക്കൺ. അതാണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. 83ന്റെ ഉത്തരം എന്താണ്? 83 ഡി ആണ്. 83 ഡി ആണ് ആൻസർ വരുന്നത്. അടുത്ത 84 നോക്കാം നമുക്ക്, ശ്രദ്ധിച്ചേ. 84 എന്താണ്? ഇൻ പ്രോസസ് കോസ്റ്റിംഗ് ഇക്വലന്റ് പ്രൊഡക്ഷൻ. കണ്ടോ, ഇക്വലന്റ് പ്രൊഡക്ഷൻ ഈസ് യൂസ്ഡ് ടു, എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അത് ഏത് കോസ്റ്റിംഗിലാണ്? പ്രോസസ് കോസ്റ്റിംഗിൽ നിന്നുള്ള ചോദ്യമാണ് അല്ലേ. 84ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. എന്താണ്? കൺവേർട്ട് partially completed units into an equivalent number of finished units for കോസ്റ്റ് അലോക്കേഷൻ. കണ്ടോ, കോസ്റ്റ് അലോക്കേഷന് വേണ്ടിയിട്ട് പാർഷ്യലി കംപ്ലീറ്റഡ് യൂണിറ്റ്സിനെ നമ്മൾ ഫിനിഷ്ഡ് യൂണിറ്റ്സ് ആയിട്ട് എന്ത് ചെയ്യുന്നു? കൺസിഡർ ചെയ്യുന്നു എന്നുള്ളതാണ് വരുന്നത്. ഓക്കെ ആണല്ലോ. അടുത്ത 85ാമത്തെ ചോദ്യം നോക്കാം. എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ബെസ്റ്റ് ഡിസ്ക്രൈബ്സ് ടാർജറ്റ് കോസ്റ്റിംഗ്? ടാർജറ്റ് കോസ്റ്റിംഗ് എന്ന് വെച്ചാൽ എന്താണെന്നുള്ളതാണ് കൃത്യമായിട്ട് ഇതിൻ്റെ അകത്ത് എന്താണ് പറയുന്നത്. നോക്കിയേ, എന്താണ് ടാർജറ്റ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്? എന്താ? ഓപ്ഷൻ സിയിൽ ഡിഡക്റ്റിംഗ് ദ റിക്വയർഡ് പ്രോഫിറ്റ് മാർജിൻ ഫ്രം ദ കോമ്പറ്റീറ്റീവ് മാർക്കറ്റ് പ്രൈസ് ടു ഡിറ്റർമൈൻ അലവബിൾ കോസ്റ്റ്. അതാണ് ടാർജറ്റ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അടുത്ത 86ാമത്തെ ചോദ്യം നോക്കൂ. 86ാമത്തെ ചോദ്യത്തിൽ പറയുന്നത് ഇൻ എ മൊണോപ്പൊളി മാർക്കറ്റ് ദ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ കണ്ടീഷൻ ഒക്കേഴ്സ് വേർ പ്രൈസ് ഈസ് ഈക്വൽ ടു മാർജിനൽ കോസ്റ്റ്. ഓപ്ഷൻ ബി മാർജിനൽ റവന്യൂ ഈസ് ഈക്വൽ ടു മാർജിനൽ കോസ്റ്റ്, ആവറേജ് റവന്യൂ ഈസ് ഈക്വൽ ടു ആവറേജ് കോസ്റ്റ്, പ്രൈസ് ഈസ് ഈക്വൽ ടു ആവറേജ് വേരിയബിൾ കോസ്റ്റ്. ഇതിൻ്റെ അകത്ത് ആൻസർ വരുന്നത് എന്താണ്? ഓപ്ഷൻ ബി ആണ്. എന്താ? മാർജിനൽ റവന്യൂ ഈസ് ഈക്വൽ ടു എന്താണ്? മാർജിനൽ കോസ്റ്റ് ആണ് വരുന്നത് അല്ലേ. ഇനി 87ാമത്തെ ചോദ്യം നോക്കാം നമുക്ക്. എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഒക്കേഴ്സ് വെൻ എ ഫേം എക്സ്പീരിയൻസസ് ഡിസെക്കണോമീസ് ഓഫ് സ്കെയിൽ? ഡിസെക്കണോമീസ് ഓഫ് സ്കെയിലിനെ കുറിച്ചാണ് പറയുന്നത്. അതിൻ്റെ ആൻസർ വരുന്നത് എന്താണ്? ബി ആണ്. എന്താ? ഡിസെക്കണോമി ആണ്. ഡിസെക്കണോമീസ് ഓഫ് സ്കെയിൽ എന്താണ്? ദ ലോങ് റൺ ആവറേജ് കോസ്റ്റ് കർവ് ബിഗിൻസ് ടു റൈസ് ആസ് ഔട്ട്പുട്ട് ഇൻക്രീസസ്. ഔട്ട്പുട്ട് ഇൻക്രീസസ് എന്നുള്ളതാണ് ആൻസർ വരുന്നത്. ഓക്കെ ആണല്ലോ. അടുത്ത 88ാമത്തെ ചോദ്യം നോക്കാം, ശ്രദ്ധിച്ചേ. 88ാമത്തെ ചോദ്യം എന്താണ്? എ കോൺട്രാക്ട് വെയർ ഓൺലി വൺ പാർട്ടി ഹാസ് ടു പെർഫോം ഹിസ് പ്രോമിസ് ഈസ് നോൺ ആസ്. ഒരു കോൺട്രാക്റ്റിൽ അയാളുടെ പ്രോമിസ് അല്ലേ, ആ ഒരു വൺ പാർട്ടി തന്നെയാണ് കൈകാര്യം ചെയ്യുന്നതെങ്കിൽ അതിന് നമ്മൾ പറയുന്ന പേര് എന്താണ്? യൂണിലാറ്ററൽ കോൺട്രാക്ട് എന്നാണ് പറയുന്നത് അല്ലേ. 88 ഓപ്ഷൻ ബി ആണ്. യൂണിലാറ്ററൽ കോൺട്രാക്ട് എന്നാണ് പറയുന്നത്. ഇനി അടുത്ത ചോദ്യം നോക്കാം. ഇൻ എ കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി, കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടിയിൽ ദ പേഴ്സൺസ് ഇൻ റെസ്പെക്ട് ഓഫ് ഹൂസ് ഡിഫോൾട്ട് ദ ഗ്യാരണ്ടി ഈസ് ഗിവൺ ഈസ് കാൾഡ്. കണ്ടോ, ഗ്യാരണ്ടിയിൽ ദ പേഴ്സൺ ഇൻ റെസ്പെക്ട് ഓഫ് ഹൂസ് ഡിഫോൾട്ട്, ആരുടെയാണോ ആ ഡിഫോൾട്ട് വന്നിരിക്കുന്നത്, ദ ഗ്യാരണ്ടി ഈസ് ഗിവൺ ഈസ് കാൾഡ്. കണ്ടോ, അപ്പോൾ ഗ്യാരണ്ടിയിൽ അയാൾ പറയുന്ന പേരെന്താണ്? പ്രിൻസിപ്പൽ ഡെറ്റർ എന്നാണ് പറയുന്നത്. എന്തെന്നാണ് പറയുന്നത്? പ്രിൻസിപ്പൽ ഡെറ്റർ. പ്രിൻസിപ്പൽ ഡെറ്റർ ഉണ്ട്, പ്രിൻസിപ്പൽ ക്രെഡിറ്റർ ഉണ്ട്, ഗ്യാരണ്ടർ ഉണ്ട് അല്ലേ. അപ്പോൾ നോക്കി, ഇതിൻ്റെ അത് കൃത്യമായിട്ട് പറയുന്നത് എന്താണ്? പ്രിൻസിപ്പൽ ഡെറ്റർ ആണ്. ആരുടെ ഡിഫോൾട്ടാണോ അയാൾ ഡെറ്റർ ആയിരിക്കും, അയാളാണ് കൊടുക്കേണ്ടത്. ക്യാഷ് കൊടുക്കേണ്ടത് അയാളാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അയാൾ ആരായിരിക്കും? പ്രിൻസിപ്പൽ ഡെറ്റർ ആയിരിക്കും അല്ലേ. ഓക്കെ, അടുത്ത നോക്കാം. 90ാമത്തെ ചോദ്യം നോക്കി.
അണ്ടർ ദ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് ഇഫ് എ ചെക്ക് ഈസ് ഡിസോണേഡ് ഫോർ ഇൻസഫിഷ്യൻസി ഓഫ് ഫണ്ട് ദ ഡ്രോയർ ക്യാൻ ബി പണിഷ്ഡ് വിത്ത്. കണ്ടോ, നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് പ്രകാരം ഒരു ചെക്ക് ഡിസോണേഡ് ആയിട്ടുണ്ടെങ്കിൽ, എങ്ങനെ ഡിസോണേഡ് ആയി? ഇൻസഫിഷ്യൻസി ഓഫ് ഫണ്ട്, അയാളുടെ അക്കൗണ്ടിൽ എന്തില്ല, ഫണ്ട് ഇല്ല എങ്കിൽ ദ ഡ്രോയർ ക്യാൻ ബി പണിഷ്ഡ് വിത്ത്, ഡ്രോയറിനെ എന്ത് ചെയ്യാം, താഴെ പറയുന്ന ഏത് രീതിയിൽ പണിഷ് ചെയ്യാം. നോക്കി, 90 ആൻസർ വരുന്നത് എന്താണ്? ഓപ്ഷൻ ബി ആണ്. ഇൻപ്രിസർമെന്റ് അപ് ടു 2 years, 2 വർഷം വരെ കഠിന തടവും. അതുപോലെ തന്നെ ഫോർ എ ഫൈൻ അപ് ടു ട്വൈസ് ദ ചെക്ക് എമൗണ്ട്. കണ്ടോ, അതല്ലെങ്കിൽ ചെക്ക് എമൗണ്ട് എത്രയാണോ അതിന്റെ ഇരട്ടി, ഇപ്പോൾ 1 ലക്ഷമാണ് 2 ലക്ഷം രൂപ ഫൈനും ഈടാക്കാം. ഒന്നുകിൽ അങ്ങനെ കൊടുക്കാം, അതല്ലെങ്കിൽ ഇത് രണ്ടും കൂടെ വേണമെങ്കിലും കൊടുക്കാം. ഓക്കെ ആണല്ലോ. അടുത്ത 91 നോക്കി, എന്താണ് ചോദ്യം? എ പാർട്ട്ണർഷിപ്പ് ഡീഡ് is silent. Partnership deed is silent on the profit sharing ratio. The partners did not contribute the capital in the ratio of their expected profit shares, which rule under the Indian Partnership Act will apply regarding the profit sharing ratio. കണ്ടോ, എന്താണ് പാർട്ട്ണർഷിപ്പ് ഡീഡിൽ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല എങ്കിൽ കണ്ണു അടച്ചെഴുതാം. എന്താണ്? പ്രോഫിറ്റും ലോസും എങ്ങനെ വീതിക്കണം? ഈക്വലി ആയിട്ടായിരിക്കണം വീതിക്കേണ്ടത്. എങ്ങനെ ആയിരിക്കണം? ഈക്വലി. അടുത്ത 92 ചോദ്യം നോക്കാം. ഡിബഞ്ചേഴ്സ് ഇഷ്യൂഡ് അറ്റ് എ ഡിസ്കൗണ്ട് റിസൾട്ട് ഇൻ. കണ്ടോ, ഡിബഞ്ചർ ഇഷ്യൂ ചെയ്ത് ഡിസ്കൗണ്ടിലാണ്. ഡിസ്കൗണ്ടിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? 100 രൂപ അല്ലേ, 100 രൂപ എന്താ പറയുക, ഫേസ് വാല്യൂ വരുന്ന സാധനം നമ്മൾ ഒരു 90 രൂപയ്ക്ക് കൊടുക്കുന്നു അല്ലേ. ആ 90 രൂപയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് അവിടെ ഉണ്ടാകുന്നത്? ലാഭമാണോ ഉണ്ടാകുന്നത്? ഒരിക്കലുമല്ല. അവിടെ എന്താ ഉണ്ടാകുന്നത്? നഷ്ടമാണ്. അതൊരു ക്യാപിറ്റൽ ലോസ് ആയിരിക്കും. എന്തായിരിക്കും? ക്യാപിറ്റൽ ലോസ് ആയിരിക്കും അല്ലേ. ഇനി ആസ് പെർ കമ്പനീസ് ആക്ട് 2013 ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഇൻക്ലൂഡ്. കണ്ടോ, കമ്പനീസ് ആക്ട് 2013 കമ്പനീസ് ആക്ട് പ്രകാരം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിൽ വരുന്നത് എന്തെല്ലാമാണ്? ബാലൻസ് ഷീറ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, അതുപോലെ തന്നെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്. അടുത്ത പ്രോഫിറ്റ് ഏൺഡ് ബിഫോർ ഇൻകോർപ്പറേഷൻ ഈസ് ട്രീറ്റഡ് ആസ്. കണ്ടോ, പ്രോഫിറ്റ് ഏൺഡ് ബിഫോർ ഇൻകോർപ്പറേഷൻ, കമ്പനിയുടെ ഇൻകോർപ്പറേഷന് മുമ്പ് നമ്മൾ പ്രോഫിറ്റ് ഏൺ ചെയ്താൽ അതിനെ നമ്മൾ പറയുന്ന പേരാണ് ക്യാപിറ്റൽ പ്രോഫിറ്റ്. 94 ഓപ്ഷൻ ബി ആണ് ഉത്തരം. ക്യാപിറ്റൽ പ്രോഫിറ്റ് ആണ്. എന്താണ്? ക്യാപിറ്റൽ പ്രോഫിറ്റ്. അടുത്തത് റെക്കഗ്നിഷൻ ഓഫ് ഐഡന്റിഫയബിൾ അസറ്റ് അറ്റ് എ ഫെയർ വാല്യൂ ഡ്യൂറിങ് അക്വിസിഷൻ ഈസ് ഗവേൺഡ് ബൈ. കണ്ടോ, അത് ഏത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്നാണ് ചോദ്യം. ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 103 ആണ് അതിൻ്റെ ആൻസർ വരുന്നത്. ഓപ്ഷൻ ബി തന്നെയാണ് അല്ലേ. 95 ബി ആണ്. അടുത്തത് നോക്കി, അടുത്ത 96 നോക്കി. എ സോൾ പ്രൊപ്പറേറ്റർ വിഡ്രോസ് ക്യാഷ് ഓഫ് ₹5,000 ഫോർ പേഴ്സണൽ യൂസ് ആൻഡ് മിസ്റ്റേക്കൻലി ഡെബിറ്റ്സ് ദ സാലറി അല്ലേ, സാലറീസ് അക്കൗണ്ട്. വാട്ട് ഈസ് ദ കറക്റ്റ് റെക്ടിഫിക്കേഷൻ എൻട്രി? ഇതിൻ്റെ അകത്ത് മനസ്സിലാക്കേണ്ടത് ഒരു എന്താ സോൾ പ്രൊപ്പറേറ്റർ വിഡ്രോ ചെയ്യുമ്പോൾ എൻട്രി എന്താണെന്നുള്ളത് പഠിക്കണം അല്ലെ. എന്താണ് അതിൻ്റെ എൻട്രി വരുന്നത്? ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് അക്കൗണ്ടാണ് അല്ലേ. ഡ്രോയിങ്സ് അക്കൗണ്ട് ടു ക്യാഷ് അക്കൗണ്ടാണ് വരുന്നത്. ഇത് എഴുതിയിരിക്കുന്നത് എന്തെന്ന് പറഞ്ഞുകൊണ്ടാണ്? സാലറി അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് അക്കൗണ്ട്. കാര്യം സാലറി അക്കൗണ്ടിൽ എഴുതിയെന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് അക്കൗണ്ട് എന്നായിരുന്നു വരേണ്ടിയിരുന്നത്. പക്ഷെ അവർ എഴുതിയിരിക്കുന്ന സാലറി അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് അക്കൗണ്ട് എന്നാണ്. ഇതിൻ്റെ റെക്ടിഫൈങ് എൻട്രി എന്നാണ് ചോദ്യം. അപ്പോൾ ഈ ഡ്രോയിങ്സ് കറക്റ്റായിട്ട് വരണം, ഈ സാലറി പോകണം അല്ലേ. ഡ്രോയിങ്സ് വരണമെങ്കിൽ അത് അതേപോലെ തന്നെ എഴുതുക അല്ലേ. അത് അതേപോലെ തന്നെ എഴുതുമ്പോൾ എന്തുവാ? ഡ്രോയിങ്സ് അക്കൗണ്ട്. എന്താണ്? ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെറ്റർ ടു. കണ്ടോ, സാലറി പോകണം. സാലറി ഇപ്പോൾ ഡെബിറ്റ് ചെയ്ത് വെച്ചിരിക്കുക, അപ്പോൾ അതിനെ ക്രെഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ക്യാൻസൽ ആവും അല്ലേ. അപ്പോൾ എന്തുവാ? ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെറ്റർ ടു സാലറി അക്കൗണ്ട്. ഇതാണ് ആൻസർ വരുന്നത്. അപ്പോൾ നോക്കിയ ഓപ്ഷൻ നോക്കാം. എന്താണ്? ഡെബിറ്റ് ഡ്രോയിങ്സ് അക്കൗണ്ട്, ക്രെഡിറ്റ് സാലറി അക്കൗണ്ട്. 96 എ ആണ് ആൻസർ വരുന്നത്. ഓക്കെ ആണല്ലോ. അടുത്ത 97 നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഐറ്റംസ് വുഡ് നോട്ട് അപ്പിയർ ഇൻ ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വരാത്ത ഐറ്റം ഏത്? ഒന്നാമത്തെ ഐറ്റം നോക്കാം. ഡ്രോയിങ്സ് ബൈ ദ പ്രൊപ്പറേറ്റർ വരുമോ? ഇല്ല. അതെവിടെ വരുന്നത്? ബാലൻസ് ഷീറ്റിലാണ് വരുന്നത് അല്ലേ. ബാലൻസ് ഷീറ്റ് ക്യാപിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും? കുറച്ച് കാണിക്കുന്ന ഐറ്റം ആണല്ലേ. അതിവിടെ വരുമോ? വരുത്തില്ല. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ എ ആണ്. അടുത്ത നോക്കി 98 നോക്കാം. 98 ശ്രദ്ധിച്ചേ. എ സോൾ പ്രൊപ്പറേറ്റർ റെക്കോർഡ്സ് ഗുഡ്സ് വിഡ്രോൺ ഫോർ പേഴ്സണൽ യൂസ് ആസ് ഡ്രോയിങ്സ്. കണ്ടോ, ഒരു പേഴ്സണൽ ഡ്രോയിങ്സ് എന്ന് പറഞ്ഞാൽ ഗുഡ്സ് ആണ് വിഡ്രോ ചെയ്തുകൊണ്ട് പോയത്. ഈ ഗുഡ്സ് വിഡ്രോ ചെയ്തുകൊണ്ട് പോയാൽ നമ്മൾ ഡ്രോയിങ്സ് എന്ന് പറഞ്ഞിട്ട് റെക്കോർഡ് ചെയ്തു. അതെന്ത് പ്രകാരമാണ്? മാച്ചിങ് കോൺസെപ്റ്റ് ആണോ? അല്ല, ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് ആണ് അല്ലേ. ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ബിസിനസ്സിൽ
ഓണർ വേറെ ബിസിനസ് വേറെ, രണ്ടിനും സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി, ബിസിനസ്സിന് ഒരു സെപ്പറേറ്റ് എൻറ്റിറ്റി ഉണ്ടായിരിക്കും. അതുകൊണ്ട് ബിസിനസ്സിൽ നിന്നും എടുത്തുകൊണ്ട് പോകുന്ന ഗുഡ്സ് അത് ഓണറിൻ്റെ ഡ്രോയിങ്സ് ആയിട്ട് നമ്മൾ അവിടെ റെക്കോർഡ് ചെയ്തിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ 98 ഓപ്ഷൻ ബി ആണ് ഉത്തരം വരുന്നത്. 99 നോക്കാം. അണ്ടർ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് ഡ്രോയിങ്സ് ആർ റെക്കോർഡഡ് ഇൻ. ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ 2 അക്കൗണ്ടാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്, ക്യാപിറ്റൽ അക്കൗണ്ടും കറണ്ട് അക്കൗണ്ടും അല്ലേ. ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ അകത്ത് മെയിൻ ക്യാപിറ്റൽ, ഒറിജിനൽ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റും അഡീഷണൽ ക്യാപിറ്റലും പെർമനന്റ് ഡ്രോയിങ്സും ആണ് വരുന്നത്. ബാക്കി എല്ലാ സാധനങ്ങളും എവിടെ വരുന്നത് കറണ്ട് അക്കൗണ്ടിലാണ് വരുന്നത്. അപ്പോൾ ഈ ഡ്രോയിങ്സ് എന്ന് പറയുന്നത് പെർമനന്റ് ഡ്രോയിങ്സ് ആണോ, ഡ്രോയിങ്സ് ഔട്ട് ഓഫ് ക്യാപിറ്റൽ ആണോ? അല്ല, സാധാ ഡ്രോയിങ്സ് ആണ്. അതെവിടെ വരും? കറണ്ട് അക്കൗണ്ടിലാണ് വരുന്നത് അല്ലേ. ഇനി അടുത്ത ഗാർണർ വെസസ് മുറെ അപ്ലൈസ് വെൻ. ഗാർണർ വെസസ് മുറെ റൂൾ അല്ലേ. ഗാർണർ വെസസ് മുറെ റൂൾ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അത് ഇൻസോൾവെൻസിയിൽ വരുന്നതാണ്. എവിടെ വരുന്നതാണ്? ഇൻസോൾവെൻസി, ഡിസൊല്യൂഷൻ ടൈമിൽ വരുന്നതാണ് അല്ലേ. അപ്പോൾ പാർട്ട്ണർ ബിക്കംസ് ഇൻസോൾവെന്റ്, ആ ടൈമിലാണ് നമ്മൾ എന്തെടുത്തിരുന്നത്? ഗാർണർ വെസസ് മുറെ റൂൾ എടുത്തിരുന്നത്. അപ്പം 100ന്റെ ആൻസർ വരുന്ന ഓപ്ഷൻ സി ആണ്. എന്താണ്? പാർട്ട്ണർ ബിക്കംസ് ഇൻസോൾവെന്റ് ആണ് വരുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മുടെ എല്ലാ കുട്ടികളും അടിപൊളിയായിട്ട് എക്സാം എഴുതിയെന്ന് ആണ് വിശ്വസിക്കുന്നത്. നിങ്ങൾ നല്ല രീതിയിൽ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഈ ആൻസർ എല്ലാം ഇപ്പോൾ തന്നിരിക്കുന്നതെല്ലാം നിങ്ങളുടെ ഉത്തരം ശരിയാണോ എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്യുക. അപ്പം ഇനി പുതിയ കോഴ്സുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതിന് വരെ ബൈ. ഏവർക്കും നമസ്കാരം. മാസ്റ്റർ കീ അക്കാഡമിയിലേക്ക് സ്വാഗതം. എല്ലാവരും വളരെ ഹാപ്പിയിലായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഇന്ന് നടന്ന റിസർച്ച് ഓഫീസർ പരീക്ഷയുടെ എക്കണോമിക്സിൻ്റെ ക്വസ്റ്റ്യൻസ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഒരു ചോദ്യപേപ്പറായിരുന്നു. നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ചതിനേക്കാളും 4 സ്ട്രീമിൽ നിന്നുള്ള ഉദ്യോഗാർത്ഥികൾ ഉള്ളതുകൊണ്ട് തന്നെ ആ ഒരു വലിയൊരു നിലവാരത്തിലേക്ക് പോയില്ല എങ്കിലും നമുക്ക് അത്യാവശ്യം പരീക്ഷയ്ക്ക് എഴുതാം, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറെങ്കിലും വായിച്ച് നോക്കാൻ പറ്റും എന്നുള്ള ഒരു തുടക്കമായിരുന്നു അല്ലേ. തീർച്ചയായിട്ടും. അപ്പോൾ കുറേ ക്വസ്റ്റ്യൻസ് എല്ലാം ഓൺവേർഡ് ക്വസ്റ്റ്യൻസിലേക്ക് പോയി, ചിലത് മാത്രമേ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് നിന്നുള്ളൂ. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റിൽ തന്നെയും കടുപ്പിക്കാത്ത സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിരുന്നു എല്ലാം തന്നെ. അപ്പോൾ നമുക്കൊരു പരീക്ഷാ വിശകലനം പ്രത്യേകിച്ച് എക്കണോമിക്സിന് നടത്തിക്കഴിഞ്ഞാൽ നമുക്ക് കാണുമ്പോൾ ചില ചോദ്യങ്ങളെങ്കിലും സിമ്പിളായിട്ട് തോന്നുമെങ്കിലും ചില ചോദ്യങ്ങളെങ്കിലും കുറച്ച് ട്രിക്കിയായിരുന്നു. കുറച്ച് ട്രിക്കിയും അതുപോലെ തന്നെ കുറച്ച് എക്കണോമിക്സ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരെ സംബന്ധിച്ചല്ല സാർ പറയുന്നത്. എക്കണോമിക്സ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരായിരുന്നാലും ശരി തന്നെ ചില ക്വസ്റ്റ്യൻസൊക്കെ ട്രിക്കിയായിരുന്നു. പക്ഷേ മറ്റുള്ളവരെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഒരു 6-7 ചോദ്യങ്ങൾ വരെ നമുക്ക് വായിക്കുമ്പോൾ തന്നെ നമുക്കത് ട്രിക്കി ക്വസ്റ്റ്യൻ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും ഒരു 15-ന് മേലെ ഏതൊരു സ്ട്രീമിൽ നിന്നുള്ള ആൾക്കാർക്കും മാർക്ക് വാങ്ങാൻ പറ്റുന്ന രീതിക്കായിരുന്നു എക്കണോമിക്സ് എന്നുള്ളത്. 2 out of 25. എന്തായാലും 15 മാർക്സ് നമുക്ക് മിനിമം നിങ്ങൾ അവിടെ നേടാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ്. ശരി, അപ്പോൾ നമുക്ക് ഈ ചോദ്യങ്ങളിലേക്ക് നമുക്ക് കിടക്കാം, അതിൻ്റെ ആൻസർ അനാലിസിസിലേക്ക് പോകാം. ആദ്യ ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോയിങ് best describes the primary role of the State Finance Commission in India's fiscal federal structure. സ്റ്റേറ്റ് ഫിനാൻസിനെ കുറിച്ചിട്ടാണ് ചോദിച്ചത്. മനസ്സിലായോ? യൂണിയൻ ഫിനാൻസിനെ കുറിച്ചൊന്നും പോയില്ല ചോദ്യകർത്താവ്, സ്റ്റേറ്റ് ഫിനാൻസിൽ നിന്നു എന്ന് തന്നെയാണ്. അപ്പോൾ നമുക്കറിയാം, ഒന്ന് ഹൊറിസോണ്ടൽ ഇൻബാലൻസ് എമംഗ് സ്റ്റേറ്റുകൾ നോക്കുമ്പോൾ ഹൊറിസോണ്ടൽ ഇൻബാലൻസ് എമംഗ് സ്റ്റേറ്റ് എന്നുള്ളത് ആൻസർ വരാൻ ഒരിക്കലും ഇല്ല എന്ന് നിങ്ങൾക്കറിയാം. പിന്നെ വെർട്ടിക്കൽ ഇൻബാലൻസ് ബിറ്റ്വീൻ യൂണിയൻ ആൻഡ് സ്റ്റേറ്റ്, നമുക്കറിയാം സ്റ്റേറ്റിൻ്റെ കാര്യമാണ് ചോദിച്ചത്. ദെൻ വെർട്ടിക്കൽ ഇംബാലൻസ് ബിറ്റ്വീൻ സ്റ്റേറ്റ് ഗവൺമെൻറ് ആൻഡ് ലോക്കൽ ബോഡീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് റൈറ്റ് ആണ്. ശരിയല്ലേ? നമ്മളിവിടെ വിശദമായിട്ട് പഠിച്ചു അല്ലേ. വെർട്ടിക്കൽ ഇംബാലൻസ് ബിറ്റ്വീൻ സ്റ്റേറ്റും പിന്നെ ലോക്കൽ ബോഡീസും തമ്മിലുള്ള ഒരു വെർട്ടിക്കൽ ഇംബാലൻസ് ആണ് എവിടെ അനലൈസ് ചെയ്യപ്പെടുക? സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷനിൽ അനലൈസ് ചെയ്യപ്പെടുക. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ക്ലിയർ? യെസ്. അധികം വിശകലനത്തിലൊന്നും പോകുന്നില്ല, പരീക്ഷ കഴിഞ്ഞല്ലോ. എന്തായാലും നമുക്കറിയാം സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷനാണ്. ആർട്ടിക്കിൾ 243I നമ്മൾ വിശദമായിട്ട് ഇതൊക്കെ പഠിച്ചതാണ്. ഉറപ്പായിട്ടും ആ കോൺസെപ്റ്റ് മനസ്സിലാക്കി പഠിച്ചവർക്ക് ഈ ചോദ്യം കിട്ടേണ്ടതാണ്. ദെൻ അടുത്ത ചോദ്യം, ഇൻ ദി കോണ്ടെക്സ്റ്റ് ഓഫ് സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെൻറ്റ് റിഫോംസ് വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് മോസ്റ്റ് ക്ലോസ്ലി അസോസിയേറ്റഡ് വിത്ത് മാർക്കറ്റ് ഡിറ്റർമിൻഡ് അലോക്കേഷൻ ഓഫ് റിസോഴ്സസ്. ഇവിടെ മറ്റൊന്നുമില്ല, ആ സ്ട്രക്ചറൽ റിഫോം അല്ലെങ്കിൽ സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെൻറ്റ് മെഷേഴ്സ് നമ്മൾ പഠിച്ച ഒരു വാക്ക്, കണ്ട ഒരു വേർഡ് എന്ന് പറയുന്നത്
ലിബറലൈസേഷൻ എന്നുള്ള വേർഡ് മാത്രമാണ് നിങ്ങൾ അവിടെ കണ്ടത് അല്ലേ? ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ. അപ്പോൾ ചോദ്യത്തിൽ നിങ്ങൾ കണ്ടത് ലിബറലൈസേഷൻ എന്ന വാക്ക് മാത്രമേ നിങ്ങളവിടെ സ്ട്രക്ചർ അഡ്ജസ്റ്റ്മെൻറ്റ് റിഫോംസ് പഠിച്ചതിൽ ഇവിടെ ഉള്ളത് ലിബറലൈസേഷൻ എന്ന വേർഡ് മാത്രമാണ്. അങ്ങനെ ഒന്ന് ചിന്തിച്ചാൽ തന്നെ നമുക്ക് ആൻസറിലേക്ക് എത്താമെന്നുള്ളതാണ്. മനസ്സിലായോ? അപ്പോൾ സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെൻറ്റ് റിഫോംസ് നമുക്കറിയാം അല്ലേ? LPG റിഫോംസ്, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ. അതിൽ ചോദ്യകർത്താവ് വെറും ലിബറലൈസേഷൻ മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. മനസ്സിലായോ? ആ സ്ട്രക്ചർ അഡ്ജസ്റ്റ്മെൻറ്റ് എത്തുമ്പോൾ തന്നെ ലിബറലൈസേഷനിലേക്ക് എത്തിക്കഴിഞ്ഞാൽ തന്നെ ആൻസറായി. പിന്നെ അസോസിയേറ്റഡ് വിത്ത് മാർക്കറ്റ് ഡിറ്റർമിൻഡ് അലോക്കേഷൻ ഓഫ് റിസോഴ്സസ്. ക്ലിയർ? മാർക്കറ്റ് ഡിറ്റർമിൻഡ് അലോക്കേഷൻ ഓഫ് റിസോഴ്സസ് എന്ന ഭാഗമാണ് ഇവിടെ ചോദ്യത്തിലുണ്ടായിരുന്നത്. ക്ലിയർ ആണല്ലോ? മാർക്കറ്റ് ഡിറ്റർമിൻഡ് അലോക്കേഷൻ ഓഫ് റിസോഴ്സസ്. ക്ലിയർ? അപ്പോൾ അതുകൊണ്ട് തന്നെ മാർക്കറ്റ് ഡിറ്റർമിൻഡ് എന്ന് പറയുമ്പോൾ തന്നെ അവിടെ നമുക്ക് വളരെ ഈസി ആയിട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റും ലിബറലൈസേഷൻ ആണ്, അല്ലെങ്കിൽ തന്നെ ഈസി ആയിട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റുള്ള സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെൻറ്റ് റിഫോംസ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇസ് അസോസിയേറ്റഡ് വിത്ത് ദി കോൺസെപ്റ്റ് ഓഫ് ടീം ഇന്ത്യ ഹബ്? ഒത്തിരി തവണ ഞാൻ നിങ്ങളെ പറഞ്ഞ് പഠിപ്പിച്ചതാണ് നോളജ് ആൻഡ് ഇന്നൊവേഷൻ ഹബ്. ഒത്തിരി തവണ പറഞ്ഞ് നമ്മൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്തതാണ്. ആർക്കും കിട്ടും നീതി ആയോഗ്. ക്ലിയർ ആണേ? സംശയമില്ല. ദെൻ അടുത്ത ചോദ്യം, കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് റിഗാർഡിംഗ് ഇന്ത്യസ് എക്കണോമിക് സ്ട്രക്ചർ. ഇത് ഒരു പക്ഷേ ചില ആൾക്കാരെങ്കിലും ഒന്ന് ചിന്തിപ്പിച്ചിരിക്കാം. ക്ലിയർ ആണല്ലോ? അങ്ങനെ ഒരു ചോദ്യമായിരുന്നു നാലാമത്തത്. എനിക്ക് തോന്നുന്നു എക്കണോമിക്സ് ബാക്ക്ഗ്രൗണ്ടിൽ കൃത്യമായിട്ട് ക്ലാസ് കണ്ടുപോയവർക്കൊക്കെ ഇത് പ്രശ്നമൊന്നുമില്ല. എങ്കിലും ഒരു ആദ്യത്തെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ആരും പറയാതെ എന്നാൽ നമ്മൾ ലോജിക്ക് വെച്ച് നമ്മൾ ആൻസറിൽ എത്തേണ്ടതായിരുന്നു. ബാക്കി 2 പോയിന്റ് നമ്മൾ നല്ല ഭംഗിയായിട്ട് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് വന്നതാണ്. നോക്കൂ, രണ്ടാമത്തെ പോയിന്റ് നോക്കാം. ദ മാനുഫാക്ചറിംഗ് സെക്ടർ ഷെയർ ഇൻ GDP ഹാസ് റിമെയിൻഡ് റിലേറ്റീവ്ലി സ്റ്റാഗ്നന്റ്. ഞാൻ പറഞ്ഞു ബിറ്റ്വീൻ വർഷങ്ങളായിട്ട് 24, ഞാൻ കണക്കെടുത്ത് പറഞ്ഞ് എന്നെ പഠിപ്പിച്ചു, ബിറ്റ്വീൻ 24 and 27 ആ ഒരു റേഞ്ചിൽ കിടന്ന് കളിക്കുകയാണ് അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ സ്റ്റേറ്റ്മെൻറ്റ് സ്റ്റാഗ്നൻ്റ് ആണ് എന്നുള്ളത് എന്താ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. ക്ലിയർ ആണോ? സംശയമുണ്ടോ? ഇനി മൂന്നാമത്തത്, ദ സർവീസ് സെക്ടർ ഗ്രോത്ത് ഹാസ് ബീൻ ഡ്രിവൻ പാർഷ്യലി ബൈ ഇൻഫർമേഷൻ ടെക്നോളജി കമ്മീഷൻ. ക്ലാസ് എടുത്തപ്പോഴേ നിങ്ങളെ പറഞ്ഞ് പഠിപ്പിച്ചതാണ് ഇൻഫർമേഷൻ ടെക്നോളജി ആൻഡ് കമ്മ്യൂണിക്കേഷൻ സർവീസസിൻ്റെ ഒരു വലിയൊരു കോൺട്രിബ്യൂഷൻ ഈ സർവീസ് സെക്ടറിൽ ഉണ്ടെന്നുള്ളത്. മനസ്സിലായോ? ഇനി ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ 2, 3 എന്തായാലും റൈറ്റ് ആണ്. അപ്പോൾ 2, 3 ഇവിടെ കിടക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ 1, 2, 3 ഒരു ഓപ്ഷൻ കിടക്കുകയും ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? അപ്പോൾ 1 റൈറ്റ് ആണോ എന്ന് നിർബന്ധമായിട്ട് അറിഞ്ഞേ പറ്റൂ. ഇന്ത്യ സ്കിപ്ഡ് ദ ക്ലാസിക്കൽ പാത്ത് ഓഫ് ഇൻഡസ്ട്രിയലൈസേഷൻ ഫോളോഡ് ബൈ വെസ്റ്റേൺ എക്കോണമീസ്. ക്ലിയർ ആണല്ലോ? നോക്കൂ, വെസ്റ്റേൺ എക്കോണമി സാധാരണ ഫോളോ ചെയ്തത് അഗ്രികൾച്ചർ, മാനുഫാക്ചറിങ്, സർവീസ്, അങ്ങനെയായിരുന്നു അവരുടെ ഒരു ഗ്രോത്ത് സ്ട്രക്ചർ. മനസ്സിലായല്ലോ? പക്ഷേ ഇന്ത്യ മൂവ്ഡ് റിലേറ്റീവ്ലി ക്വിക്ലി ഫ്രം അഗ്രികൾച്ചറിൽ നിന്ന് സർവീസിലേക്ക് പോയി. ക്ലിയർ ആണല്ലോ? സംശയമുണ്ടോ? ക്ലിയർ ആണല്ലോ? ഇൻഡസ്ട്രിയലൈസേഷൻ എന്ന ആശയത്തിന് പകരം നേരെ നമ്മൾ അഗ്രികൾച്ചറിൽ നിന്ന് എങ്ങോട്ട് പോയി? സർവീസ് സെക്ടറിൽ. അപ്പോൾ തീർച്ചയായിട്ടും ഒന്നാമത്തെ ഓപ്ഷനും എന്താണ്? റൈറ്റ് ആണ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ 1, 2, 3 ആർ സ്റ്റേറ്റ്മെൻറ്റ് 1, 2, 3 ആർ റൈറ്റ് എന്നുള്ളതിലേക്ക് എത്തും. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി അപ്പോൾ ആ ഒരു ചോദ്യത്തിൽ ചിന്തിപ്പിക്കേണ്ടതായിരുന്നേ. ബാക്കി എല്ലാ ചോദ്യങ്ങളും നമുക്ക് ഈസി ആയിരുന്നു. ഇനി 5ാമത്തെ ചോദ്യം, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് അബൌട്ട് കിഫ്ബി. ഒരൊറ്റ ക്ലാസ്സേ സാർ തന്നുള്ളൂ, അതിൽ നിന്നുള്ള ഒരൊറ്റ ചോദ്യം നോക്കൂ. ഇറ്റ് ഈസ് എ സ്റ്റാറ്റ്യൂട്ടറി ബോഡി. നമ്മൾ ക്ലാസ് എടുത്തപ്പോൾ തന്നെ പറഞ്ഞു പഠിച്ചതാണ്, സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ക്രിയേറ്റഡ് ബൈ ദി കേരള സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ആണ്. 2, ഇറ്റ് മൊബിലൈസ് ഫണ്ട് ത്രൂ ബോണ്ട് ആൻഡ് ലോൺ. ഞാൻ നിങ്ങൾ പറഞ്ഞ് പഠിപ്പിച്ചതാണ്, ബോണ്ടുകളിലൂടെയും ലോണിലൂടെയൊക്കെ അല്ലേ? മസാല ബോണ്ട് എന്നൊക്കെ പറഞ്ഞ് ഞാൻ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട്. 2, ഇനി 3ാമത്തെ നോക്കൂ, ഇറ്റ് ഫിനാൻസസ് ഒള്ളി. ഈ ഒള്ളി എന്ന വേർഡൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യണം? നിർബന്ധമായിട്ട് ഈ സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ക്വസ്റ്റ്യനിലോ അവിടെ ഒരു ശ്രദ്ധ കൊടുക്കണം അല്ലേ? ഇവിടെ നോക്കൂ, ഒള്ളി സെൻട്രലി സ്പോൺസർഡ് സ്കീംസ്. നമ്മൾ കേരളത്തിൽ നടപ്പിലാക്കിയ കിഫ്ബിക്ക് കേരളത്തിലെ കാര്യങ്ങൾ, കേരളം സ്പോൺസർ ചെയ്യുന്ന കാര്യങ്ങളല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. സെൻട്രൽ സ്പോൺസർ ചെയ്യുന്ന കാര്യം സെൻട്രൽ ഗവൺമെൻറ് ചെയ്തോളൂ അല്ലേ? അപ്പോൾ കിഫ്ബി ആ ഒരു സെൻറ്റൻസ് കാണുമ്പോൾ തന്നെ ലോജിക്കലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് തെറ്റാണെന്ന് തന്നെ മനസ്സിലാക്കാം. അപ്പോൾ 1ഉം 2ഉം ആണ് റൈറ്റ്. ശരിയാണല്ലോ? കറക്റ്റ് ആൻസർ 1 and 2 only ആണ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി ഫുൾ എംപ്ലോയ്മെൻറ്റ് ഇക്വിലിബ്രിയം. ഞാൻ ആ മാരത്തോൺ സെഷനിൽ ഉൾപ്പെടെ നിങ്ങളോട് പറഞ്ഞു, കണ്ടീഷൻ GA = GW = GN. ക്ലിയർ ആണല്ലോ? ഇത് ഗോൾഡൻ ഏജ് ആണെന്ന് എല്ലാവർക്കും അറിയാം. ക്ലിയർ ആണല്ലോ? ഗോൾഡൻ ഏജ് ആണെന്ന് എല്ലാവർക്കും അറിയാം. ബിഗ് പുഷ് എല്ലാം നമുക്കറിയാം,
ബാലൻസ്ഡ് ഗ്രോത്ത് അല്ല, നമുക്ക് തന്നെ അറിയാം ക്യാപിറ്റൽ ഫോർമേഷൻ സ്റ്റേജ് ഇവിടെയല്ല. ക്യാപിറ്റൽ ഫോർമേഷൻ സ്റ്റേജ് കഴിഞ്ഞ് ഗ്രോത്ത് സ്റ്റേജാണ് നമ്മൾ ഡിസ്കസ്. അപ്പോൾ അതുമല്ല നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉറപ്പിച്ച് വരുത്താൻ പറ്റും. ഇപ്പോൾ ഗോൾഡൻ ഏജ് ആണ് ഇത്. ഇതിന് ചെറിയൊരു വേരിയേഷൻ വന്നു കഴിഞ്ഞാൽ തന്നെ വലിയ പ്രശ്നം ഉണ്ടാവും എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇത് നൈഫ് എഡ്ജ് ഇക്ലിബ്രിയോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി നോക്കൂ അടുത്ത ചോദ്യം. അക്കോർഡിംഗ് ടു ഹിർഷ്മാൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് സെക്ടേഴ്സ് ഷുഡ് റിസീവ് പ്രയോറിറ്റി ഇൻ അണ്ടർ ഡെവലപ്ഡ് കൺട്രീസ്? അല്ലേ, നമുക്കറിയാം ബാലൻസ്ഡ് ഗ്രോത്ത് എന്താ, എല്ലാ മേഖലയിലും ബാലൻസ്ഡ് ആയിട്ട് ഗ്രോത്ത് ഉണ്ടാവണം എന്നുള്ളതാണ് അവർ വാദിച്ചത്. എന്നാൽ ഹിർഷ്മാൻ ഉൾപ്പെട്ട അൺബാലൻസ്ഡ് ഗ്രോത്ത് എക്കോണമിസ്റ്റുകൾ അവർ പറഞ്ഞ എന്താ, വെവ്വേറെ കാണണം, വെവ്വേറെ സ്ട്രാറ്റജീസ് പല പല ഭാഗങ്ങളിൽ എന്ത് ചെയ്യണം, അപ്ലൈ ചെയ്യണം. മനസ്സിലായല്ലോ? അങ്ങനെയെങ്കിൽ ചോദിച്ചത് വിച്ച് ഓഫ് ദ ഫോളോയിങ് സെക്ടേഴ്സ് ഷുഡ് റിസീവ് പ്രയോറിറ്റി ഇൻ അണ്ടർ ഡെവലപ്ഡ് കൺട്രീസ്? അണ്ടർ ഡെവലപ്ഡ് കൺട്രീസിൽ പ്രയോറിറ്റി കൊടുക്കേണ്ടത് ഏതിലാണ്? ഓൾ സെക്ടേഴ്സ് ഈക്വലി ആണോ? അത് ബാലൻസ്ഡ് ഗ്രോത്ത് ആണ് അല്ലേ. ദെൻ സിയിലേക്ക് വരാം. ലക്ഷറി ഗുഡ്സ് ഇൻഡസ്ട്രീസ് ഒള്ളിയാണോ? അങ്ങനെയാണോ അവർ പറഞ്ഞത്? അല്ല, ആവശ്യമുള്ളിടത്ത് പുഷ് കൊടുക്കണമെന്ന് അവർ പറഞ്ഞിരുന്നു അല്ലേ. ദെൻ ട്രഡീഷണൽ സബ്സ്റ്റൻസ് സെക്ടേഴ്സ് അണ്ടർ ഡെവലപ്ഡ് കൺട്രീസിൽ അങ്ങനെ അവർ പറഞ്ഞിരുന്നോ? ഇല്ല. അവർ പറഞ്ഞിരുന്നത് സ്ട്രാറ്റജിക് സെക്ടേഴ്സ് വിത്ത് സ്ട്രോങ് ലിങ്കേജ് എഫക്റ്റ്. അവിടെ ആ ലിങ്കേജ് എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ച് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ആ നോട്ട് ഒരു പ്രാവശ്യമെങ്കിലും എൻ്റെ ക്ലാസ് കേൾക്കുകയും ദെൻ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ നോട്ട് വായിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ലിങ്കേജ് എന്ന വാക്ക് ഞാൻ പറഞ്ഞു, ഫോർവേഡ് ലിങ്കേജ് ആൻഡ് ബാക്ക്വേഡ്, ആ വാക്ക് കണ്ടാൽ തന്നെ ഈ ഓപ്ഷനാണ് നമുക്ക് എന്ത് ചെയ്യാം, എത്താം. മനസ്സിലായോ? ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ. ക്ലിയർ? Then, which article of the Indian Constitution provides for the Consolidated Fund of India? നമ്മൾ എത്ര പ്രാവശ്യം ഇത് പറഞ്ഞ് പഠിപ്പിച്ചതെന്ന് അറിയില്ല അല്ലേ. നല്ല എളുപ്പമുള്ള ചോദ്യം ആർക്കും കിട്ടും. ആർട്ടിക്കിൾ 266 നമുക്കറിയാം. ഇനി വിച്ച് കമ്മിറ്റി റെക്കമെൻഡ് ദ എനാക്ട്മെന്റ് ഓഫ് ദി FRBM ആക്ട്? FRBM ആക്ടിൻ്റെ എനാക്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ഏത് കമ്മിറ്റി? ഖേൽക്കർ കമ്മിറ്റിയാണ് അല്ലേ. ശരിയല്ലേ, ഖേൽക്കർ കമ്മിറ്റിയാണ്. നമുക്കറിയാം നരസിംഹ കമ്മിറ്റിയൊക്കെ ബാങ്കിങ് റിഫോംസ് ആണ്. ഊർജിത് പട്ടേൽ കമ്മിറ്റിയും ഈ MPC രൂപീകരണമായിട്ട് ബന്ധപ്പെട്ടൊക്കെയാണ്. മനസ്സിലായോ? അപ്പോൾ ഇതിൽ ടാക്സ് അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയെക്കുറിച്ച് പഠിച്ചതാണ് ഏത്? ഖേൽക്കർ. അങ്ങനെയും കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷേ അതിലേക്ക് എത്താം. അപ്പോൾ FRBM ആക്ട് ഏതാ? ഖേൽക്കർ കമ്മിറ്റിയാണ്. ഇനി വിച്ച് എക്കോണമിസ്റ്റ് ഈസ് ബെസ്റ്റ് നോൺ ഫോർ ഡെവലപ്പിംഗ് ദ തിയറി ഓഫ് ഫിസ്ക്കൽ ഫെഡറലിസം റിലേറ്റഡ് ടു വെർട്ടിക്കൽ ഫിസ്ക്കൽ ഇംബാലൻസുമായിട്ട് ബന്ധപ്പെട്ട എക്കോണമിസ്റ്റ് ആരാണെന്നറിയാവോ? റിച്ചാർഡ് മസ്ഗ്രേവ് ആണ്. ആരാടാ? റിച്ചാർഡ് മസ്ഗ്രേവ്. ക്ലിയർ ആണേ? സംശയമുണ്ടോ? മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ഒരു ചോദ്യമാണേ, അതും നിങ്ങളെ ഇത്തിരി ചിന്തിപ്പിച്ച ഒരു സാധനമാണേ. നോക്കൂ MSME ഇൻ ഇന്ത്യ ആർ നോൺ എസ് ഫോർ ദെയർ ഡ്യുവൽ റോൾ. ക്ലിയർ? MSMEക്ക് ഒരു ഡ്യുവൽ റോൾ ഉണ്ട്. അതെന്തെന്നാ ചോദിച്ചേക്കണേ. അത് നമുക്കിതെല്ലാം ഒരുപോലെ ശരിയാണെന്ന് നമുക്ക് തോന്നാം. അപ്പോൾ ഇത് കുറച്ചൊന്ന് ചിന്തിച്ചാലേ കിട്ടുള്ളൂ. അപ്പോൾ ആൻസർ ഇതാണ്: കോൺട്രിബ്യൂട്ടിംഗ് ടു GDP ആൻഡ് അബ്സോർബിങ് സർപ്ലസ് ലേബർ ഫ്രം അഗ്രികൾച്ചർ. അങ്ങനെ ഒരു ഡ്യുവൽ മോഡലുണ്ട്. കാര്യം MSME എന്ത് ചെയ്യും? GDP കോൺട്രിബ്യൂട്ട് ചെയ്യുകയും ചെയ്യും. പിന്നെ എന്താ, അഗ്രികൾച്ചറിൽ നിന്നുള്ള സർപ്ലസ് ലേബർ എന്ത് ചെയ്യും? അബ്സോർബ് ചെയ്ത് ഒരു ഇൻഡസ്ട്രിയൽ അല്ലെ, മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസ്, ഒരു ഇൻഡസ്ട്രിയൽ സെക്ടറിന് മറ്റൊരു സ്റ്റേജിലേക്ക് കൊണ്ടെത്തിക്കാൻ ആർക്ക് പറ്റും? MSMEക്ക് പറ്റും. സോ ഇറ്റ് ഈസ് അവർക്ക് എന്തുണ്ട്? ഒരു ഡ്യുവൽ റോൾ ഉണ്ട്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. കെയർ എക്കോണമി ഇംപ്രൂവ്സ് ഫീമെയിൽ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ. നമ്മൾ കെയർ എക്കോണമി പഠിച്ചപ്പോൾ പറഞ്ഞതാണ് അല്ലേ, ഫീമെയിൽ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ. ആ വേർഡ് തന്നെ എടുത്ത് പറഞ്ഞതാണ്. മനസ്സിലായോ? ഇനി രണ്ടാമത്തത്, കെയർ വർക്ക് ഹാസ് നോ എക്കണോമിക് വേ. എടാ, കെയർ വർക്കിന് എക്കണോമിക് വാല്യൂ ഇല്ലെന്നാണ് പറയണേ. എക്കണോമിക് വാല്യൂ ഇല്ലാത്ത സംഭവങ്ങൾ നമ്മൾ ഗ്രോത്തിൽ ഉൾപ്പെടുത്തോ? ഇല്ല, ആ തെറ്റ് തന്നെയാണ്. ഇനി ഇൻവെസ്റ്റിംഗ് ഇൻ കെയർ ഇൻഫ്രാസ്ട്രക്ചർ സപ്പോർട്ട് ഇൻക്ലൂസീവ് ഗ്രോത്ത്. ശരിയല്ലേ? കെയർ ഇൻഫ്രാസ്ട്രക്ചറിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്താ? ഇൻക്ലൂസീവ് ഗ്രോത്ത് എന്ത് ചെയ്യുന്നു? സപ്പോർട്ട് ചെയ്യുന്നു. മനസ്സിലായോ? അപ്പോൾ ഇതിൽ ഓപ്ഷൻ 2 കണ്ടാൽ തന്നെ മനസ്സിലാവും. ഓപ്ഷൻ 2 തെറ്റാണ്. അപ്പോൾ ഓപ്ഷൻ 1 and 3 ആർ റൈറ്റ് എന്ന് പറയേണ്ടി വരും. ഇനി ഇൻ എക്കണോമെട്രിക്സ് ദ ടേം ബ്ലൂ റെഫേഴ്സ് ടു. ഇത്രയും ഡയറക്റ്റ് ക്വസ്റ്റ്യൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആരും പ്രതീക്ഷിച്ചില്ല എന്നുള്ളതാണ്. ബെസ്റ്റ് ലീനിയർ അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ അണ്ടർ ഗോസ്മാർക്കോ അസംഷൻസ്. ക്ലിയർ? ആ ഗോസ്മാർക്കോ അസംഷൻസ് എന്ന് വരെ തന്നിട്ടുണ്ട്. ബ്ലൂ റിലേറ്റ് ചെയ്തിട്ടും ഗോസ്മാർക്കോ അസംഷൻസ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ക്ലിയർ ആണോ? അപ്പോൾ
വളരെ ഈസി ക്വസ്റ്റ്യൻ ആയിരുന്നു. ദെൻ അഡ്ജസ്റ്റഡ് ആർ സ്ക്വയർ. നമ്മൾ ഈ അഡ്ജസ്റ്റഡ് ആർ സ്ക്വയർ എന്ന് പറയുന്നത് നമുക്കറിയാം, പീനലൈസ് അൺനെസസറി ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. നമ്മൾ ആർ സ്ക്വയർ പഠിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കുന്ന ഒരു ഏത് വേരിയബിളിനെ കുറിച്ച്, ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിൻ്റെ പീനലൈസ് അൺനെസസറി ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ്. ക്ലിയർ ആണല്ലോ. അതാണ് ആർ സ്ക്വയർ അഡ്ജസ്റ്റ് ചെയ്യുക വഴി ഉള്ള ശരിയായിട്ടുള്ള ഓപ്ഷൻ. ഇനി ഇഫ് എ റിഗ്രഷൻ മോഡൽ ഇൻക്ലൂഡ്സ് ആൻ ഇൻ്റർസെപ്റ്റ് ആൻഡ് ഓൾ കാറ്റഗറി ഡമ്മീസ്. ഈ ഡമ്മീസ് എന്ന വേർഡ് വെച്ച് കണക്ട് ചെയ്ത് പഠിച്ചവർക്കൊക്കെ തന്നെ അറിയാം, ഡമ്മീസ് എന്ന വാക്ക് എപ്പോഴും മൾട്ടി കൊല്ലിനാരിയായിട്ട് എന്ത് ചെയ്യുന്നു, റിലേറ്റ് ചെയ്യുന്നു. ഡമ്മി ആ വാക്ക് അങ്ങനെ റിലേറ്റ് ചെയ്ത് പഠിച്ചവർക്ക് തന്നെ ഈസി ആയിട്ട് കിട്ടും. മനസ്സിലായോ? ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി ഇഫ് നാഷണൽ ഇൻകം ഇൻക്രീസ് അറ്റ് എ സ്ലോവർ റേറ്റ്, നാഷണൽ ഇൻകം സ്ലോവർ റേറ്റ് കുറയുന്നു ദാൻ പോപ്പുലേഷൻ ഗ്രോത്ത്. പോപ്പുലേഷൻ ഗ്രോത്തിനേക്കാളും നാഷണൽ ഇൻകം കുറച്ചായിട്ടേ കൂടുന്നുള്ളൂ, അല്ലെങ്കിൽ ഇൻക്രീസ് ചെയ്യും പക്ഷേ സ്ലോവർ ആയിട്ടാണ് കൂടുന്നത്. മനസ്സിലായല്ലോ? ക്ലിയർ ആണല്ലോ? ആരെക്കാളും പോപ്പുലേഷൻ ഗ്രോത്ത്. നമുക്കറിയാം പെർ ക്യാപിറ്റ ഇൻകം കാണേണ്ട ഫോർമുല, എങ്കിൽ പെർ ക്യാപിറ്റ ഇൻകം വിൽ, ഇതാണ് ചോദ്യം. നമുക്ക് പെർ ക്യാപിറ്റ ഇൻകം കാണേണ്ട ഫോർമുല അറിയാം, നാഷണൽ ഇൻകം ഡിവൈഡ് ബൈ നമ്പർ ഓഫ് പോപ്പുലേഷൻ. അപ്പോൾ നാഷണൽ ഇൻകം ആണല്ലോ ന്യൂമറേറ്റർ പാർട്ട്, നാഷണൽ ഇൻകം എന്ന ന്യൂമറേറ്റർ പാർട്ട് കുറച്ച് മാത്രമേ, അല്ലെങ്കിൽ അത് ഇൻക്രീസ് ചെയ്യുന്ന സ്ലോവറിലാണ് അല്ലേ, ആരെക്കാളും? പോപ്പുലേഷനേക്കാളും. മനസ്സിലായല്ലോ? ന്യൂമറേറ്റർ പാർട്ട് കുറഞ്ഞുകയും ഈ ഡിനോമിനേറ്റർ പാർട്ട് കൂടി വളരെ കൂടുതലായിട്ടാണെങ്കിൽ, ഇതിനേക്കാളും കൂടുതലാണെങ്കിലോ നമുക്കറിയാം ഡിക്രീസ് ആണ്. ശരിയല്ലേ? ഡിക്രീസ് ആണ്. ക്ലിയർ? ഒന്ന് ലോജിക്കലായിട്ട് ചിന്തിച്ചാൽ തന്നെ നമുക്ക് കിട്ടും. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി the fiscal policy in which government expenditure is increased. നോക്കൂ, government expenditure is increased, tax are reduced. അല്ലെ, ഗവൺമെന്റിന്റെ എക്സ്പെൻഡിച്ചർ കൂടുന്നു, ടാക്സ് കുറയുന്നു. അങ്ങനെയെങ്കിൽ ഇത് രണ്ടും സംഭവിച്ചത് എന്താ? ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ കൂട്ടും, ടാക്സ് കുറയ്ക്കും. എപ്പോഴാ? എക്സ്പാൻഷണറി ഫിസ്ക്കൽ പോളിസിയിലാണ്. എപ്പോഴാണ്? എക്സ്പാൻഡ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ എന്ത് ചെയ്യും? എക്സ്പാൻഡ് ചെയ്യാൻ ഗവൺമെൻറ് ശ്രമിക്കുകയാണെങ്കിൽ, എക്സ്പാൻഷൻ നടത്താൻ ശ്രമിക്കുകയാണെങ്കിൽ എക്സ്പെൻഡിച്ചർ കൂട്ടുമ്പോൾ എന്ത് ചെയ്യും? ഒത്തിരി വാരി വലിച്ച് ഗവൺമെൻറ് ചിലവഴിക്കും, സബ്സിഡികൾ കൊടുക്കും, ഒത്തിരി എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കും. അപ്പോൾ സ്വാഭാവിക റിസൾട്ട് എന്താ? എക്കോണമിയിലുള്ള ഒരു റിസഷൻ അവസ്ഥ മാറി എക്കോണമി ബൂസ്റ്റ് ചെയ്യപ്പെടും അല്ലേ. അപ്പോൾ ടാക്സ് കുറയ്ക്കുമ്പോഴോ ആൾക്കാരുടെയുള്ള പണം ആൾക്കാരെ തന്നെ നിൽക്കും അല്ലേ. അപ്പോൾ ആ ഒരു പോളിസിയെ വിളിക്കുന്നതാണ് എക്സ്പാൻഷണറി ഫിസ്ക്കൽ പോളിസി. മനസ്സിലായോ? ഇനി നല്ല പ്രഷ്യസ് സ്റ്റേജിലാണ് നമ്മുടെ രാജ്യം. അപ്പോൾ ഈ എക്സ്പെൻഡിച്ചർ കുറയ്ക്കുകയും ടാക്സ് കൂട്ടുകയും ചെയ്താൽ നമ്മൾ എന്ത് പറയും? കൺട്രാക്ഷണറി ഫിസ്ക്കൽ പോളിസി എന്ന് പറയും. എന്ത് പറയുക? കൺട്രാക്ഷണറി. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇവിടെ എക്സ്പെൻഡിച്ചർ കൂട്ടുന്നു, അപ്പോൾ എക്സ്പാൻഷൻ. ടാക്സ് കുറയ്ക്കുന്നു, ആൾക്കാരുടെ കയ്യിലുള്ള പണം ആൾക്കാരിൽ തന്നെ നിർത്തുന്നു. അപ്പോൾ അതെന്താ? എക്സ്പാൻഷണറി ഫിസ്ക്കൽ പോളിസിയാണ്. ക്ലിയർ ആണ്? സംശയമല്ല. ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് ബെസ്റ്റ് ഡിസ്ക്രൈബ് ദ മാനേജ്ഡ് ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ്. മാനേജ്ഡ് നമ്മൾ ക്വസ്റ്റ്യൻ ഡിസ്കഷനിലേ പറഞ്ഞു, ഫിക്സഡ്, ദെൻ ഫ്ലെക്സിബിൾ, ദെൻ മാനേജ്ഡ് ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം. ശരിയാണല്ലോ? മാനേജ്ഡ് ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം ആണല്ലോ. മാനേജ്ഡ് എന്നാകുമ്പോൾ തന്നെ ഫ്ലോട്ടിംഗ് നിങ്ങൾക്കറിയാം, മാനേജ്ഡ് എന്ന വാക്കും കൂടെ ഉള്ളപ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിക്കണം എന്താണ്? എക്സ്ചേഞ്ച് റേറ്റ് ഈസ് ഡിറ്റർമിൻഡ് ബൈ മാർക്കറ്റ് ഫോഴ്സും പിന്നെ എന്താ? ഒക്കേഷണൽ ഇൻ്റർവെൻഷൻ ബൈ ദ സെൻട്രൽ ബാങ്ക്. മനസ്സിലായോ? നമ്മളത് അങ്ങനെ തന്നെ നമ്മൾ ആ ക്ലാസ് ഡിസ്കഷനിലും മാരത്തോണിലും ഒക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഇത് പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. ദെൻ എ ഹൗസ് ഹോൾഡ് ഡിപ്രൈവ്ഡ് ഇൻ ന്യൂട്രീഷൻ, സ്കൂളിംഗ് ആൻഡ് സാനിറ്റേഷൻ. നമ്മുടെ മാരത്തോൺ ക്ലാസ്സിൽ MPA നമ്മൾ എടുത്ത് പറഞ്ഞു. ആ MPയുടെ കമ്പോണൻസ് നമ്മളെടുത്ത് പറഞ്ഞതിൽ നമ്മൾ ന്യൂട്രീഷൻ, സ്കൂളിംഗ്, സാനിറ്റേഷൻ ഇതെല്ലാം നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞു. അത് കണ്ടവർക്ക് തന്നെ അറിയാം അത് MPA അപ്രോച്ച് ആണെന്ന് അറിയാം. ക്ലിയർ ആണേ? സംശയമുണ്ടോ? അല്ലെങ്കിൽ തന്നെ ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്തും കാണാം. എങ്കിലും അവിടെ നമ്മൾ പഠിച്ച ന്യൂട്രീഷൻ, സ്കൂളിംഗ്, സാനിറ്റേഷൻ ഇതെല്ലാം ഏതാണ്? MPA അപ്രോച്ചാണ്. ഇനി വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ പ്രോപ്പർട്ടി ഓഫ് ഇൻഡിഫറൻസ് കർവ്. ഇൻഡിഫറൻസ് കർവിൻ്റെ പ്രോപ്പർട്ടി അല്ലാത്തത് എത്ര പട്ടം പറഞ്ഞു എന്ന് എനിക്കറിയില്ല. ഒന്നാമത്തെ പ്രോബ്ലം, ഇൻഡിഫറൻസ് കർവ്സ് ആർ ജനറലി കോൺവെക്സ് ടു ഒറിജിൻ. നമുക്ക് പഠിച്ചതാണ്. ഇൻഡിഫറൻസ് കർവ് സ്ലോപ്സ് ഡൗൺവേർഡ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. പഠിച്ചതാണ്. ടു ഇൻഡിഫറൻസ് കർവ് കനോട്ട് ഇന്റർസെക്ട് ഈച്ച് അതർ. എത്ര വട്ടം പഠിച്ചതാണ്. ഇനി അങ്ങനെയെങ്കിൽ ഉറപ്പായിട്ട് ഇത് 3 അസംഷൻസ് നമുക്ക് അറിയാമെങ്കിൽ നാലാമത്തെ അസംഷൻ നോക്കൂ, ടു ഇൻഡിഫറൻസ് കർവ് മസ്റ്റ് ബി പാരലൽ ടു ഈച്ച് അതർ. അങ്ങനെ ഒരു അസംഷൻ നമ്മൾ പഠിച്ചതേ ഇല്ല. അപ്പോൾ ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. നോട്ട് എ പ്രോപ്പർട്ടി എന്നായിരുന്നു ക്വസ്റ്റ്യൻ. ഇനി ഇൻ ദി കോബ്ഡബ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഇഫ് ആൽഫ പ്ലസ് ബീറ്റ ഈസ് ഈക്വൽ ടു 1 നമ്മൾ നല്ല ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ടൈമിൽ ഡിസ്കസ് ചെയ്തു. ദെൻ സാറിൻ്റെ ക്ലാസ്സിലുണ്ടായിരുന്നു കോൺസ്റ്റൻറ്റ് റിട്ടേൺ സ്കെയിൽ ഈസ് ഈക്വൽ ടു 1 വന്നാൽ കോൺസ്റ്റൻറ്റ് റിട്ടേൺസ് ടു സ്കെയിൽ. ക്ലിയർ ആണെന്ന് വിചാരിക്കും. ഇനി ഇൻ മോഡേൺ കോസ്റ്റ് തിയറി മാർജിനൽ കോസ്റ്റ്
ലെസ് ദാൻ ഷോർട്ട് റൺ ആവറേജ് വേരിയബിൾ കോസ്റ്റ്. അങ്ങനെ SAVC അതായത് ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റിൻ്റെ അവസ്ഥ എന്തായിരിക്കും? നമ്മൾ ഈ കോസ്റ്റുകളെ കുറിച്ച് ഞാൻ ആ മാരത്തോൺ സെഷൻ നല്ല ഭംഗിയായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. കുറയും. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി എ മൊണോപ്പൊളിസ്റ്റ് ഡിറ്റർമിൻസ് ഇക്വിലിബ്രിയം ഔട്ട്പുട്ട് അറ്റ് ദ പോയിന്റ്. മൊണോപ്പൊളിസ്റ്റ് എനിക്ക് തോന്നുന്നു കൊമേഴ്സിലെ മാനേജറിയൽ എക്കണോമിക്സ് നീ ചോദ്യം ആവർത്തിച്ചു അല്ലേ? എ മൊണോപ്പൊളിസ്റ്റ് എങ്ങനെയാണ് ഇക്വിലിബ്രിയത്തിൽ എത്തുക? MC is equal to MR. MC is equal to MR. MC is equal to MR. എനിക്ക് തോന്നുന്നു ഈ ഒരു ചോദ്യം ഒരിക്കൽ കൂടെ വന്നു അല്ലേ? ഒരിക്കൽ കൂടെ വന്നു ചോദിച്ചു. അപ്പോൾ 2 ചോദ്യങ്ങൾ 2 മാർക്ക് ഒരെണ്ണം പഠിച്ചു കഴിഞ്ഞാൽ 2 ചോദ്യത്തിന് ആൻസർ കിട്ടി എന്നുള്ളതാണ് അല്ലേ? ശരി. ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇക്വേഷൻ ഈസ് യൂസ്ഡ് ഇൻ നാഷണൽ ഇൻകം എസ്റ്റിമേഷൻ ഈസ് ഇൻകറക്റ്റ് ആയിട്ടുള്ളത് ഏതാണ് എന്നാണ് ചോദിച്ചത്. നോക്കൂ, ഫാക്ടർ ഇൻകം ഏൺഡ് ബൈ ഇന്ത്യൻ റെസിഡൻസ് എബ്രോഡ് മൈനസ് ഫാക്ടർ ഇൻകം പെയ്ഡ് ടു ഫോറിൻ നാഷണൽസ് ഇൻ ഇന്ത്യ. അത് നമ്മൾ നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് എന്ന് പഠിച്ചിട്ടുണ്ട്. ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. ഒത്തിരി ഉദാഹരണങ്ങൾ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട്. ഇനി സിയിലേക്ക് വരാം. NDP പ്ലസ് ഡിപ്രീസിയേഷൻ GDP അല്ലേടാ? GDP ഡിപ്രീസിയേഷൻ കുറച്ച് NDP, അതായത് NDP പ്ലസ് ഡിപ്രീസിയേഷൻ ആണ് GDP. ദെൻ ഇൻഡയറക്റ്റ് ടാക്സ് മൈനസ് സബ്സിഡി നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് 3 കാണുമ്പോൾ തന്നെ നമുക്ക് കണ്ടാൽ തന്നെ അറിയാം. പിന്നെ NNP പ്ലസ് NFI അല്ല GNP. GDPയോട് അല്ലെ GDPയോട് NFI ആഡ് ചെയ്യുമ്പോഴാണ് GNP കിട്ടുക. ക്ലിയർ ആണേ? അപ്പോൾ ഈ ഓപ്ഷൻ തെറ്റാണ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് HDI ഈച്ച് ഡയമെൻഷൻ ഈസ് നോർമലൈസ്ഡ് ബൈ യൂസിങ്. ഞാൻ HDIയെ കുറിച്ച് ഉറപ്പായിട്ടൊരു ചോദ്യം കിട്ടുമെന്നാണ്. പക്ഷേ ഞാൻ സ്ട്രെസ് ചെയ്ത് പഠിപ്പിച്ചത് നിങ്ങളെ കമ്പോണൻസ് ആണ് പഠിപ്പിച്ചത് അല്ലേ? പക്ഷേ അല്ലാതെ ഒരു ചോദ്യം വന്നു എന്നുള്ളതാണ്. മനസ്സിലായോ? നിങ്ങൾക്ക് അത് ഒന്ന് നോക്കിയാൽ അറിയാൻ പറ്റും. നോക്കിയാൽ നമുക്ക് ആൻസർ കിട്ടുമായിരുന്നു. അപ്പോൾ ഡയമെൻഷൻ ഇൻഡെക്സ് കാണേണ്ട ഫോർമുല നോക്കൂ. ആക്ച്വൽ വാല്യൂ, ദ ഓപ്ഷൻ A ആണ് റൈറ്റ് ആൻസർ. ആക്ച്വൽ വാല്യൂ മൈനസ് മിനിമം വാല്യൂ ഡിവൈഡഡ് ബൈ മാക്സിമം വാല്യൂ മൈനസ് മിനിമം വാല്യൂ. മനസ്സിലായോ? ക്ലിയർ. ഇൻറ്റു 100 പറയില്ല, കാരണം HDIയുടെ വാല്യൂ എന്താ 0 to 1 ആണ്. അതുകൊണ്ട് ഇൻറ്റു 100 പറയേണ്ട കാര്യം അവിടെ ഇല്ല. ക്ലിയർ ആണെന്ന് വിചാരിക്കും. മനസ്സിലായി? ശരി. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, എക്കണോമിക്സ് പഠിച്ചവരെ സംബന്ധിച്ചിടത്തോളം ഒരു 4 ക്വസ്റ്റ്യൻ വരെ ട്രിക്കി. അപ്പോൾ അവരൊന്ന് ശ്രദ്ധിച്ചാൽ അതും അഴിച്ചെടുക്കാം. ഇനി എക്കണോമിക്സ് പഠിക്കാതെ സംബന്ധിച്ചിടത്തോളം ഒരു 7 ക്വസ്റ്റ്യൻ വരെ അവർക്ക് ട്രിക്കിയായിട്ട് തോന്നാം. പക്ഷേ 15-16 മാർക്ക് ഉറപ്പാണ്. 15 മാർക്ക് നമുക്ക് കിട്ടണം. കാര്യം ആ നെഗറ്റീവ് പോയിരുന്നാലും 15 മാർക്ക് നമുക്ക് എന്ത് ചെയ്യണം? കിട്ടണം. മനസ്സിലായോ? അപ്പോൾ അത്രയ്ക്ക് എളുപ്പമായിരുന്നു. നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തൊക്കെ വന്നു. ഒരുവിധം കോൺസെപ്റ്റൊക്കെ നോക്കി കൃത്യമായി പഠിച്ചവർക്ക് ഔട്ട് ഓഫ് 25 നമുക്ക് എബോവ് 20 മിനിമം നമുക്ക് വാങ്ങാൻ പറ്റണമായിരുന്നു. ക്ലിയർ ആണോ? സംശയമുണ്ടോ? എല്ലാവിധ ആശംസകളും. പിന്നെ ഒരുപാട് സന്തോഷമുണ്ട്. യെസ്, എല്ലാവർക്കും നല്ലത് വരട്ടെ. എല്ലാവരും റാങ്ക് ലിസ്റ്റിൽ വരട്ടെ. താങ്ക് യു വെരി മച്ച്. എല്ലാവർക്കും നമസ്കാരം. റിസർച്ച് ഓഫീസർ എക്സാമിന്റെ മാത്തമാറ്റിക്സിന്റെ ഡീറ്റെയിൽഡ് സൊല്യൂഷൻ ആണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത്. എല്ലാവർക്കും എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം എന്നുള്ളതൊക്കെ ഒന്ന് കമന്റ് ചെയ്യാം. മാത്സ് പൊതുവെ എല്ലാവരും കുറച്ച് പാടായിരുന്നു എന്നാണ് പറഞ്ഞത്. നോക്കാം, നമുക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരുന്നോ? കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരല്പം പ്രയാസമുണ്ട് എന്നുള്ളത് 100% സത്യമാണ്. അതായത് ആ ഒരു എക്സാമിനേഷൻ ടെൻഷനിൽ ആലോചിച്ചെടുക്കാൻ പ്രയാസമുള്ള, സ്ഥിരം ചോദിക്കാത്ത, സ്ഥിരം പാറ്റേണിൽ നിന്ന് മാറിയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് തീർച്ചയായിട്ടും എക്സാമിന് ഉണ്ടായിരുന്നു. ഓക്കെ, അത് ചിലർക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടാവും. എനിവേസ് നമുക്കതിന്റെ ആൻസേഴ്സ് ഒക്കെ ഒന്ന് നോക്കാം. നമ്മുടെ ഒന്നാമത്തെ ചോദ്യം നോക്കിക്കോളൂ. 25 ചോദ്യങ്ങളായിരുന്നു മാത്സിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. എവരി ഫൈനൈറ്റ് ഗ്രൂപ്പ് ഹാസ് ഇൻഫിനിറ്റ്ലി മെനി സബ് ഗ്രൂപ്പ്സ്. ഏതൊരു ഫൈനൈറ്റ് ഗ്രൂപ്പ് എടുത്താലും ഇൻഫിനിറ്റ്ലി മെനി സബ് ഗ്രൂപ്പ്സ്. ഇത് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. തീർച്ചയായും അത് ശരിയാണ്. There are only finitely many non-isomorphic groups of a given finite order. അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, അതായത് both 1 and 2 are true എന്നുള്ളതാണ് നമ്മുടെ ആൻസർ വരിക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഈ ക്വസ്റ്റ്യൻ ആയിരിക്കും ചിലർക്കെങ്കിലും ഒരു പ്രയാസം ഉണ്ടെന്ന് തോന്നുന്നത്. കാരണം നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് 100% ഉറപ്പിച്ചു പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ആണ് ലിമിറ്റ് ഓഫ് എ സീക്വൻസ്. നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ലിമിറ്റ് ഓഫ് എ സീക്വൻസ് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. അതായത് ഇതിനെ റാഷണലൈസ് ചെയ്യാന്നുള്ള ഒരു ഇനിഷ്യൽ തോട്ട് വന്നാൽ രക്ഷപ്പെട്ടു. ഓക്കെ, അതായത് ചോദ്യം ഇങ്ങനെയാണ്, ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി. ഇത് മുൻപ് വർഷങ്ങൾക്ക് മുൻപ് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ.
പണ്ട് ചോദിച്ചിട്ടുള്ള 3-4 ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്ത് അതേപോലെ ഇട്ടിട്ടുണ്ട്. റൂട്ട് എൻ പ്ലസ് എ ഇൻറ്റു എൻ പ്ലസ് ബി റാഷണലൈസ് ചെയ്യുക മൈനസ് n. അപ്പൊ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക ഇതിനെ നമ്മൾ മുകളിലും താഴെയും റൂട്ട് എൻ പ്ലസ് എ ഇൻറ്റു എൻ പ്ലസ് ബി പ്ലസ് എൻ കൊണ്ട് മുകളിലും മൾട്ടിപ്ലൈ ചെയ്യുക. അതേ കണക്ക് നമ്മൾ താഴെ മൾട്ടിപ്ലൈ ചെയ്യുക അല്ലെ. റൂട്ട് ഓഫ് എൻ പ്ലസ് എ ഇൻറ്റു എൻ പ്ലസ് ബി പ്ലസ് എൻ. ഓക്കെ, മുകളിൽ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ എന്താണ് കിട്ടുക? ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. അപ്പോൾ റൂട്ടിന്റെ സ്ക്വയറും കൂടെ പോയി കഴിഞ്ഞാൽ റൂട്ടും സ്ക്വയറും കൂടെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എൻ പ്ലസ് എ ഇൻറ്റു എൻ പ്ലസ് ബി വരും മൈനസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എൻ സ്ക്വയർ. റൂട്ട് ഉള്ളത് കൊണ്ട് സ്ക്വയർ എടുത്താൽ റൂട്ട് അങ്ങോട്ട് പോയി കിട്ടും. താഴെ എന്തുണ്ട്? റൂട്ട് ഓഫ് എൻ പ്ലസ് എ ഇൻറ്റു എൻ പ്ലസ് ബി പ്ലസ് എന്താണ് എൻ. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ ഇതൊന്ന് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തെടുക്കുക. സോ ദിസ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ എന്താണ് വരിക? എൻ സ്ക്വയർ പ്ലസ് ബി എൻ പ്ലസ് എ എൻ പ്ലസ് എ ബി. ശരിയല്ലേ? എൻ സ്ക്വയർ പ്ലസ് ബി എൻ പ്ലസ് എ എൻ പ്ലസ് എ ബി എന്നാണ് കിട്ടുക. ആൻഡ് മൈനസ് എൻ സ്ക്വയർ അവിടെ ഉണ്ട്. ഓക്കെ, ഡിവൈഡഡ് ബൈ താഴെ റൂട്ടിനുള്ളിൽ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. അത് ഇതേ കണക്ക് വരും അല്ലെ. എൻ സ്ക്വയർ പ്ലസ് ബി എൻ പ്ലസ് എ എൻ പ്ലസ് എ ബി ഒരു പ്ലസ് എൻ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? മാറി നിൽക്കുന്നുണ്ട്. സോ ദിസ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി പ്ലസ് എൻ സ്ക്വയർ മൈനസ് എൻ സ്ക്വയർ കട്ട് ചെയ്യാം. ബാക്കി എന്തുണ്ട്? ബി എൻ പ്ലസ് എ എൻ പ്ലസ് എ ബി ഉണ്ട്. ഡിവൈഡഡ് ബൈ താഴെ റൂട്ടിനുള്ളിൽ ഒരു എൻ സ്ക്വയർ ഇങ്ങോട്ട് പുറത്തെടുക്കാം. ബാക്കി 1 പ്ലസ് ബി ബൈ എൻ പ്ലസ് എ ബൈ എൻ പ്ലസ് എ ബി ബൈ എൻ സ്ക്വയർ എന്ന് വരും. ഓക്കെ അല്ലേ? പ്ലസ് ഒരു എൻ അവിടെ നിൽപ്പുണ്ട്. സോ ദിസ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി ന്യൂമറേറ്ററിൽ നിന്ന് ഒരു എൻ ഇങ്ങോട്ട് പുറത്തെടുത്താൽ ബി പ്ലസ് എ ബി ബൈ എൻ എന്ന് വരും. ഡിനോമിനേറ്ററിൽ റൂട്ട് ഓഫ് എൻ സ്ക്വയർ എന്നുള്ളത് എൻ ആയിട്ട് പുറത്തു വരും. ഇൻറ്റു ബാക്കി റൂട്ടിനുള്ളിൽ 1 പ്ലസ് ബി ബൈ എൻ പ്ലസ് എ ബൈ എൻ പ്ലസ് എ ബി ബൈ എൻ സ്ക്വയർ അതേ കണക്ക് അവിടെ തന്നെ ഉണ്ടാവും. പ്ലസ് എന്തുണ്ട്? ഒരു എൻ ഉണ്ട്. ഓക്കെ, ഇനി നിങ്ങൾ നോക്കിക്കേ, ഡിനോമിനേറ്ററിൽ 2 ടേംസിലും എൻ ഉണ്ട്. ആ എൻ ഇങ്ങടെ ഔട്ട്സൈഡ് എടുത്ത് നമുക്ക് എന്ത് ചെയ്യാം? കട്ട് ചെയ്ത് കളയാം. ശരിയാണല്ലോ? സോ ദിസ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി n ഇൻറ്റു ബി പ്ലസ് എ ബി ബൈ എൻ. n ഇൻറ്റു ബി പ്ലസ് എ ബി ബൈ എൻ. താഴെ 2 ടേംസിലും n ഉണ്ട്. n ഇങ്ങോട്ട് പുറത്തെടുത്താൽ ബാക്കി എന്താണ് കിട്ടുക? റൂട്ട് 1 പ്ലസ് ബി ബൈ എൻ പ്ലസ് എ ബൈ എൻ പ്ലസ് എ ബി ബൈ എൻ ഉണ്ടാവും. പിന്നെ ആ n ഇങ്ങോട്ട് പുറത്ത് വന്നാൽ ബാക്കി ഇവിടെ 1 ഉണ്ടാവും. ശരിയാണല്ലോ? ഇനി എന്നും കട്ട് ചെയ്യാം. ഇനി ലിമിറ്റ് കൊടുത്തോളൂ. മുകളിൽ ബി പ്ലസ് എ ഉണ്ട്. എ ബി ബൈ ഇൻഫിനിറ്റി 0 വരും. റൂട്ടിനുള്ളിൽ 1 ഉണ്ട്. ബാക്കി എല്ലാം ഡിവിഷൻ ബൈ ഇൻഫിനിറ്റി 0 ആയി പോവും. പ്ലസ് 1. സോ എ പ്ലസ് ബി ഡിവൈഡഡ് ബൈ റൂട്ട് 1 1 ആണ്. 1 പ്ലസ് 1 എന്ത് വരും? 2. സോൾവ് ചെയ്ത് വരുമ്പോൾ കിട്ടുന്ന ആൻസർ എ പ്ലസ് ബി ഡിവൈഡഡ് ബൈ 2. ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, സോ ഇതായിരുന്നു രണ്ടാമത്തെ ചോദ്യം. അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. Which of the following statement about real sequence is not true? ശരിയല്ലാത്തത് ഏത് എന്ന് കണ്ടുപിടിക്കാനാണ് ചോദ്യം. ഓക്കെ, കോഷി സീക്വൻസ് ഈസ് ബൗണ്ടഡ്. കോഷി സീക്വൻസ് പഠിക്കുമ്പോൾ തന്നെ നമ്മൾ പഠിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണ്. ശരിയാണ്. ശരി, നമുക്ക് തെറ്റായിട്ടുള്ളതാണ് വേണ്ടത്. സൈൻ എൻ ഈസ് കൺവേർജന്റ്. സൈൻ എൻ കൺവേർജ് ചെയ്യില്ലല്ലോ. സൈൻ എൻ -1 to 1 ഓസിലേറ്റ് ചെയ്യല്ലേ ഉള്ളൂ. സോ ദാറ്റ്സ് നോട്ട് എ കൺവേർജന്റ് സീരീസ്. സോ ഇതാണ് തെറ്റ്. നോട്ട് ട്രൂ അല്ലേ? ഓപ്ഷൻ ബി ആണ് ആൻസർ വരിക. ഓക്കെ, ഒറ്റ നോട്ടത്തിൽ പിടിക്കാവുന്ന ക്വസ്റ്റ്യനേ ഉള്ളൂ. ഇറ്റ്സ് വെരി വെരി ഈസി. വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ഓക്കെ, ഇത് എല്ലാവരും ചെയ്തിട്ടുണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം ഇത് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. സൈനിന്റെ വേവ് വരച്ച് പഠിപ്പിച്ചാണ്. ഓക്കെ, നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കോളൂ. Which of the sequence does not converge?
ക്ലാസ്സിൽ ഒരുപാട് പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞ ചോദ്യമാണ്. ഫസ്റ്റ് ഓപ്ഷൻ പി സീരീസ് വിത്ത് പി ഈക്വൽ ടു 1 ഡൈവേർജസ്, അത് നോട്ട് കൺവേർജ് ആണല്ലോ. പി സീരീസ് വിത്ത് പി ഈസ് ഈക്വൽ ടു 1 ഡൈവേർജസ്. നമ്മൾ ഒരുപാട് പ്രാവശ്യം ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ലെബനീസ് കണ്ടീഷൻസ് ഒക്കെ വെച്ച് സോൾവ് ചെയ്ത പല ക്വസ്റ്റ്യൻ്റെയും തുടക്കം നമ്മൾ ഡൈവേർജ് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കുന്നത് പി സീരീസ് വിത്ത് പി ഈക്വൽ ടു 1 നമ്മൾ പഠിച്ച ഡയറക്റ്റ് സാധനമാണ് എക്സാമിന് വന്നത്. ഇതും എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും, കിട്ടേണ്ട ക്വസ്റ്റ്യൻ ആണ്, ഒറ്റ നോട്ടത്തിൽ ആൻസർ പറയേണ്ട ക്വസ്റ്റ്യൻ ആണ്. ഇതൊന്നും സമയം നമുക്ക് സെക്കൻഡുകൾ വെച്ച് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ആണോ, ഇവിടെയൊക്കെ ലാഭിക്കുന്ന സമയമാണ് നിങ്ങൾ ഇപ്പോൾ ഈ ലിമിറ്റിന്റെ ക്വസ്റ്റ്യനിൽ യൂസ് ചെയ്യേണ്ടത്. അങ്ങനെയാണ് ഈ ആൻസർ ചെയ്യുന്ന ഒരു രീതി. ഓക്കെ, 4 അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കോളൂ. ഇന്റഗ്രൽ dz by closed integral over the region mod z is equal to 2 dz by z square plus 1. നോക്കിക്കേ, സിംഗുലർ പോയിന്റ്സ് ഏതൊക്കെയാ? z square plus 1 equal to 0, z square is equal to minus 1, z is equal to plus or minus I. mod z is equal to 2-ന് ഉള്ളിലാണ് പ്ലസ് ഐയും മൈനസ് ഐയും, രണ്ട് റേഡിയസ് ഉള്ള സർക്കിളാണ്, ശരിയല്ലേ? ഐ ഇവിടെ വരും, മൈനസ് ഐ ഇവിടെ വരും. അപ്പൊ ഇൻസൈഡ് ആണല്ലോ, ആ രണ്ട് പോയിന്റിലെയും റെസിഡ്യൂ കണ്ടുപിടിക്കണം, അത് ആഡ് ചെയ്യണം. ഓക്കെ, സോ റെസിഡ്യൂ ഓഫ് എഫ് ഓഫ് ഇസഡ് അറ്റ് ഇസഡ് ഇസ് ഈക്വൽ ടു ഐ എന്ന് പറഞ്ഞാൽ ന്യൂമറേറ്റർ ആസ് ഇറ്റ് ഈസ്, ഡിനോമിനേറ്റർ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. സെഡ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2z, 1ന്റെ 0 ആണ്. അറ്റ് ഇസഡ് ഇസ് ഈക്വൽ ടു ഐ കൊടുത്താൽ 1/2i കിട്ടും. അതേ കണക്ക് റെസിഡ്യൂ ഓഫ് എഫ് ഓഫ് ഇസഡ്, റെസിഡ്യൂ ഓഫ് എഫ് ഓഫ് ഇസഡ് അറ്റ് ഇസഡ് ഇസ് ഈക്വൽ ടു മൈനസ് ഐ എടുത്താൽ 1/2z-ൽ ഇസഡിന് എന്ത് കൊടുക്കുക? മൈനസ് ഐ കൊടുക്കുക. ആൻസർ മൈനസ് 1/2i വരും. സോ അക്കോർഡിംഗ് ടു കോഷീസ് റെസിഡ്യൂ തിയറം, ഇന്റഗ്രൽ എഫ് ഓഫ് ഇസഡ് ഡി ഇസഡ് എന്ന് പറഞ്ഞാൽ 2πi ഇൻറ്റു സം ഓഫ് റെസിഡ്യൂസ് ഇൻസൈഡ് സി ആണ്. ദാറ്റ് ഈസ് 1/2i പ്ലസ് മൈനസ് 1/2i. ഇത് കട്ടായി 0 ആയി പോകും. സോ 0 വിൽ ബിക്കം ദ ആൻസർ. 2πi ഇൻറ്റു 0 ആണ് നമുക്ക് ആൻസർ കിട്ടുക. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരം. ഓക്കെ, അടുത്ത 6ാമത്തെ ക്വസ്റ്റ്യൻ നോക്കോളൂ. For the function f of z is equal to z square minus 1 the whole square, what is the residue at the pole z is equal to minus 1? Okay, so z square minus 1 whole square equal to 0, z square minus 1 into z square minus 1 equal to 0. That is z square equal to 1, z square equal to 1, z equal to plus or minus 1, z is equal to plus or minus 1. So z is equal to 1, 1, minus 1, minus 1. Z is equal to minus 1 repeated pole ആണ് അല്ലേ? Z is equal to minus 1 is a pole of order 2 ആണ്. സോ റെസിഡ്യൂ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ടും പോൾ ഓഫ് ഓർഡർ n-ന്റെ ഇക്വേഷൻ യൂസ് ചെയ്യണം അല്ലേ? സോ റെസിഡ്യൂ ഓഫ് എഫ് ഓഫ് ഇസഡ്, റെസിഡ്യൂ ഓഫ് എഫ് ഓഫ് ഇസഡ് അറ്റ് ഇസഡ് ഇസ് ഈക്വൽ ടു മൈനസ് 1 ഇസ് ഈക്വൽ ടു എന്തായിരുന്നു ഫോർമുല? 1/order 2 ആണ്. 2 minus 1 factorial limit z tends to minus 1 d raised to 2 minus 1 by dz raised to 2 minus 1. അതായത് d by dz of z plus 1 into f of z. z plus 1 ഇപ്പുറം വരുമ്പോൾ minus 1 അല്ലെ, into f of z. f of z എന്താണ്? 1/z square minus 1 whole square. 1/z square minus 1 whole square. So this is equal to limit z tends to minus 1. എന്താണ് വരിക? d by dz of repeated pole ആണല്ലേ, pole of order 2 ആണ്. d by dz വരുമല്ലോടാ, pole of order n എന്ന് പറയുമ്പോൾ d by dz ഉണ്ടാവും. ഓക്കെ, സോ ഇതിനെ ഒന്നുകൂടെ സോൾവ് ചെയ്തോളൂ. z plus 1 into 1/z square minus 1-നെ z plus 1 into z minus 1 എന്ന് എഴുതാം, the whole square. ഓക്കെ, z square minus 1-നെ z plus 1 into z minus 1 എന്ന് എഴുതാം, the whole square. So this is equal to limit z tends to minus 1 d by dz of z plus 1 raised to n ഓർഡർ കൊടുക്കണം കേട്ടോ, raised to n ഓർഡർ 2 ആണ് ഇവിടെ. So z plus 1-ന്റെ സ്ക്വയർ into 1/z plus 1-ന്റെ സ്ക്വയർ into z minus 1-ന്റെ സ്ക്വയർ.
സെഡ് പ്ലസ് വണ്ണിന്റെ സ്ക്വയർ നമുക്ക് ഇവിടെ കട്ട് ചെയ്യാം. ഓക്കെ, സോ ദിസ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് സെഡ് ടെൻസ് ടു -1. കുറച്ച് ചെയ്യാനുണ്ട്, വള്ളി ക്വസ്റ്റ്യൻ ആണ്. ഡി ബൈ ഡി സെഡ് ഓഫ് എന്താണ് 1/z-1 ഹോൾ സ്ക്വയർ. സോ ദിസ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് സെഡ് ടെൻസ് ടു -1. 1/x ഡെറിവേറ്റീവ് -1/x സ്ക്വയർ ആണ്. അപ്പോൾ -1/z-1 സ്ക്വയറിന്റെ സ്ക്വയർ റൈസ് ടു 4 വരും. x സ്ക്വയറിന്റെ 2x പോലെ 2 × z-1 വരും. ഓക്കെ, സോ ഇനി z-ന് -1 കൊടുത്തോളൂ. -1 × 2 × -1 divided by -1 whole raised to 4. So -1 × 2 × -1 divided by -1 -2 whole raised to 4 വരും. So this is equal to മോളിൽ എന്താണ് വരിക? 2 × 2 4 വരും, ശരിയല്ലേ? -1 × 2 × -2 മോളിൽ 4 വരും, താഴെ -2 raised to 4 16 വരും. 4ഉം 16ഉം കട്ട് ചെയ്താൽ താഴെ 4 വരും, അല്ലെ? -2 raised to 4 + 16 ആണ്. സോ 1/4 ഉണ്ടോ നോക്കിയ ഓപ്ഷൻ സി 1/4 വരും ആൻസർ. ഓക്കെ, കുറച്ച് ചെയ്യാനുണ്ട് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ. ഉള്ള ക്വസ്റ്റ്യൻ കുറച്ചൊക്കെ നല്ല ലെങ്തി ആയിട്ടാണ് അവർ കൊടുത്തിട്ടുള്ളത്. ഞാൻ ഫസ്റ്റ് ടൈം ചെയ്ത് നോക്കുകയാണ്, പക്ഷെ ചെയ്യുമ്പോൾ അത്യാവശ്യം ചെയ്യാനുണ്ട്, അല്ലെ? വേറെ ഷോർട്ട് കട്ട്സ് അധികം ഒന്നും എടുക്കാനില്ല ഇതിനകത്ത്, ചെയ്ത് തന്നെ കണ്ടുപിടിച്ചേ പറ്റുള്ളൂ. ഓക്കെ, 1/4 വരും ആൻസർ. 7ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ക്വസ്റ്റ്യൻ നമ്പർ 7. എനിക്ക് സന്തോഷം തോന്നിയൊരു ക്വസ്റ്റ്യൻ ആണ്. കാരണം നമ്മൾ എക്സാമിന്റെ തലേദിവസം ആഡ് ചെയ്ത ഷോർട്ട് വീഡിയോ, അതിലെ 2 ക്വസ്റ്റ്യനിലെ ഒരു ക്വസ്റ്റ്യൻ ഇതായിരുന്നു. ഓർത്തോഗണൽ ട്രജക്ടറി ഓഫ് ഫാമിലി ഓഫ് പരാബോള y² = 4ax. കാണുമ്പോൾ തന്നെ ഓപ്ഷൻ എ ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. 2x² + y² = k. നമ്മൾ എക്സാമിന് തൊട്ട് മുൻപ് നമ്മൾ റിവിഷൻ ചെയ്തപ്പോഴൊക്കെ പറഞ്ഞ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അത് ഇതിന്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഫോം ചെയ്യുക. y² ഡെറിവേറ്റീവ് 2y, y-യുടേത് dy/dx = 4a × x ഡെറിവേറ്റീവ് 1 വരും. ദെൻ 4aക്ക് പകരം ഈ സബ്സ്റ്റിറ്റ്യൂഷൻ അങ്ങോട്ട് കൊടുക്കുക. 4aക്ക് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ എന്താണ് കിട്ടുക? y² = 4aക്ക് പകരം 2y × dy/dx × x. ഒരു yയും സ്ക്വയറും കട്ട് ചെയ്യാം. y = 2x × dy/dx. സോ y = ഓർത്തോഗണൽ ട്രജക്ടറി കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ dy/dx-നെ -dx/dy കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? റീപ്ലേസ് ചെയ്യണം, ശരിയല്ലേ? ഓർത്തോഗണൽ ട്രജക്ടറി കണ്ടുപിടിക്കണമെങ്കിൽ dy/dx-നെ -dx/dy കൊണ്ട് റീപ്ലേസ് ചെയ്യുക. സോ ഇത് ക്രോസ് ചെയ്താൽ എന്ത് വരൂടാ? y dy = -2x dx എന്ന് കിട്ടും. ഇന്റഗ്രേറ്റിംഗ് ബോത്ത് സൈഡ്സ്, അല്ലെ? ഇന്റഗ്രേറ്റിംഗ് ബോത്ത് സൈഡ്സ് y²/2 = -2 × x² + c. ഇവിടെ കോൺസ്റ്റന്റ് k ആണ് കൊടുത്തിട്ടുള്ളത്. ത്രൂ ഔട്ട് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് വരും? y² - 2x², ഇപ്പോൾ എടുത്ത +2x² = 2k is an another constant, k ആയിട്ട് തന്നെ എടുക്കാം. സോ 2x² + y² = k, അല്ലെ? ഓപ്ഷൻ എ ആണ് വരിക. 2x² + y² = k. 8ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ദ സൊല്യൂഷൻ ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഇതും എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ വളരെ ഈസി ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, കണ്ടോണ്ട് ആൻസർ പറയാം. ഓപ്ഷൻ സി ആയിരിക്കും ആൻസർ വരിക. നോക്കി പറഞ്ഞൂടെ? m × dx + ഇന്റഗ്രൽ ടേംസ് ഓഫ് n നോട്ട് കണ്ടെയ്നിങ് x dy = 0. അതായത് ഇന്റഗ്രൽ e⁻y dx, ഇതിനകത്ത് x ഇല്ലാത്തത് 2y അല്ലേ ഉള്ളൂ. dy = 0. e⁻y x ഇല്ല, സോ e⁻y കോൺസ്റ്റന്റ്. ഇന്റഗ്രൽ dx x വരും, പ്ലസ് y² ഡെറിവേറ്റീവ് ആണ് 2y, ദാറ്റ്സ് = 0. എക്സാക്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. 0 അല്ല, സി ആണ് കേട്ടോ. എക്സാക്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ആസ് ആൻ ഈസി ക്വസ്റ്റ്യൻ, വെരി വെരി ഈസി ക്വസ്റ്റ്യൻ. എന്താണ്? ഇൻ സെക്കൻഡ്സ് യു ക്യാൻ ആൻസർ. ഒരു ഈസി ക്വസ്റ്റ്യൻ എന്ന രീതിയിൽ ഇത് നമുക്ക് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ആൻസർ ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ചില ക്വസ്റ്റ്യൻസ് നല്ല ടൈം എടുത്ത് ചെയ്യേണ്ട ക്വസ്റ്റ്യനും ഉണ്ട്, പെട്ടെന്ന് കിട്ടുന്നതും ഉണ്ട്. എനിക്കിപ്പോൾ ചെയ്യുന്നത് വഴി അതാണ് മനസ്സിലാവുന്നത്. എനിക്ക് 2 ക്വസ്റ്റ്യൻ നല്ല ടൈം എടുക്കുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു. ഈ റെസിഡ്യൂവിന്റെ ക്വസ്റ്റ്യൻ എനിക്ക് കുറച്ച് സമയം എടുത്തു. വേറെ എന്തെങ്കിലും എളുപ്പവഴി ഉള്ളതാണോ എന്ന് എനിക്ക് മനസ്സിലായില്ല. എനിവേസ് നോർമലി ചെയ്യുമ്പോൾ ഇത്ര സമയം എടുക്കും.
ബാക്കിയൊന്നും വലിയ പ്രശ്നം തോന്നിയില്ല, പെട്ടെന്ന് കിട്ടുന്ന കുറച്ച് ക്വസ്റ്റൻ ഉണ്ട്. ഇത് ഇച്ചിരി സമയം എടുക്കും, നമ്മുടെ ലിമിറ്റിന്റെ ക്വസ്റ്റൻ ഇച്ചിരി സമയം എടുക്കുന്ന ക്വസ്റ്റൻ ആണ്. ബാക്കി നോക്കാം. ഇത് നമുക്ക് ഒറ്റ നോട്ടത്തിൽ പിടിക്കാവുന്ന ക്വസ്റ്റൻ ആണ് അല്ലെ. എക്സാക്ട് ആണോ എന്ന് വെരിഫൈ ആണോ നമുക്ക് വെരിഫൈ ചെയ്യാം. ഡോ എം ബൈ എം ഇൻറ്റു ഡി എക്സ്, ഡോ എം ബൈ ഡോ വൈ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ഇ റൈസ് ടു വൈ ആണ്. ഡോ എൻ ബൈ ഡോ എക്സ് എടുത്താലും എന്താണ് കിട്ടുക? ഇ റൈസ് ടു വൈ ആണ് കിട്ടുക. എക്സിന്റെ ഡെറിവേറ്റീവ് 1 വരും, ഇ റൈസ് ടു വൈ, 2y ഡെറിവേറ്റീവ് 0 വരും. ശരിയല്ലേ? 9ാമത്തെ ക്വസ്റ്റ്യൻ നോക്കോളൂ. ദ ജനറൽ സൊല്യൂഷൻ ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഈ ക്വസ്റ്റ്യൻ ആണ്, ഇത് അറിയുന്ന സാധനമാണ് അല്ല, പക്ഷെ മാത്സ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക് അറിയുന്ന സാധനമാണ്, അല്ലാത്തവർക്ക് മേ ബി കോഷി ഓയിലർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അവർ മര്യാദ ഉള്ളവരാണെങ്കിൽ കോഷി ഓയിലർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇന്ന് സിലബസിൽ കൊടുക്കണം, അത് അവർ കൊടുത്തിട്ടില്ല. ഓക്കെ, പക്ഷെ ഞാൻ നിങ്ങളോട് അവസാനം പറഞ്ഞു മേ ബി ലെജൻഡറി ഡിഫറൻഷ്യൽ ഇക്വേഷനോ കോഷി ഓയിലർ ഡിഫറൻഷ്യൽ ഇക്വേഷനോ ബെർണോളിസ് ഇക്വേഷനോ ഏത് വേണേലും അവർക്ക് എടുത്തിട്ട് ചോദിക്കാം. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, ഈവൻ ഹീറ്റ് ഇക്വേഷനും വേവ് ഇക്വേഷനും വരെ അവർക്ക് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ അടിസ്ഥാനത്തിൽ ചോദിക്കാം. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്ത് ചോദിച്ചാലും തരുന്ന സൊല്യൂഷൻ അത് സാറ്റിസ്ഫൈ ആവുന്നുണ്ടോ നോക്കിയാൽ മതി എന്ന് ഞാൻ അവസാനത്തെ ക്ലാസ്സുകളിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. ഓക്കെ, ഇത് കോഷി ഓയിലർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. ഇതിന്റെ സ്റ്റാൻഡേർഡ് ഓക്സിലറി ഇക്വേഷൻ ഒറ്റ നോട്ടത്തിൽ പറയാവുന്നതേ ഉള്ളൂ. m² മൈനസ് 1 ഈക്വൽ ടു മൈനസ് ഓഫ് a മൈനസ് ബി ഇൻറ്റു എക്സ്. അങ്ങനെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, പഠിക്കേണ്ട സാധനമാണ്. നമ്മുടെ സൂപ്രണ്ട് ഓഫ് സർവേ ആൻഡ് ലാൻഡ് റെക്കോർഡ്സ് എക്സാമിന് പഠിക്കുന്ന ആൾക്കാർക്ക് ഞാൻ ഇത് ഓൾറെഡി പഠിപ്പിച്ച സാധനമാണ്. കോഷി ഓയിലർ ഡിഫറൻഷ്യൽ ഇക്വേഷനും അതിന്റെ വെറൈറ്റീസ് ഓഫ് ക്വസ്റ്റ്യൻസും. ഓക്കെ, ഇത് എനിവേസ് കോഷി ഓയിലർ അറിയാത്ത ആളാണെങ്കിലും ഇത് ചെയ്യാം. ഞാൻ പറഞ്ഞു ഓപ്ഷൻ വെരിഫിക്കേഷൻ ഈസ് ആൻ അനദർ മെത്തേഡ്. കോഷി ഓയിലർ അറിയുന്ന ഒരാൾക്ക് m² മൈനസ് 1 ഈക്വൽ ടു 0, m² ഈക്വൽ ടു 1, m ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 1, c1 ഇ റൈസ് ടു m1x പ്ലസ് c2 ഇ റൈസ് ടു m2. അത് മറ്റേ കേസ് ആണ്. ഇത് കോഷി ഓയിലർ വരുമ്പോൾ c1 x റൈസ് ടു m1 പ്ലസ് c2 x റൈസ് ടു m2. അപ്പം c1 x പ്ലസ് c2 x റൈസ് ടു മൈനസ് 1 വരും. ഓപ്ഷൻ ബി. ഇത് നോക്കി പറയാവുന്നതേ ഉള്ളൂ, ഒട്ടും പ്രശ്നമുള്ള അല്ലെങ്കിൽ ഒട്ടും പ്രയാസമുള്ള ഒരു ക്വസ്റ്റ്യനേ അല്ല ഇത്. പക്ഷെ ഇത് കോഷി ഓയിലർ സിലബസിൽ മെൻഷൻഡ് അല്ല, അതിൽ നമുക്കൊരു അതൃപ്തി ഉണ്ട്. പക്ഷെ ഞാൻ നിങ്ങളോട് പഠിപ്പിച്ചപ്പോഴേ പറഞ്ഞു ഇവർ ഈ പറയുന്ന പല സംഭവങ്ങളും കോഷി ഓയിലറിൽ ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. പവർ സീരീസ് സൊല്യൂഷൻ, അങ്ങനെ പല സംഭവങ്ങൾ, പിക്കാർഡ്സ് തിയറം അടക്കം നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, യെസ്. ഇനിയിപ്പോ നമ്മൾ വരാൻ പോകുന്ന എക്സാംസിനൊക്കെ കെയർഫുൾ ആയിരിക്കണം. ഇങ്ങനെയൊക്കെ സിലബസ് വരുമ്പോൾ അതിന്റെ ഒരു എക്സ്റ്റെൻഡഡ് വെർഷനും കൂടെ നമ്മൾ എക്സാമ്പിൾ സഹിതം നോക്കുന്നത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും എന്നുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞല്ലോ ഓപ്ഷൻ വെരിഫിക്കേഷൻ ചെയ്യണം എന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യാട്ടോ. ഞാൻ നിങ്ങളോട് പറഞ്ഞ മെത്തേഡ് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇത് അറിഞ്ഞില്ലെങ്കിലും കോഷി ഓയിലർ അറിയാത്ത ഒരാൾക്കും ആൻസർ കിട്ടും. എന്തായാലും ഫസ്റ്റ് ഓപ്ഷൻ വരില്ല എന്ന് ഒറ്റ നോട്ടത്തിൽ ഉറപ്പിക്കാം. കാരണം എന്താണ്, ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് c1 കിട്ടും, സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് 0 ആയിപ്പോവും. y ഡബിൾ ഡാഷിലേക്ക് പോകേണ്ട ആവശ്യമില്ല. അപ്പൊ y ഡബിൾ ഡാഷിന്റെ ടേം ഉണ്ടാവില്ല. അപ്പൊ ഫസ്റ്റ് ഓപ്ഷൻ അല്ല, സെക്കൻഡ് ഓപ്ഷൻ വെരിഫൈ ചെയ്ത് നോക്കുക. y ഡാഷ് എടുത്താൽ എന്ത് കിട്ടും? y ഡാഷ് എടുത്താൽ c1 x ഡെറിവേറ്റീവ് 1 വരും, പ്ലസ് c2 ഇൻറ്റു എക്സ് റൈസ് ടു മൈനസ് 1 1 ബൈ എക്സ് ആണ്, അതിന്റെ ഡെറിവേറ്റീവ് മൈനസ് 1 ബൈ എക്സ് സ്ക്വയർ, അതായത് c1 മൈനസ് c2 ബൈ എക്സ് സ്ക്വയർ. നമുക്ക് വേണ്ടത് എക്സ് ഇൻറ്റു വൈ ഡാഷ് ആണ്, അതൊന്ന് കണ്ടുപിടിച്ച് വെക്കുന്നു. എക്സ് ഇൻറ്റു വൈ ഡാഷ് എടുത്താൽ എക്സ് ഇൻറ്റു c1 അല്ലെങ്കിൽ c1 എക്സ് എന്ന് എഴുതാം. c1 എക്സ് മൈനസ് c2 ബൈ എക്സ്, താഴെയുള്ള ഒരു എക്സ് സ്ക്വയർ പോകും, അത് നമുക്ക് ആവശ്യമുണ്ട്. ഇനി വൈ ഡബിൾ ഡാഷ് എടുക്കുക. വൈ ഡാഷിനെ ഒന്നുകൂടെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. c1 ഡെറിവേറ്റീവ് 0, c2 മാറ്റി നിർത്തി 1 ബൈ എക്സ് സ്ക്വയറിന്റെ മൈനസ് 1 ബൈ എക്സ് റൈസ് ടു 4 ഇൻറ്റു എക്സ് സ്ക്വയറിന്റെ 2x. ആൻസർ എന്ത് വരും? 2c2 ബൈ എക്സ് ക്യൂബ് വരും. ശരിയല്ലേ? നമുക്ക് വേണ്ടത് എക്സ് സ്ക്വയർ ഇൻറ്റു വൈ ഡബിൾ ഡാഷ് ആണ്. സോ എക്സ് സ്ക്വയർ ഇൻറ്റു വൈ ഡബിൾ ഡാഷ് എടുത്താൽ നമുക്ക് എന്താണ് കിട്ടുക? എക്സ് സ്ക്വയർ ഇൻറ്റു വൈ ഡബിൾ ഡാഷ് എടുത്താൽ 2c2 ബൈ എക്സ് എന്ന് വരും. ശരിയല്ലേ? 2c2 ബൈ എക്സ്. ഇനി ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോളൂ. എക്സ് സ്ക്വയർ ഇൻറ്റു വൈ ഡബിൾ ഡാഷിന് പകരം 2c2 ബൈ എക്സ് പ്ലസ് എക്സ് ഇൻറ്റു വൈ ഡാഷിന് പകരം എന്താണ് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. എക്സ് ഇൻറ്റു വൈ ഡാഷ് എന്താണ്? c1 എക്സ് മൈനസ് c2 ബൈ എക്സ്. c1 എക്സ് മൈനസ് c2 ബൈ എക്സ് ആണ്, പ്ലസ് മൈനസ് വൈ അല്ലെ. മൈനസ് വൈ എന്ന് പറയുമ്പോൾ നോക്കിക്കേ, മൈനസ് വൈക്ക് വാല്യൂ കൊടുക്കുക. y എന്ന് പറഞ്ഞാൽ എന്താണ്? y c1 എക്സ് പ്ലസ് c2 എക്സ് റൈസ് ടു മൈനസ് 1, അതായത് c1 എക്സ് പ്ലസ് c2 ബൈ എക്സ്. ഇത് 0 കിട്ടിയാൽ സാറ്റിസ്ഫൈഡ് ആണെന്ന് പറയാം. ശരിയല്ലേ? ഈക്വൽ ടു 0 കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെ ആണ്, അതാണ് സൊല്യൂഷൻ എന്ന് മനസ്സിലാവും. സോ 2c2 ബൈ എക്സ്
പ്ലസ് C1x മൈനസ് C2/x മൈനസ് C1x മൈനസ് C2/x. മൈനസ് C2/x മൈനസ് C2/x മൈനസ് 2C2/x പ്ലസ് 2C2/x ആയിട്ട് കട്ടാവും. പ്ലസ് C1x മൈനസ് C1x കട്ടാവും. ആൻസർ 0 വരും. സോ ഓപ്ഷൻ ബി തന്നെയാണ് സൊല്യൂഷൻ എന്നുള്ള കാര്യം നമുക്ക് ആ രീതിയിൽ കൺഫേം ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് കോഷി ഓയിലർ അറിയാത്ത ഒരാൾക്ക് ഇങ്ങനെ ചെയ്യാം. ഇനി അത് സിലബസിൽ ഇല്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒബ്ജക്ഷൻ കൊടുത്തിട്ടൊന്നും വലിയ കാര്യമില്ല. കോഷി ഓയിലർ എന്താണ് ഇങ്ങനെ ഓപ്ഷൻ വെരിഫൈ ചെയ്ത് ആർക്കും കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, സോ അതുകൊണ്ട് നമുക്ക് ആരെയും കുറ്റം പറയാനൊന്നുമില്ല. ഞാൻ നിങ്ങളോട് അത് പ്രത്യേകം സൂചിപ്പിച്ചാണ്. വേറെ നിങ്ങൾക്ക് പരിചയമില്ലാത്തൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ വന്നാൽ നിങ്ങൾ എന്ത് ഉപയോഗിക്കുക? ഓപ്ഷൻ വെരിഫിക്കേഷൻ ഉപയോഗിക്കുക. അങ്ങനെ കിട്ടുന്ന സാധനമാണല്ലോ. 10ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ഓക്കെ, 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു p ലെസ് ദാൻ q ലെസ് ദാൻ ഇൻഫിനിറ്റി, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. ഇത്രയും വലിയ സാധനം കാണുമ്പോൾ തന്നെ കുറെ ആൾക്കാരുടെ കാറ്റ് പോവും അല്ലെ? പിന്നെ അതങ്ങോട്ട് ഒഴിവാക്കുകയാണ് പതിവ്. കാറ്റ് പോകുന്നല്ല, ഗ്യാസ് പോവും, അങ്ങനെയുള്ളവരെ ഇതങ്ങോട്ട് ഒഴിവാക്കി വിടുക എന്നുള്ളതാണ്. കാണുമ്പോഴേ ടെൻഷൻ ആവും അല്ലെ? പക്ഷെ എടാ, ഇത് നമ്മുടെ പ്രിസ്ക്രൈബ്ഡ് ടെക്സ്റ്റ് എന്ന് പറയാനില്ല, ഇതിന്റെ സ്റ്റാൻഡേർഡ് ടെക്സ്റ്റുകളുണ്ട്. നമ്മുടെ ഫങ്ഷണൽ അനാലിസിസും ടോപ്പോളജി ഒക്കെ പഠിക്കാനുള്ള സ്റ്റാൻഡേർഡ് ടെക്സ്റ്റുകളിലെ എക്സാമ്പിൾസ് ആണ് ഇവർ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാനായിട്ടും പ്രധാനമായിട്ടും എടുക്കുക. ഇത് നിങ്ങൾ ഏത് ടെക്സ്റ്റ് എടുത്ത് നോക്കിയാലും ആദ്യം കാണാൻ സാധനം LP ഇസ് ദ സബ്സെറ്റ് ഓഫ് LQ. അത് ശരിയായിട്ടുള്ള കാര്യമാണ് എന്ന് നമുക്കറിയാം. ഓക്കെ, ഇനി രണ്ടാമത്തത് ശരിയാണോ എന്നാണ് നമുക്ക് അറിയേണ്ടത്. ഇതും വിത്ത് കൗണ്ടർ എക്സാമ്പിൾ ടെക്സ്റ്റിൽ കിടക്കുന്ന സാധനമാണ്. ഇത് തെറ്റായിട്ടുള്ള സാധനമാണ്. LP എന്ന് പറയുന്നത് x1 x2 സിഗ്മ i is equal to 1 to infinity mod xi raised to p less than infinity. വിത്ത് കൗണ്ടർ എക്സാമ്പിൾ എനിക്ക് തോന്നുന്ന ടെക്സ്റ്റിൽ ഒരെണ്ണം x raised to minus half വെച്ചിട്ട് ഒരു കൗണ്ടർ എക്സാമ്പിൾ ഒക്കെ കാണിച്ചിട്ടുണ്ട്. x raised to minus half-ൽ നമുക്ക് ലെസ് ദാൻ ഇൻഫിനിറ്റി കിട്ടും. പക്ഷെ x raised to minus half-ന്റെ സ്ക്വയർ എടുക്കുന്ന സമയത്ത് x raised to minus 1 1/x 0 to 1 ഇന്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇൻഫിനിറ്റിയിലേക്ക് ആൻസർ പോകും. ലെസ് ദാൻ ഇൻഫിനിറ്റി എന്നുള്ളത് അവിടെ വാലിഡ് ആവില്ല. സോ ഇത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് സെക്കൻഡ് വൺ. വിത്ത് കൗണ്ടർ എക്സാമ്പിൾ ടെക്സ്റ്റിലൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും. പഠിക്കേണ്ട സാധനമായിരുന്നു ഇത്. ഓക്കെ, സോ ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് എന്ന് തന്നെ നമുക്ക് ഇത് പറയാൻ പറ്റുള്ളൂ. നമുക്ക് അവരെ കുറ്റം പറയാനൊന്നുമില്ല. അതിനകത്ത് ഓൺലി 1 എന്നുള്ളതാണ് നമ്മുടെ ആൻസർ വരിക. ഓൺലി 1. 11ാമത്തെ ചോദ്യം നോക്കിക്കോളൂ. In a normed linear space X, the only subset which can both open and closed. Only subset which can both open and closed is called എന്താണ്? Only subset which can both open and closed എന്ന് പറയുന്നത് phi and x ആണ്. ശരിയല്ലേ? Only subset which can both open and closed എന്ന് പറയുന്നത് എന്താണ്? phi and x ആണ്. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്ലോസ്ഡ് ആൻഡ് ഓപ്പൺ. സബ്സെറ്റ് വിച്ച് ഈസ് ക്ലോസ്ഡ് ആൻഡ് ഓപ്പൺ, അതിനെ ക്ലോപ്പൺ എന്ന് വിളിക്കും. ക്ലോപ്പൺ. അത് ട്രിവിയൽ കേസ് മാത്രമേ അത് വരുള്ളൂ. phi and x എന്നുള്ളതാണ് ആൻസർ. ഓപ്ഷൻ എ ആണ് നമുക്ക് ആൻസർ വരിക. ബേസിക്കലി നമ്മളത് പഠിച്ചു തുടങ്ങുമ്പോൾ തന്നെ പറയുന്ന ഒരു സാധനമാണ്. 12ാമത്തെ ക്വസ്റ്റ്യൻ നോക്കോളൂ. എന്താണ് ഇത്? ഗിൽബർട്ട് സ്പേസ് ആവണമെന്നുണ്ടെങ്കിൽ ഓൺലി ഫോർ p equal to 2. ഹിൽബർട്ട് സ്പേസ് ആവാനുള്ള കണ്ടീഷൻ എന്താണ്? ഓൺലി ഫോർ p is equal to 2. ഇത് മോഡൽ ക്വസ്റ്റ്യനകത്തൊക്കെ ഉള്ള സാധനമായിരുന്നു. വൺ ഓഫ് ദ മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ കൂടിയാണ്. L raised to p ഹിൽബർട്ട് സ്പേസ് ആവാനുള്ള കണ്ടീഷൻ p equal to 2 ആണ്. ഓക്കെ, പാരലോഗ്രാം ലോ സാറ്റിസ്ഫൈ ചെയ്യില്ല p not equal to 2 ആണെങ്കിൽ എന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. 13ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. Let G be a group of order 39 such that 39 order 39 എന്ന് പറയുമ്പോൾ എങ്ങനെ സ്പ്ലിറ്റ് അടിക്കാമെന്ന് നോക്കിയോണം. 39നെ നമുക്ക് 3 into 13 എഴുതാം. 3 into 13 ശരിയല്ലേ? Which can exactly one subgroup of order 3 and exactly one subgroup of order 30. പക്കയാണല്ലോ. one subgroup of order 3 and one subgroup of order 30. Which of the following statement is correct? Which of the following statement is true? ഇത് സൈക്ലിക് ആയിരിക്കണമല്ലോ. നെസസറിലി സൈക്ലിക് എന്നുള്ളതാണ് ഇവിടെ നമുക്ക് ആൻസർ വരും.
ശരിയല്ലേ? നെസസറിലി സൈക്ലിക് എന്നുള്ളതാണ് ആൻസർ വരിക. കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ് C3 ഇൻറ്റു C13 ഈസ് ഐസോമോർഫിക് ടു C39 ആയിരിക്കണം. ശരിയല്ലേ? അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് നെസസറിലി സൈക്ലിക് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. G ഹാസ് 13 എലമെന്റ്സ് ഓഫ് ഓർഡർ 13 ഒരിക്കലും ഇല്ല. പിന്നെ നോൺ നീഡ് ടു ബി അബീലിയൻ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇതിനകത്ത് ട്രൂ ആയിട്ടുള്ളത് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണെന്നുള്ളത് നമുക്ക് പെട്ടെന്ന് നോക്കി പറയാവുന്ന കാര്യമേ ഉള്ളൂ. 13 ഈ ഐഡിയ ഓർമ്മയുണ്ടല്ലോ. ഇങ്ങനെയാണെങ്കിൽ CP ഇൻറ്റു CQ ആണെങ്കിൽ PQ എന്ന് പറയുന്നത് നെസസറിലി സൈക്ലിക് ആയിരിക്കും നമ്മൾ പഠിച്ചിട്ടുണ്ട്. CPQ ഐസോമോർഫിക് ആണെങ്കിൽ, CP ഇൻറ്റു CQ ഐസോമോർഫിക് ടു CPQ ആണെങ്കിൽ PQ ഉള്ള സെറ്റ് നെസസറിലി സൈക്ലിക് ആയിരിക്കണം. 13 14ാമത്തെ ചോദ്യം. അവിടെ ഇതിന്റെ തിയററ്റിക്കൽ സൈഡ് ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെയാണിത്. ഓക്കെ, 13 14ാമത്തെ ചോദ്യം നോക്കിക്കോളൂ. ക്വസ്റ്റ്യൻ നമ്പർ 14. കൺസിഡർ ദ ഗ്രൂപ്പ് G is equal to A M2 of R എന്ന് പറയുന്നത് A into A ട്രാൻസ്പോസ് ഈക്വൽ ടു I2. ഓർത്തോഗണൽ ആണ്. A അപ്പോൾ ഓർത്തോഗണൽ ആണെന്ന് മനസ്സിലായല്ലോ. വിത്ത് റെസ്പെക്ട് ടു ദ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ AB is equal to BA ആണ്. കാർഡിനാലിറ്റി ഓഫ് Z of G, കാർഡിനാലിറ്റി 2 ആണ് വരിക. കാരണം ഇത് പ്രീവിയസ്ലി കേരള PSC തന്നെ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണിത്. കാർഡിനാലിറ്റി 2 ആണ് ഇതിന്റെ ആൻസർ വരിക. കാരണം I2ഉം മൈനസ് I2 Z of G ഉണ്ടാവും. അപ്പൊ കാർഡിനാലിറ്റി 2 ആണ് വരിക. ശരിയല്ലേ? കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യും. 14 15ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. Let G be a finite group, then G is necessarily cyclic. Order of G, order of prime is necessarily cyclic എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പൊ തന്നെ ഓപ്ഷൻ ബി ആയി ആൻസർ. ബാക്കിയുള്ളത് പ്രൈം നമ്പേഴ്സ് അല്ല. ഓക്കെ, 16ാമത്തെ ക്വസ്റ്റ്യൻ. T such that P2 of R to P2 of R by be the linear transformation defined by T of P of X എന്ന് പറയുന്നത് P of X plus 1 ആണ്. മെട്രിക്സ് റെപ്രസെന്റേഷൻ എഴുതുക. ഓർഡേർഡ് ബേസിസ് നമുക്ക് തന്നിട്ടുണ്ട്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ട്രൂ? ഡിറ്റർമിൻഡ് 2 ആണെന്ന് പറയുന്നുണ്ട്. റാങ്ക്, നള്ളിറ്റി, പിന്നെ ഐഗൺ വാല്യൂ. മെട്രിക്സ് ഫോം ചെയ്യാന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് ജോലി. മെട്രിക്സ് ഫോം ചെയ്യുമ്പോൾ എന്താണ് വരിക? T of 1 നമുക്ക് T of 1 1 ആണ് വരിക. സോ കോളം ആക്കി എഴുതുമ്പോൾ 1 0 0. T of 2 എന്ന് പറയുന്നത് നമുക്ക് X plus 1 ആണ് വരിക. സോ 1 1 0. T of 3 എന്ന് പറയുമ്പം T of 2 അല്ല, T of X. T of X, T of 1ഉം Xഉം X സ്ക്വയറും അല്ലേ നമുക്ക് ബേസിസ് ഉള്ളത്. T of X X plus 1. T of X സ്ക്വയർ എന്ന് പറയുമ്പോൾ P of X plus 1. അപ്പൊ X plus 1 ഹോൾ സ്ക്വയർ വരും. അതായത് X സ്ക്വയർ പ്ലസ് 2X പ്ലസ് 1 വരും. സോ 1 2 1. ഓക്കെ, ഇതെന്താണ്? അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് ആണ്. അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് ആണെങ്കിൽ ഡയഗണൽ എലമെന്റ്സ് ഇറ്റ്സെൽഫ് ആണ് ഐഗൺ വാല്യൂസ് ആവുന്നത് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ശരിയല്ലേ? അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് ആണെങ്കിൽ ഡയഗണൽ എലമെന്റ്സ് ഇറ്റ്സെൽഫ് ഐഗൺ വാല്യൂസ് ആവും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ 1 ആണ് നമ്മുടെ ആൻസർ വരിക. 1 is the only eigen value of M. For an upper triangular matrix, diagonal elements itself ആണ് eigen values. So 1 is the eigen value. 16 17ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ഈ മോഡൽ ഒന്നും മുൻപ് അധികം കാണാത്ത മോഡൽസ് ആണ്. നല്ല ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. കുറച്ച് ശ്രദ്ധിച്ച് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, M is equal to -2 0 0 3 2 3 4 -1 X. For some real numbers X, suppose -2 and 3 are eigenvalues of M. M cube into 0 1 1 is equal to 0 125 125. Then which of the following is true? അത് X കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ജോലി. X കണ്ടുപിടിച്ചാൽ തന്നെ നമ്മുടെ 2 ഓപ്ഷൻസ് പോയി കിട്ടും. X എങ്ങനെ കണ്ടുപിടിക്കാം? ഒരു ഐഗൺ വാല്യൂ -2 ആണ്. ഇവിടെ ഓൾറെഡി -2 വരുന്നുണ്ട്. ബാക്കി 2 എലമെന്റ് 0 ആയതുകൊണ്ട് നമുക്കിനി ഈ മെട്രിക്സ് നോക്കിയാൽ മതി.
അതായത് അതിനെ എ ആയിട്ട് എടുക്കാം. എ ഈസ് ഈക്വൽ ടു 2 3 മൈനസ് 1x. ഓക്കെ, 3 ഐഗൺ വാല്യൂ ആയതുകൊണ്ട് ഡിറ്റർമിനന്റ് ഓഫ് എന്താണ് എ മൈനസ് 3i നമുക്ക് 0 കിട്ടിയേ പറ്റുള്ളൂ. കാരണം 3 ഐഗൺ വാല്യൂ ആണെന്ന് പറയുന്നുണ്ട്. സോ എ മൈനസ് 3i എന്ന് പറയുമ്പോൾ ഡയഗണൽ എലമെന്റ്സിൽ നിന്ന് 3 കുറയ്ക്കാം. എ മൈനസ് 3i എന്ന് പറഞ്ഞാൽ ഡയഗണൽ എലമെന്റ്സിൽ നിന്ന് 3 കുറയ്ക്കാം. 2 മൈനസ് 3 മൈനസ് 1 വരും. 3 മൈനസ് 1 എക്സ് മൈനസ് 3 വരും. ശരിയാണല്ലോ. ഇതിന്റെ ഡിറ്റർമിനന്റ് എടുത്താൽ മൈനസ് ഓഫ് എക്സ് മൈനസ് 3 പ്ലസ് 3 ഇസ് ഈക്വൽ ടു 0. മൈനസ് എക്സ് പ്ലസ് 3 പ്ലസ് 3 ഇസ് ഈക്വൽ ടു 0. എക്സ് ഇസ് ഈക്വൽ ടു 6. സോ അപ്പൊ നമുക്ക് എക്സിന്റെ വാല്യൂ എന്ത് കിട്ടി? 6 കിട്ടി. എക്സ് 6 ആവുമ്പോൾ എക്സ് 5 അല്ല, നോട്ട് ഈക്വൽ ടു 5 ആവാം. 2 ഓപ്ഷൻ കളഞ്ഞു. നോട്ട് ഈക്വൽ ടു 5 ആണ്, 6 ആണ് നമുക്ക് എക്സിന്റെ വാല്യൂ കിട്ടുക. ഇനി ഇൻവെർട്ടിബിലിറ്റി ആണ് നോക്കേണ്ടത്. ഇൻവെർട്ടിബിലിറ്റി നമുക്ക് ഇവർ തന്നിട്ടുള്ള കണ്ടീഷൻസ് ഒക്കെ വെച്ചിട്ട് നോക്കാം. ഇൻവെർട്ടിബിലിറ്റി നോക്കാൻ ഏറ്റവും എളുപ്പ വഴി എന്താണ്? ഇൻവെർട്ടിബിൾ ആവണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, ഇൻവെർട്ടിബിൾ ആവണം എന്നുണ്ടെങ്കിൽ എ ഇൻവേഴ്സ് എക്സിസ്റ്റ് ആവണം, അല്ലെ? എ ഇൻവേഴ്സ് എക്സിസ്റ്റ് ആവണം എന്ന് പറഞ്ഞാൽ അഡ്ജോയിന്റ് ഓഫ് എ ഡിവൈഡഡ് ബൈ ഡിറ്റർമിനന്റ് ഓഫ് എയില് ഡിറ്റർമിനന്റ് ഓഫ് എ നോട്ട് ഈക്വൽ ടു 0 ആവണം. ഡിറ്റർമിനന്റ് ഓഫ് എ എന്ന് പറഞ്ഞാൽ ഐഗൺ വാല്യൂസ് കയ്യിലുണ്ടെങ്കിൽ പ്രോഡക്റ്റ് ഓഫ് ഐഗൺ വാല്യൂസ് ആണ് എന്ന് നമുക്കറിയാം. ശരിയല്ലേ? പ്രോഡക്റ്റ് ഓഫ് ഐഗൺ വാല്യൂസ് ആണ് ഡിറ്റർമിനന്റ് ഓഫ് എ. ഡിറ്റർമിനന്റ് ഓഫ് എ നോൺ 0 ആണെന്നുണ്ടെങ്കിൽ എന്താവണം? പ്രോഡക്റ്റ് ഓഫ് ഐഗൺ വാല്യൂസ് നോൺ 0 ആവണം. പ്രോഡക്റ്റ് ഓഫ് ഐഗൺ വാല്യൂസ് നോൺ 0 ആവണമെങ്കിൽ ഈച്ച് ഐഗൺ വാല്യൂസ് നോൺ 0 ആയിരിക്കണം. ഈച്ച് ഐഗൺ വാല്യൂസ് എന്തായിരിക്കണം? നോൺ 0 ആയിരിക്കണം. ഓരോ ഐഗൺ വാല്യൂസും എന്തായിരിക്കണം? നോൺ 0 ആയിരിക്കണം. പ്രോഡക്റ്റ് ഓഫ് ഐഗൺ വാല്യൂ നോൺ 0 ആവണമെന്നുണ്ടെങ്കിൽ ഓരോ ഐഗൺ വാല്യൂസും നോൺ 0 ആയിരിക്കണം. ശരിയാണല്ലോ. സോ 2 എണ്ണം നോൺ 0 ആണെന്ന് നമുക്ക് ഓൾറെഡി അറിയാം. മൈനസ് 2 3. അടുത്ത ഐഗൺ വാല്യൂ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? സം ഓഫ് ഐഗൺ വാല്യൂസ് മൈനസ് 2 പ്ലസ് 3 പ്ലസ് അടുത്ത ഐഗൺ വാല്യൂ ലാംഡ ഇസ് ഈക്വൽ ടു സം ഓഫ് ഡയഗണൽ എലമെന്റ്സ് മൈനസ് 2 പ്ലസ് അടുത്ത ഡയഗണൽ എലമെന്റ് ആരാണ്? അടുത്ത ഡയഗണൽ എലമെന്റ് എക്സ് ആണ്. എക്സിന്റെ വാല്യൂ 6 ആണ്, അല്ലെ? സോ മൈനസ് 2 പ്ലസ് 2 കട്ട് ചെയ്യാം. 3 ന്ന് 2 കുറച്ച് 1 പ്ലസ് ലാംഡ ഈക്വൽ ടു 6, ലാംഡ ഈക്വൽ ടു 5 വിച്ച് ഈസ് നോട്ട് ഈക്വൽ ടു 0. അപ്പൊ നമ്മുടെ 3 ഐഗൺ വാല്യൂസും നോൺ 0 ആണ്. 3 ഐഗൺ വാല്യൂ നോൺ 0 ആയതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് ഇൻവെർട്ടിബിൾ ആണ് എന്ന് നമുക്ക് പറയാം. ഇൻവെർട്ടിബിൾ ആവണമെന്നുണ്ടെങ്കിൽ എ ഇൻവേഴ്സ് എക്സിസ്റ്റ് ആവണം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, സോ എം സ്ക്വയർ നമ്മളോട് ചോദിച്ചിട്ടുള്ളത്, ശ്രദ്ധിക്കണം മക്കളെ, എമ്മിന്റെ കാര്യമാണ് പറഞ്ഞത്. എമ്മിന്റെ കാര്യമാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. നമ്മളോട് ചോദിച്ചിരിക്കുന്ന എം സ്ക്വയർ പ്ലസ് എം ആണ്. ഇപ്പൊ എം സ്ക്വയർ പ്ലസ് എമ്മിലെ ഏതെങ്കിലും ഒരു എലമെന്റ് 0 ആയാൽ പണിപാളി. അത് ശ്രദ്ധിച്ചോളൂ കേട്ടോ. നമ്മളിപ്പോ ഞാനിപ്പോ അറിയാതെ എം വെച്ചിട്ട് അങ്ങ് ആൻസർ ചെയ്ത് പോയാൽ ചിലപ്പോൾ അത് ഓപ്ഷൻ ഡി ആവാനും സാധ്യതയുണ്ട് കേട്ടോ. നോട്ട് ഇൻവെർട്ടിബിൾ ആവാം. എം സ്ക്വയർ പ്ലസ് എമ്മിൽ ചിലപ്പോൾ ഏതെങ്കിലും ഒരെണ്ണം 0 ആവാം. നോക്കാം നമുക്ക് ആവുന്നുണ്ടോ. എം സ്ക്വയർ പ്ലസ് എം എടുത്താൽ എമ്മിന്റെ ഐഗൺ വാല്യൂസ് ഏതൊക്കെയാ? എമ്മിന്റെ ഐഗൺ വാല്യൂസ് മൈനസ് 2 3 5, അല്ലെ? മൈനസ് 2 3 5. എം സ്ക്വയറിന്റെ ഐഗൺ വാല്യൂസ് 4 9 25. എം സ്ക്വയർ പ്ലസ് എമ്മിന്റെ ഐഗൺ വാല്യൂസ് 4 മൈനസ് 2 2, 9 3 12 30. ഇത് 3 നോൺ 0 ആണ്, അല്ലെ? ഇത് 3 എന്താണ്? നോൺ 0 ആണ്. അപ്പൊ നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. ഈച്ച് ഐഗൺ വാല്യൂ ഓഫ് എം സ്ക്വയർ പ്ലസ് എം ഈസ് നോൺ 0. ഇനി ഇന്ന കേസ് ഇത് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരെണ്ണം 0 ആയി കഴിഞ്ഞാൽ ഒബ്വിയസ്ലി എന്താണ്? നോൺ ഇൻവെർട്ടിബിൾ ആയി പോകും സാധനം. ഓക്കെ, അത് ശ്രദ്ധിച്ചോളാം. സോ ഇവിടെ പ്രശ്നമില്ല, ഇൻവെർട്ടിബിൾ തന്നെയാണ്. ഓപ്ഷൻ ബി ഇസ് ദ ആൻസർ. ഓക്കെ, 18ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. The system of linear equations Ax is equal to B has a unique solution when A is an m by n matrix and B is an m by 1 matrix. Then m equal to n. m equal to n ആയി കഴിഞ്ഞാൽ Ax is equal to B. m equal to n ആണ്. അല്ല, ഇതിനൊരു നമ്മളൊരു കണ്ടീഷൻ പഠിക്കുന്നല്ലേ. m equal to n ആണ്. m ഈക്വൽ ടു എന്നും ആവാം, പക്ഷെ അത് നെസസറിലി ട്രൂ ആവണമെന്നില്ല, അല്ലെ? എയുടെ ഓർഡർ എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ടോ? മറ്റേ കോളം മെട്രിക്സ് റാങ്കിന്റെ കണ്ടീഷൻ നമ്മൾ പഠിച്ചിട്ടില്ലേ? ഡയമെൻഷൻ വെച്ചിട്ട് എ എന്ന് പറയുന്നത് m by n ഇൻറ്റു എക്സ് ഈക്വൽ ടു ബിയുടെ ഓർഡർ
m/1 ആണ്. m എന്താ പറയാ, m ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n എന്നല്ലേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ടെക്സ്റ്റ് നോക്കേണ്ടി വരും. അത് m ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്നോ ലെസ് ദാൻ ഓർ അങ്ങനെ ഒരു കണ്ടീഷൻ അല്ലേ അവിടെ ഉള്ളത്. ഇതൊന്ന് നോക്കിക്കോണേ മക്കളെ. m ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n ആണ് കേട്ടോ. m ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n ആണ്. ഇതാണ് ഇതിനകത്ത് ട്രൂ ആവുന്ന കണ്ടീഷൻ. m ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n ആണ്. അപ്പൊ m ഈക്വൽ ടു n ഈസ് നോട്ട് നെസസറിലി ട്രൂ. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഫോൾസ് ആണ്. ഇനി അടുത്തത് നമ്മൾ പഠിച്ചിട്ടുള്ള സാധനമാണ്, ക്ലാസ്സിൽ ചർച്ച ചെയ്തിട്ടുള്ള സാധനമാണ്. ഓക്കെ, PYQ ചെയ്തിട്ടുള്ളതാണ്. ഫോർ സബ്സ്പേസ് ഓഫ് W a നോൺ സീറോ വെക്ടർ സ്പേസ് V, U belongs to V by W and V belongs to V by W, U plus V is not necessarily belongs to V by W. ഇത് എന്താണ്? ഇത് സെക്കൻഡ് ഒപ്പം ഫോൾസ് ആണ്. സോ ബോത്ത് P and Q are false. ബോത്ത് P and Q are false ആണ് ആൻസർ കിട്ടുക. 18. 19ാമത്തെ ചോദ്യം, which of the following subspace of a real vector space? താഴെ പറയുന്നതിൽ വെക്ടർ സ്പേസ് ആർ ക്യൂബിന്റെ സബ്സ്പേസ് എന്താണെന്നാണ് ചോദ്യം. സബ്സ്പേസ് ആവണം എന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഹോമോജീനിയസ് ലീനിയർ ഇക്വേഷൻസ് വെച്ചുണ്ടാക്കുന്നത് സബ്സ്പേസ് ആവും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ വരുന്ന ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, 2 ഹോമോജീനിയസ് ലീനിയർ ഇക്വേഷൻ കിട്ടുന്നത്. ഫസ്റ്റ് y plus z is equal to 0 and 2x minus 3y is equal to 0. രണ്ടും ഹോമോജീനിയസ് ലീനിയർ ആയതുകൊണ്ട് ഓപ്ഷൻ എ ആണ് സബ്സ്പേസ് ഉണ്ടാക്കുക എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമില്ല. വേണമെന്നുണ്ടെങ്കിൽ ചെയ്ത് നോക്കാട്ടോ. y is equal to minus z എന്നൊക്കെ എഴുതാം. 2x is equal to 3y, x is equal to 3y by 2, z equal to minus y എന്ന് എഴുതാം. yക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു കഴിഞ്ഞാൽ z equal to minus t, x is equal to 3t by 2, y is equal to t. സോ എന്താണ് കിട്ടുക? t into 3 by 2 1 minus 1 എന്നൊക്കെ കിട്ടും. സോ സബ്സ്പേസ് ഉണ്ടാക്കുന്നുണ്ടല്ലോ. ഓപ്ഷൻ എ ആണ് നമുക്ക് ആൻസർ കിട്ടുക. 20ാമത്തെ ചോദ്യം, റാങ്ക് ഓഫ് ദ 4/6 മെട്രിക്സ്. റാങ്ക് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ റോ റെഡ്യൂസ്ഡ് ഫോമിലേക്ക് ആക്കണം. ആദ്യം ചെയ്യേണ്ട എലിമെന്ററി ഓപ്പറേഷൻ R2 gives R2 minus R1. R2 gives R2 minus R1 ചെയ്യുമ്പോൾ 1 1 1 0 0 0 1 minus 1 0 0 R2 minus R1 0 minus 1 minus 1 വരും അല്ലേ. നമുക്ക് ഇതെല്ലായിടത്തും 1 0 0 1 1 1 0 4/6 മെട്രിക്സ് ആണല്ലേ. ഇപ്പൊ മിനിമം ഓഫ് റാങ്ക് എന്ന് പറയുന്നത് 4 ആയിരിക്കും. പക്ഷെ താഴെയൊക്കെ 3 1 ഉള്ളത് കൊണ്ട് ഇവിടെ വരെ 1 ഉണ്ട്. അത് മോളിൽ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ എന്തായാലും ഇവിടെ മോളിൽ 0 ആയതുകൊണ്ട് ഇവിടുത്തെ 1 ബാക്കി ഉണ്ടാവും. ഇപ്പൊ എങ്ങനെ നോക്കിയാലും അറ്റ്ലീസ്റ്റ് ഒരു 1 ഒരു റോയി ബാക്കി ഉണ്ടാവും, എങ്ങനെ നോക്കിയാലും. ശരിയല്ലേ? കാരണം ഈ 1 വരുന്നതിന്റെ താഴെ 0യും അല്ലെങ്കിൽ ഒന്നിലെ മോളിൽ 0 അല്ലെങ്കിൽ താഴെ 0 ആയിട്ട് എല്ലാ റോസിലും ഉണ്ട്. ശരിയല്ലേ? സോ ഓപ്പറേഷൻ ചെയ്താലും ഓൾറെഡി ഉള്ള 1 കളഞ്ഞ് റോ റെഡ്യൂസ്ഡ് എക്കലൻ ഫോമിലേക്ക് മാറ്റിയാലും അറ്റ്ലീസ്റ്റ് ഒരു 1 എങ്കിലും എല്ലാ റോയിലും ബാക്കി ഉണ്ടാവും. ആ കാര്യത്തിൽ കൺഫേം ആണ്. സോ അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് നോൺ സീറോ റോസ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും 4 ആയിരിക്കും. സോ 4 ഇസ് ദ ആൻസർ. അങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ട് കേട്ടോ. അങ്ങനെ ഒരു ജനറലൈസ്ഡ് കൺസെപ്റ്റ് വെച്ചിട്ട് വേണമെങ്കിൽ ആലോചിക്കാം. 4 തന്നെയാണ് ആൻസർ എന്നാണ് എന്റെ വിശ്വാസം. അല്ലെങ്കിൽ ഇത് റെഡ്യൂസ് ചെയ്യാം. റെഡ്യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്? വേണമെന്നുണ്ടെങ്കിൽ ഇയാളെ ഈ R4നെ നേരെ R2 ആക്കുക, ആ R2 ഇന്റർചേഞ്ചിങ് R4 ചെയ്യുക. അപ്പൊ 1 നേരെ നമുക്ക് താഴെ ആക്കാം. അല്ലെങ്കിൽ ഓൾറെഡി അപ്പൊ അവിടെ 0 ആയി. എന്തായാലും ആ 1 0 ആക്കണമല്ലേ. R2 is R2 minus R1 തന്നെ ചെയ്യാം. അപ്പൊ ഇവിടെ 0 കിട്ടും. ഇവിടെ നമുക്ക് -1 -1 1 1 0. എന്നിട്ട് ഈ അടുത്ത ഇന്റർചേഞ്ച് ചെയ്യുക. എന്താണ് 0 1 എന്നുള്ളത് മുകളിലേക്ക് എടുക്കുക. എന്നിട്ട് R1 പ്ലസ് R3 പ്ലസ് R2 ചെയ്യുക. അപ്പൊ അത് താഴെ 0 കിട്ടും. അങ്ങനെ ചെയ്ത് നോക്കുക. ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫൈനൽ ആൻസർ അറ്റ്ലീസ്റ്റ് ഒരു നോൺ സീറോ എലമെന്റ് എങ്കിലും കാണും. കാരണം ഏതൊരു 1 എടുത്താലും അതിന്റെ മുകളിൽ ഒരു 0 ഉണ്ടാവും. അപ്പം എനിവേസ് എലമെന്ററി ഓപ്പറേഷനിൽ കംപ്ലീറ്റ്ലി 0 ആയി പോകാൻ തീരെ സാധ്യതയില്ല. തീരെ 0 ആവത്തില്ല. അറ്റ്ലീസ്റ്റ് ഒരു 1 എങ്കിലും എല്ലാ റോയിലും ഉണ്ടാവും. സോ 4 ഇസ് ദ ആൻസർ. 21ാമത്തെ ചോദ്യം നോക്കിക്കോളൂ.
G such that R to R G of x is equal to 2x, x is rational, G of x is equal to x plus 1, x is irrational. The set of all points which G is continuous. Continuous ആവണമെന്നുണ്ടെങ്കിൽ rational, irrational, equal to Q, not equal to Q വരും. 2x, x plus 1. കണ്ടിന്യൂസ് ആവണമെന്നുണ്ടെങ്കിൽ ലിമിറ്റ്സ് എന്താണ് ഫംഗ്ഷൻസിന്റെ വാല്യൂ കോയിൻസൈഡ് ചെയ്യണം. രണ്ട് ലിമിറ്റും ഈക്വൽ ആവണം അല്ലെ. അതായത് 2x is equal to x plus 1 ആവണം. അതായത് x is equal to 1 ആവണം. ഓപ്ഷൻ സി ആണ് ആൻസർ കിട്ടുക. വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. 22ാമത്തെ ചോദ്യം നോക്കിക്കോളൂ. യെസ്, ഇത് പ്രിസ്ക്രൈബ്ഡ് ടെക്സ്റ്റുകളിലൊക്കെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഉള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇത് യൂണിഫോംലി കൺവെർജന്റ് അല്ല ഇത് അല്ലെ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് നോട്ട് ട്രൂ? യൂണിഫോംലി കൺവെർജന്റ് എന്ന് പറയുന്നതാണ് ഫോൾസ്, അതാണ് നോട്ട് ട്രൂ. സോ ഓപ്ഷൻ എ ആണ് ഇതിന്റെ ആൻസർ. എക്സ് ബൈ എൻ എന്ന് പറയുന്നതിന്റെ സുപ്രീമം ഇൻഫിനിറ്റി അല്ലേ. സുപ്രീമം ഇൻഫിനിറ്റി ആണെങ്കിൽ ദാറ്റ്സ് നോട്ട് യൂണിഫോംലി കൺവെർജന്റ്. അപ്പോൾ അവിടുന്ന് തന്നെ നമുക്ക് ആൻസർ കൺഫേം ചെയ്യാം. പക്ഷെ അത് പോയിന്റ് വൈസ് കൺവെർജന്റ് ആണ്. 0, 1ലും ബൗണ്ടറി പോയിന്റ്സിൽ പ്രശ്നമില്ലാത്തതുകൊണ്ട് പോയിന്റ് വൈസ് കൺവെർജന്റ് ആണ്. എക്സ് മുകളിൽ കിടക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല. ഓക്കെ, യെസ്. അടുത്ത ഇത് ഫസ്റ്റ് ഓപ്ഷൻ തന്നെ നമുക്ക് വായിക്കുമ്പോൾ തന്നെ ആൻസർ കിട്ടേണ്ടതാണ്. 23ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. യെസ്, ഇത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു ക്വസ്റ്റ്യൻ എനിക്ക് ഇത് എക്സാമിന് ഈ ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ എനിക്ക് ആക്ച്വലി കുറച്ച് വിഷമം തോന്നി. കാരണം ഇത് ഞാൻ ചെയ്യിപ്പിക്കാൻ എടുത്ത ക്വസ്റ്റ്യൻ ആയിരുന്നു മുൻപ്. പിന്നെ സാധ്യതയില്ലല്ലോ എന്ന് വെച്ചിട്ട് അങ്ങോട്ട് കിട്ടും. സത്യമായിട്ടും എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര വിഷമം തോന്നി. ഒറ്റ നോട്ടത്തിൽ ആൻസർ 3 ആണ് എന്ന് പറയേണ്ട സാധനമാണ്. പക്ഷെ ഇതിന്റെ പിന്നിലുള്ള ഒരു തിയറം എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ അതിനെ വിളിക്കുന്ന പേര് റോഷസ് എന്നാണ് അത് പ്രൊനൗൺസ് ചെയ്യേണ്ടത്. റോഷസ് തിയറം എന്ന് പറഞ്ഞൊരു തിയറം ഉണ്ട്. റോഷസ്, ROUCHES, അങ്ങനെയാണെന്ന് തോന്നുന്നു സ്പെല്ലിങ്. ROUCHES, റോഷസ് എന്നാണ് അത് പക്ഷെ വായിക്കേണ്ടത്. റോഷെ എന്നൊക്കെയാണ് അത് വായിക്കേണ്ടത്. ആളുടെ തിയറം അനുസരിച്ച് ഇപ്പൊ ജി ഓഫ് എക്സ് ആയിട്ട് നമ്മൾ 6z³ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ മോഡുലസ് 1 ആയതുകൊണ്ട് മോഡുലസ് 6 വരും. ജി ഓഫ് ഇസഡ് ആയിട്ട് നമ്മൾ 6z³ സെലക്ട് ചെയ്യുന്നു. ആൻഡ് എന്താണ് ഒരു എഫ് ഓഫ് ഇസഡ് ആയിട്ട് ബാക്കിയുള്ള ആൾക്കാർ z⁻7 മൈനസ് 2 z⁻5 മൈനസ് z+1 നമ്മൾ സെലക്ട് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ മോഡുലസ് വാല്യൂ ആണ് നമ്മൾ എടുക്കേണ്ടത്. മോഡുലസ് ഓഫ് ജി ഓഫ് ഇസഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇതിന്റെ മോഡുലസ് എന്താണ് 1 + 2 + 1 + 2 + 1 + 1. 6 ലെസ് ദാൻ 2, 1 3, 1 4, 1 5. 6 ലെസ് ദാൻ 5 ട്രൂ ആണ്. ഇത് ട്രൂ ആയതുകൊണ്ട് ഈ കാണുന്ന 6z³ മോഡ് z is equal to 1 എന്നുള്ള ഡിസ്കിനകത്തുള്ള റൂട്ടുകളെല്ലാം തന്നെ ജി ഓഫ് ഇസഡ് പ്ലസ് എഫ് ഓഫ് ഇസഡിന്റെ റൂട്ടുകളായിരിക്കും എന്നതാണ് റോച്ചസ്. ചെഷസ്ക്യൂ എന്ന് പറഞ്ഞ ഒരു പഴയ ഭരണാധികാരിയാണ്. പെട്ടെന്ന് എനിക്ക് ഇങ്ങനെയുള്ള പേരുകൾ ഇങ്ങോട്ട് മാറിപ്പോകും. റോഷസ് തിയറം. ഓക്കെ, ആ തിയറം പറയുന്നത് സോ 6z³ എന്താണ് അത് ഇൻക്ലൂഡിങ് മൾട്ടിപ്ലിസിറ്റി ആണ് കേട്ടോ. ഇൻക്ലൂഡിങ് മൾട്ടിപ്ലിസിറ്റി ആണ്. 3 ടൈംസ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. സോ 3 റൂട്ട്സ് ആണ് ആൻസർ വരിക. z³ 3 ടൈംസ് എന്താണ് ഇസഡിൽ 3 ടൈംസ് റൂട്ട് റിപ്പീറ്റ് ആവുന്നുണ്ട്. ശരിയല്ലേ? z is equal to 0. സോ 3 എന്നുള്ളതാണ് നമുക്ക് ഇവിടെ ആൻസർ വരിക. 24ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ഇത് കേരള PSC തന്നെ മുൻപ് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അതായത് നമ്മുടെ HSST എക്സാമിനൊക്കെ മുൻപ് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, HSA എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇതേ ക്വസ്റ്റ്യൻ ആണ് അവര് ഇതിനകത്ത് മുൻപ് ചോദിച്ച പല ക്വസ്റ്റ്യൻസും റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഓക്കെ, പക്ഷെ ഇത് എന്താണ് റോഷസ് തിയറം ഒന്നും സിലബസിൽ അങ്ങനെ മെൻഷൻഡ് അല്ലാത്തതുകൊണ്ട് ചെയ്യിപ്പിക്കാണ്ട് വിട്ടുപോയ സാധനങ്ങളാണ് ഇതൊക്കെ. ഇപ്പൊ നമുക്ക് അതിൽ കുറ്റബോധമുണ്ട്. നമുക്ക് ഇനി വരുന്ന എക്സാംസിനൊക്കെ ഈ പോരായ്മകൾ നമ്മൾ പരിഹരിക്കുന്നതായിരിക്കും. ഓക്കെ, നമ്മൾ പോരായ്മ എന്ന് ഉദ്ദേശിച്ചത് നമ്മൾ ഒരു ഷോർട്ട് ടൈമിൽ ചെയ്യാവുന്നതിന്റെ പരമാവധി നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്താ പറയാ, കുറച്ചും കൂടെ സമയം ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് കുറെ കൂടെ ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്യാമായിരുന്നു. ഓക്കെ, ഇനി വരാൻ പോകുന്ന എക്സാംസിന് ഒക്കെ നമ്മൾ മാക്സിമം നേരത്തെ തന്നെ, ഇതിപ്പം വളരെ ഒരു ഷോർട്ട് പീരീഡേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ ഇത് എക്സാം അനൗൺസ് ചെയ്ത സിലബസ് വന്നതിന് ശേഷം. അതും ഒരു അടിപൊളി സിലബസ് ആണ് വന്നത്.
ഓക്കെ, 23, 24ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. Which of the following statement is true about the simply connected region ohm? ഓക്കെ, റീജിയനെ ഓം എന്ന് പേരിട്ട് വിളിച്ചു കേട്ടോ. എന്താണ് ഓം? ഇതൊക്കെ ഫിസിക്സിലെ ക്വസ്റ്റ്യൻ ഇങ്ങോട്ട് വേറെ വന്നോ? റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് ഒക്കെ ഇവിടെ കൊണ്ട് ഇട്ടേക്കുന്നതെന്നൊന്നും വിചാരിക്കേണ്ട. ഫസ്റ്റ് ഓപ്ഷൻ എന്താണ്? എഫ് ഓഫ് ഇസഡ് ഈസ് അനലൈറ്റിക് ഇൻ ഓം. ക്ലോസ്ഡ് എഫ് ഓഫ് ഇസഡ് dz is equal to 0 for every cycle gamma homologous to 0 in ohm. That is extremely true. കോഷി-ഗോർസറ്റ് തിയറം നമ്മൾ ക്ലാസ്സിൽ അതിന്റെ ക്വസ്റ്റ്യൻ ചെയ്തതാണ്. ഈ സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് ഏത് തിയറാണെന്നുള്ള ക്വസ്റ്റ്യൻ ചെയ്തതാണ്. ഓക്കെ, അത് ശരിയാണ്. എന്താണ് ചോദിച്ചിട്ടുള്ളത്? ട്രൂ ഏതാണെന്നാണ് ചോദിച്ചത്. ബാക്കി നോക്കേണ്ട ആവശ്യമില്ല. ഫസ്റ്റ് ഓപ്ഷൻ തന്നെ കറക്റ്റ് ആണ്. 25ാമത്തെ ചോദ്യം എന്താണ്? ഇതും ഒറ്റ ലുക്കിൽ പിടിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. e⁻z. ബാക്കി മൂന്നും ട്രാൻസ്ഫോർമേഷൻ പഠിക്കാനുള്ളതാണ്. സെഡ് ബാർ ആണ് കോഷി-റൈമാൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ആവാത്തത്, അല്ലെ? ഓഫ് z is equal to z bar. z bar എന്ന് പറഞ്ഞാൽ x minus iy comparing with u plus iv. u is equal to x, v is equal to minus y, ux is equal to 1, uy is equal to 0, vx is equal to 0, vy is equal to minus 1, ux not equal to vy, 1 not equal to minus 1, അല്ലേ? So ux not equal to vy. CR equation not satisfied. CR equation not satisfied ആണെങ്കിൽ എന്താ സംഭവം? വിച്ച് ഈസ് നോട്ട് അനലൈറ്റിക്. സോ ഓപ്ഷൻ ഡി ആണ് അനലൈറ്റിക് അല്ലാത്ത ഫംഗ്ഷൻ. ഈ 25 ചോദ്യങ്ങളായിരുന്നു മാത്സിൽ നിന്നും നമുക്ക് ഉണ്ടായിരുന്നത്. സോ ചില ക്വസ്റ്റ്യൻസ് ഒന്നും ഞാൻ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. ചിലതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചിട്ടേ ഉള്ളായിരുന്നു. അപ്പം മേ ബി ഏതെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻ അറിയാതെ തെറ്റിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഇന്ന കേസ് ഏതെങ്കിലും തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും, അതായത് ഒരു 10 മിനിറ്റിന്റെ ഒരു നോട്ടം മാത്രമേ ഇത് ചെയ്യുന്നതിന് മുൻപ് എനിക്ക് ഉണ്ടായിട്ടുള്ളൂ. അപ്പം അതുകൊണ്ട് ഇന്ന കേസ് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് സെക്ഷനിൽ അത് കറക്റ്റ് ചെയ്യുക. സോ അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. അണ്ടിൽ ദെൻ ടാറ്റാ ബൈ, സീ യു. സോ റിസർച്ച് ഓഫീസറിന്റെ എക്സാം കഴിഞ്ഞു. അപ്പോൾ അതിൽ സ്റ്റാറ്റിസ്റ്റിക്സിൽ വന്ന ക്വസ്റ്റ്യൻസ് എത്രമാത്രം സിമ്പിൾ ആയിരുന്നോ, അല്ലെങ്കിൽ അതിന്റെ ആൻസേഴ്സ് എന്തൊക്കെയാണ് വരുന്നതെന്ന് നോക്കാം. ഓക്കെ, ജസ്റ്റ് ഒരു ആൻസർ കീ പോലെ. ഓക്കെ, സോ ഇതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ വരുന്നത് 51 ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇഫ് എ സ്റ്റാറ്റിസ്റ്റിക്സ് ഈസ് കംപ്ലീറ്റ് ആൻഡ് സഫിഷ്യൻറ്റ് ദെൻ ദ UMVU എസ്റ്റിമേറ്റർ. ഓക്കെ, UMVU എന്ന് പറഞ്ഞാൽ യൂണിഫോംലി മിനിമം വേരിയൻസ് അൺബയസ്ഡ് എസ്റ്റിമേറ്റർ എന്നാണ് അർത്ഥം. ഓക്കെ, അതെപ്പോഴും എന്തായിരിക്കും? യുണീക്ക് ആയിരിക്കും ഇഫ് ഇറ്റ് എക്സിസ്റ്റ്. സോ ആദ്യത്തെ ആൻസർ വരുന്നത് ബി ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 52. ഇൻ ഹൈപ്പോത്തിസിസ് ടെസ്റ്റിംഗ് ദ പ്രോബിലിറ്റി ഓഫ് റിജക്റ്റിംഗ് എ ട്രൂ നൾ ഹൈപ്പോത്തിസിസ് ഈസ് കോൾഡ്. സോ പ്രോബിലിറ്റി ഓഫ് റിജക്റ്റിംഗ് എ നൾ ഹൈപ്പോത്തിസിസ് വെൻ ഇറ്റ് ഈസ് ട്രൂ എന്ന് പറയുന്നത് എന്താണ്? അത് ശരിക്കും ആക്ച്വലി ദ എറർ ആണ്. എറർ ഓഫ് ടൈപ്പ് 1 എറർ. ടൈപ്പ് 1 എററിന്റെ പ്രോബിലിറ്റി. ടൈപ്പ് 1 എററിന്റെ പ്രോബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? സിഗ്നിഫിക്കൻസ് ലെവലാണ്. ഓക്കെ, സോ ഇതിന്റെ ആൻസർ വരുന്നത് സി ആണ്. ഓക്കെ, സോ നെക്സ്റ്റ് 53. എന്താണ്? ദ കോൾമോഗ്രോവ്-സ്മിർനോവ് ടെസ്റ്റ് ഈസ് ബേസ്ഡ് ഓൺ. ഓക്കെ, കോൾമോഗ്രോവ്-സ്മിർനോവ് ടെസ്റ്റിന്റെ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്താണ് വരുന്നത്? വിച്ച് ഇസ് ദ മാക്സിമം ഡീവിയേഷൻ ബിറ്റ്വീൻ എംപിരിക്കൽ ആൻഡ് തിയററ്റിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻസ്. സോ അതാണ് ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ്. സോ ഇതിന്റെ ആൻസർ വരുന്നത് എന്താണ്? ബി. ഓക്കെ, സോ ബി ആണ് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 54. ദ മാഡ്വൈനി-യു ടെസ്റ്റ് ഈസ് മോസ്റ്റ് അപ്രോപ്രിയേറ്റ് വെൻ. മാഡ്വൈനി-യു ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇറ്റ്സ് എ നോൺ പാരാമെട്രിക് ആൾട്ടർനേറ്റീവ് ഓഫ് ഇൻഡിപെൻഡന്റ് ടു സാമ്പിൾ ടി ടെസ്റ്റ് ആണ്. ഓക്കെ, സോ ആൻസർ വരുന്നത് ബി ആണ്. ഓക്കെ, ഇൻഡിപെൻഡന്റ് സാമ്പിൾസ് കമ്പയറിംഗ് ടു ഇൻഡിപെൻഡന്റ് സാമ്പിൾസ് വിത്തൗട്ട് നോർമാലിറ്റി അസംപ്ഷൻ. ഓക്കെ, സോ അതിന്റെ ആൻസർ വരുന്നതും ബി ആണ്. ഓക്കെ, സോ 55 എന്താണ്? അണ്ടർ ഗോസ്-മാർക്കോവ് അസംഷൻസ് ദി ലീസ്റ്റ് സ്ക്വയർ എസ്റ്റിമേറ്റേഴ്സ് ഈസ്. ഓക്കെ, സോ ഗോസ്-മാർക്കോവ് തിയറത്തിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസൾട്ട് ആണ്. ഗോസ്-മാർക്കോവ് തിയറത്തിൽ വരുന്ന ലീസ്റ്റ് സ്ക്വയർ എസ്റ്റിമേറ്റർ എപ്പോഴും ബെസ്റ്റ് ലീനിയർ അൺബയാസ്ഡ് എസ്റ്റിമേറ്റേഴ്സ് ആയിരിക്കും. ഓക്കെ, സോ ഇതിന്റെ ആൻസർ വരുന്നത് ബി ആണ്. ഓക്കെ, ബ്ലൂ. ബെസ്റ്റ് ലീനിയർ അൺബയാസ്ഡ് ഷോർട്ട് ആയിട്ട് ബ്ലൂ എന്ന് പറയും. ബെസ്റ്റ് ലീനിയർ അൺബയാസ്ഡ് എസ്റ്റിമേറ്റേഴ്സ് ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 56. അണ്ടർ SRS WR ആണ്, അതായത് വിത്ത് റീപ്ലേസ്മെന്റ്. ഇഫ് സാമ്പിൾ സൈസ് ഈസ് ഡബിൾഡ് ദ വേരിയൻസ് ഓഫ് സാമ്പിൾ മീൻ ബിക്കംസ്. ഓക്കെ, സോ അണ്ടർ SRS WR വേരിയൻസ് എന്ന് പറയുന്നത് വേരിയൻസ് ഓഫ് y bar ഈസ് ഈക്വൽ ടു സിഗ്മ സ്ക്വയർ ഡിവൈഡഡ് ബൈ n ആണ്. സോ നമ്മൾ ചെയ്തിരിക്കുന്നത് എന്താണ്? സാമ്പിൾ സൈസ് ഈസ് ഡബിൾഡ്. ഓക്കെ, സാമ്പിൾ സൈസ് ഡബിൾ ചെയ്യുമ്പോൾ എന്താ വരിക? സിഗ്മ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2n എന്ന് വരും. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു എന്ത് വരും? 1/2 ഇൻറ്റു സിഗ്മ സ്ക്വയർ ബൈ n, അതായത് 1/2 ഇൻറ്റു വേരിയൻസ് ഓഫ് y bar.
സോ എന്താണ് അത് പകുതി ആവുകയാണ് ചെയ്യുന്നത്, ഹാഫ് ആവും. സോ ആൻസർ എന്താ വരിക, ബി, ഹാഫ് ആവുകയാണ് ചെയ്യുന്നത്. സോ ഇതിൻ്റെ ആൻസർ ബി തന്നെ വരിക. ഓക്കെ. സോ നെക്സ്റ്റ് 57. ഇഫ് സാമ്പിളിംഗ് ഫ്രാക്ഷൻ ഈസ് നെഗ്ലിജിബിൾ ദെൻ ഫൈനൈറ്റ് പോപ്പുലേഷൻ കറക്ഷൻ. സോ ഫൈനൈറ്റ് പോപ്പുലേഷൻ കറക്ഷൻ്റെ ഇക്വേഷൻ എന്താണ്, വിച്ച് ഈസ് ഈക്വൽ ടു 1 മൈനസ് സ്മോൾ എൻ ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എൻ. ഈ സാമ്പിളിംഗ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത് സ്മോൾ എൻ ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എൻ ആണ് ഈ ടൈം. വിച്ച് ഈസ് നെഗ്ലിജിബിൾ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം വിച്ച് ഈസ് 0. ഓക്കെ, ദാറ്റ് ഈസ് സ്മോൾ എൻ ഡിവൈഡ് ബൈ ക്യാപിറ്റൽ എൻ 0 വരും. സോ ആൻസർ എന്ത് വരും, 1. സോ ഫൈനൈറ്റ് പോപ്പുലേഷൻ കറക്ഷൻ എന്തായിരിക്കും, 1 ആയിരിക്കും. സോ ഇതിൻ്റെ ആൻസർ എ ആണ്, എ. സോ 58ാമത്തെ ക്വസ്റ്റ്യൻ, വേരിയൻസ് ഓഫ് എസ്റ്റിമേറ്റർ ഇൻ SRS WOR ഓക്കെ വിത്തൗട്ട് റീപ്ലേസ്മെന്റ് ഈസ് ഓൾവേസ് ലെസ് ദാൻ SRS WR. ഓക്കെ, വേരിയൻസ് എപ്പോഴും ഏതിനായിരിക്കും കുറവ്, SRS WOR-നായിരിക്കും. വിത്തൗട്ട് റീപ്ലേസ്മെന്റിനായിരിക്കും വേരിയൻസ് എപ്പോഴും കുറവ് വരിക. ഓക്കെ, സോ ഇതിൻ്റെ ആൻസർ വരുന്നത് സി ആണ്, സി. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 59. വിച്ച് ഓഫ് ദ ഫോളോയിങ് ബെസ്റ്റ് ക്യാരക്ടറൈസസ് എ UMVUV എസ്റ്റിമേറ്റർ. UMVU എന്ന് പറഞ്ഞാൽ യൂണിഫോംലി മിനിമം വേരിയൻസ് അൺബേസ്ഡ് എസ്റ്റിമേറ്റർ ആണ്. സോ ആ ഒരു ഡെഫിനേഷൻ തന്നെ കിട്ടും. എന്താണ് ഇതിൻ്റെ വരുന്ന ആൻസർ, ബി ആണ്. ദാറ്റ് ഈസ് അൺബയാസ്ഡ് ആൻഡ് മിനിമം വേരിയൻസ് എമംഗ് ഓൾ അൺബയാസ്ഡ് എസ്റ്റിമേറ്റേഴ്സ്. ഓക്കെ, സോ അൺബയാസ്ഡ് ആൻഡ് മിനിമം വേരിയൻസ് എമംഗ് ഓൾ അൺബയാസ്ഡ് എസ്റ്റിമേറ്റേഴ്സ്. സോ അതാണ് ആൻസർ വരിക. സോ എന്താണ് വരിക, ബി. സോ ബി ആണ് ആൻസർ വരിക. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 60. ദ റാവോ-ബ്ലാക്ക്വെൽ തിയറം പ്രൈമർലി ഇംപ്രൂവ്സ് ആൻ എസ്റ്റിമേറ്റർ ബൈ റെഡ്യൂസിങ് ബയാസ്. സോ ഇതിൻ്റെ ആൻസർ വരുന്നത് ബി ആണ്. ഓക്കെ, റെഡ്യൂസിങ് കണ്ടീഷനിങ് ഓൺ സഫീഷ്യൻറ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് ആക്ച്വലി റാവോ-ബ്ലാക്ക്വെൽ തിയറത്തിൽ വരുന്നത്. ഓക്കെ, സോ ഇതിൻ്റെ ആൻസർ വരുന്നത് ബി ആണ്. ഓക്കെ, സോ 61 അടുത്ത ക്വസ്റ്റ്യൻ. 61 എന്ന് പറഞ്ഞാൽ മൾട്ടി കോളിനിയാരിറ്റി ഇൻ മൾട്ടിപ്പിൾ റിഗ്രഷൻ ലീഡ്സ് ടു ബയാസ്ഡ് എസ്റ്റിമേറ്റേഴ്സ് ഇൻഫ്ലേറ്റഡ് വേരിയൻസസ് ഓഫ് റിഗ്രഷൻ കോഫിഷ്യന്റ്. സോ ഇതിൻ്റെ ആൻസർ വരുന്നത് ബി ആണ്. ഓക്കെ, റിഗ്രഷൻ കോഫിഷ്യന്റ് വ്യത്യാസം വരും. സോ ഇൻഫ്ലേറ്റഡ് വേരിയൻസസ് ഓഫ് റിഗ്രഷൻ കോഫിഷ്യന്റ്. സോ അതാണ് ആൻസർ വരിക 61, വിച്ച് ഈസ് ഓൾസോ ബി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 62. ദ ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷൻ ഹെൽപ്സ് ഇൻ ഐഡന്റിഫൈയിങ്. ബി ആണ് ആൻസർ വരിക. ദാറ്റ് ഈസ് സീരിയൽ ഡിപ്പെൻഡൻറ്റ് സ്ട്രക്ചർ ഇൻ ടൈം സീരീസ്. സോ അതാണ് ഓട്ടോ കോറിലേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ആൻസർ എന്താണ് വരുന്നത്, സോ ഇതിൻ്റെ ആൻസർ വരുന്നത് ബി ആണ്. ഓക്കെ, സോ അതതിൻ്റെ ഡെഫിനേഷൻ തന്നെയാണ് ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷൻ്റെ. ഓക്കെ, സോ നെക്സ്റ്റ് 63. ഓക്കെ, 63 എന്ന് പറയുന്നത് അരിമ മോഡൽസ് ആർ പ്രൈമർലി യൂസ്ഡ് ഫോർ ടൈം സീരീസ് ഫോർകാസ്റ്റിംഗ് വിത്ത് ഡിഫറൻസിങ്. ഓക്കെ, സോ ഇതിൻ്റെ ആൻസർ വരുന്നത് ബി ആണ്. ഓക്കെ, ബി. ഓക്കെ, ടൈം സീരീസ് ഫോർകാസ്റ്റിംഗ് വിത്ത് ഡിഫറൻസിങ്. സോ നെക്സ്റ്റ് 64 എന്താണ്, ഫിഷേഴ്സ് ഐഡിയൽ ഇൻഡെക്സ് സാറ്റിസ്ഫൈസ് വിച്ച് ക്രൈറ്റീരിയ. ഓക്കെ, ഫിഷേഴ്സ് ഐഡിയൽ ഇൻഡെക്സ് നമ്പർ ചെയ്യാൻ ഏതൊക്കെയാണ് സാറ്റിസ്ഫൈ ചെയ്യുന്നത്, ടൈം റിവേഴ്സൽ ടെസ്റ്റും ഫാക്ടർ റിവേഴ്സൽ ടെസ്റ്റും. ഇത് രണ്ടും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. സോ ആൻസർ വരുന്നത് സി ആണ്, ബോത്ത് ടൈം ആൻഡ് ഫാക്ടർ റിവേഴ്സൽ ടെസ്റ്റ്, സി. Then 65. Net reproduction rate measures. Okay, net reproduction rate in their definition then which is the average number of daughters per woman accounting mortality. So that's answer area. So B. So that's net reproduction rate in the definition another. Okay. Then next question, a sample of size n is equal to 50 is drawn using SRS WOR from a population of size n is equal to 1000 and S score is equal to 100. Then variance of x bar. Okay. So SRS WOR variance of x bar എന്താണ്, variance of x bar is equal to n minus n divided by n into s square ആണ്. ഓക്കെ, സോ ഇതിൽ നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്, ക്യാപിറ്റൽ n തന്നിട്ടുണ്ട്. ക്യാപിറ്റൽ n ഈസ് 1000. ഓക്കെ, മൈനസ് സ്മോൾ n എന്താണ്, വിച്ച് ഈസ് 50 ഡിവൈഡഡ് ബൈ സ്മോൾ n 50 ഇൻറ്റു ക്യാപിറ്റൽ n 1000 ഇൻറ്റു എസ് സ്ക്വയർ എന്താണ് 100 ആണ്. ഓക്കെ, സോ ഇതിൽ വാല്യൂസ് ഒക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് എന്ത് വരും, 950 ഡിവൈഡഡ് ബൈ 500 എന്ന് വരും ഷോർട്ടാക്കി കഴിഞ്ഞാൽ. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു 95 ഡിവൈഡഡ് ബൈ 50 എന്ന് വരും. സോ അതിൽ 5 കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഫൈനൽ ആൻസർ 19 ഡിവൈഡഡ് ബൈ 10 വിച്ച് ഈസ് ഈക്വൽ ടു 1.9 എന്ന് വരും. സോ ഇതിൻ്റെ ആൻസർ വരുന്നത് 1.9 ആണ്, ബി. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പ്രോബിലിറ്റി ക്വസ്റ്റ്യൻ ആണ്. A bag A contains 4 red and 3 black balls and another bag B contains 2 red and 5 black balls.
One bag is selected at random and ball is drawn. It happens to be red. What is the probability that it comes from first bag? So ഇത് ആക്ച്വലി ചെയ്യേണ്ടത് എന്താണ്, നമ്മുടെ ബേസ് തിയറം വെച്ചിട്ടാണ് ഇത് സോൾവ് ചെയ്യേണ്ടത്. സോ ആദ്യം പ്രോബിലിറ്റി ഓഫ് സെലക്ടിങ് ബാഗ് എ വിച്ച് ഇസ് ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് സെലക്ടിങ് ബാഗ് ബി വിച്ച് ഇസ് ഈക്വൽ ടു 1/2 ആയിരിക്കും. കാരണം എന്താണ്, ആകെ 2 ബാഗാണുള്ളത്, അതിൽ നിന്നൊരു ബാഗ് എടുക്കാനുള്ള പ്രോബിലിറ്റി 1/2 ആയിരിക്കും. ഓക്കെ, സോ നെക്സ്റ്റ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ജസ്റ്റ് ഇ എന്ന് പറയുന്ന ഒരു പുതിയൊരു ഈവൻറ്റ് കൺസിഡർ ചെയ്യാണ്. നമുക്ക് കിട്ടിയ ബോൾ റെഡ് ആണ്. ഓക്കെ, സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പ്രോബിലിറ്റി ഓഫ് ഇ ഗിവൺ എ, പ്രോബിലിറ്റി ഓഫ് ഇ ഗിവൺ എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ബാഗിൽ നിന്നും റെഡ് കിട്ടാനുള്ള പ്രോബിലിറ്റി, ഫസ്റ്റ് ബാഗിൽ നിന്ന് റെഡ് കിട്ടാനുള്ള ടോട്ടൽ 4 റെഡ് ബോളും 3 ബ്ലാക്കും ആണുള്ളത്. ടോട്ടൽ 7 ബോൾ ഉണ്ട്, അതിൽ 4 എണ്ണം റെഡ് ആണ്. സോ അതിൻ്റെ പ്രോബിലിറ്റി എന്താ വരിക, 4/7. അതുപോലെ പ്രോബിലിറ്റി ഓഫ് ഇ ഗിവൺ ബി, പ്രോബിലിറ്റി ഓഫ് ഇ ഗിവൺ ബി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥമാക്കുന്നത്, സെക്കൻഡ് ബാഗിൽ നിന്ന് റെഡ് കിട്ടാനുള്ള പ്രോബിലിറ്റി. ടോട്ടൽ 2 റെഡ് ബോൾ ആണുള്ളത്, ടോട്ടൽ 5 ബ്ലാക്കും 2 റെഡും, ടോട്ടൽ 7 ബോൾ ഉണ്ട്. സോ അതിൻ്റെ പ്രോബിലിറ്റി വരുന്നത് 2/7 ആണ് വരിക. സോ നെക്സ്റ്റ് നമുക്ക് എന്താണ് ഇത് യൂസ് ചെയ്യാം, നമ്മുടെ ബേസ് തിയറം യൂസ് ചെയ്യാം. ബേസ് തിയറത്തിൻ്റെ ഇക്വേഷൻ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഫസ്റ്റ് ബാഗിൽ നിന്ന് റെഡ് കിട്ടണം, അതായത് റെഡ് ആണെന്ന് മനസ്സിലായി, അത് ഫസ്റ്റ് ബാഗിൽ നിന്നാവാനുള്ള പ്രോബിലിറ്റി. സോ അതിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ ഇ ആണ്. ഓക്കെ, ഫസ്റ്റ് ബാഗിൽ നിന്നാണല്ലോ, വിച്ച് ഇസ് ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് ഇ ഗിവൺ എ ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് എ ഡിവൈഡഡ് ബൈ പ്രോബിലിറ്റി ഓഫ് ഇ ഗിവൺ എ ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബിലിറ്റി ഓഫ് ഇ ഗിവൺ ബി ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് ബി. ഓക്കെ, സോ നമുക്ക് വാല്യൂസ് ഓൾറെഡി അറിയാം, വാല്യൂസ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു വാല്യൂസ് പ്രോബിലിറ്റി ഓഫ് ഇ ഗിവൺ എ എന്താണ്, 4/7 ഇൻറ്റു 1/2, പ്രോബിലിറ്റി ഓഫ് എ 1/2 ആണ്, ഡിവൈഡഡ് ബൈ 4/7 ഇൻറ്റു 1/2 പ്ലസ് 2/7 ഇൻറ്റു 1/2. ഓൾറെഡി വാല്യൂസ് നമ്മുടെ കയ്യിലുണ്ട്. സോ ഇതിൽ 1/2 കോമൺ ആണ്, രണ്ട് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററിലും 1/2 കോമൺ ആണ്. അത് പുറത്തെടുത്ത് കഴിഞ്ഞാൽ എന്ത് വരും, 4/7 ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ എന്താ വരിക, 4/7 പ്ലസ് 2/7 വിച്ച് ഇസ് ഈക്വൽ ടു 6 ഡിവൈഡഡ് ബൈ 7. സോ 7 ക്യാൻസൽ ആയി കഴിഞ്ഞാൽ ബാക്കി എന്താണ് വരിക, വിച്ച് ഇസ് ഈക്വൽ ടു 4/6 വിച്ച് ഇസ് ഈക്വൽ ടു 2/3. സോ ഇതിൻ്റെ ആൻസർ എന്താണ് വരിക, 2/3 ആണ് ആൻസർ വരിക. ഓക്കെ, 2/3 സി. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വെൻ എ സാമ്പിൾ ഓഫ് സൈസ് n is taken using simple random sampling with replacement, which of the following is need not true? ഓക്കെ, സോ ഇത് കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ സാമ്പിൾ മീൻ എപ്പോഴും അൺബയാസ്ഡ് ആയിരിക്കും, സാമ്പിൾ മീൻ കൺസിസ്റ്റൻറ്റും ആയിരിക്കും, വേരിയൻസ് ഓഫ് സാമ്പിൾ മീൻ എന്ന് പറയുന്നത് σ²/n ആയിരിക്കും. സോ ഇത് 3 ഒബിയസ്ലി കറക്റ്റ് ആണ്. നാലാമത്തേത് എസ് സ്ക്വയർ ഈസ് ആൻ അൺബയസ്ഡ് എസ്റ്റിമേറ്റർ ഓഫ് പോപ്പുലേഷൻ വേരിയൻസ്. ഓക്കെ, ഇത് 2 രീതിയിൽ നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, എസ് സ്ക്വയറിൻ്റെ ഇക്വേഷൻ ആക്ച്വലി നമ്മുടെ എസ് സ്ക്വയറിൻ്റെ ഇക്വേഷൻ 1/n-1, അതായത് ക്യാപിറ്റൽ എസ് സ്ക്വയർ നമ്മുടെ പോപ്പുലേഷൻ വേരിയൻസ് ഈസ് 1/n-1 വെച്ചിട്ടാണ് പറയുന്നതെങ്കിൽ എന്തായിരിക്കും, അൺബയാസ്ഡ് ആയിരിക്കും. പക്ഷേ നേരെ തിരിച്ച് 1/n വെച്ചിട്ടാണ് പറയുന്നതെന്നുണ്ടെങ്കിൽ ബയാസ്ഡ് ആയിരിക്കും. സോ ഇതിൽ ഒരു കേസിൽ അൺബയാസ്ഡും ഒരു കേസിൽ ബയാസ്ഡും ആണ് വരുന്നത്. സോ എസ് സ്ക്വയർ എപ്പോഴും അൺബയാസ്ഡ് ആവണ നിർബന്ധമില്ല. ഓക്കെ, സോ ആ ഒരു രീതിയിൽ നമുക്ക് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാൻ പറ്റും, ബിക്കോസ് അത് ആ ഇക്വേഷൻ കറക്റ്റായിട്ട് സ്പെസിഫൈ ചെയ്തിട്ടില്ലാത്തത് കൊണ്ടാണ്. ഓക്കെ, 1/n-1 ആണോ 1/n ആണോ എന്ന് കറക്റ്റായിട്ട് പറയാത്തത് കൊണ്ടാണ്. ഓക്കെ, സോ വേണമെങ്കിൽ നമുക്ക് ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഡി ആണെന്ന് വേണമെങ്കിൽ പറയാം. ആക്ച്വലി ക്വസ്റ്റ്യൻ കുറച്ച് കൺഫ്യൂസിങ് ആണ്, കാരണം എയും ബിയും സിയും എന്തായാലും കറക്റ്റ് ആണ്. സോ ഒന്നെങ്കിൽ ക്വസ്റ്റ്യനിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും എക്സ്ട്രാ കണ്ടീഷൻസ് ആഡ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ അതിൻ്റെ ആൻസർ വരുന്നത് ഡി ആണ്. ഓക്കെ, ഇതിൻ്റെ ആൻസർ വരുന്നത് ഡി ആയിരിക്കും. ഓക്കെ, so next question 69, let xn be a sequence of random variables such that xn converges to x and g be a continuous function, then which of the following statements are true? So ഇതിൽ xn converges to x in probability ആണെങ്കിൽ obviously g of xn converges to x in probability ആയിരിക്കും. അതുപോലെ തന്നെ നമുക്ക് കൺവേർജൻസിൻ്റെ ഒരു റിസൾട്ട് വെച്ചിട്ട് പറയാൻ പറ്റും, xn converges to x in probability ആണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി xn converges to x in distribution ആയിരിക്കും. ഓക്കെ, സോ ഇവിടെ ജി ഓഫ് എക്സ് എൻ കൺവേർജസ് ടു ജി ഓഫ് എക്സ് ഇൻ പ്രോബിലിറ്റി ആയതുകൊണ്ട് ഇതും സാറ്റിസ്ഫൈ ചെയ്യും. സോ ഇതിൻ്റെ ആൻസർ വരുന്നത് സി ആണ്, ബോത്ത് എ ആൻഡ് ബി. ഓക്കെ, സോ 70, ക്വസ്റ്റ്യൻ 70,
A stratified population has two strata with n1 equal to 200 and n2 is equal to 300 under proportion allocation for total sample size n is equal to 50. Then the sample size in second stratum. Okay. So the proportion allocation വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. So proportion allocation നമ്മൾ സെക്കൻഡ് സാമ്പിൾ സ്ട്രാറ്റത്തിൻ്റെ സാമ്പിൾ സൈസ് ആണ് കണ്ടുപിടിക്കേണ്ടത്, വിച്ച് ഇസ് ഇക്വൽ ടു n2. സോ അതിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് പ്രൊപ്പോർഷൻ അലോക്കേഷൻ്റെ ഫോർമുല വെച്ച് എന്ത് വരും? n2 ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ N ഇൻറ്റു n. സോ വിച്ച് ഇസ് ഇക്വൽ ടു ക്യാപിറ്റൽ n2 എന്ന് പറയുന്നത് ഇവിടെ 300 ആണ്. 300 ഡിവൈഡഡ് ബൈ ടോട്ടൽ. ഈ ക്യാപിറ്റൽ എന്ന് പറയുന്ന ടോട്ടൽ എത്ര പോപ്പുലേഷൻ യൂണിറ്റ്സ് ഉണ്ടെന്നാണ്. ദാറ്റ് ഈസ് 200 പ്ലസ് 300 വിച്ച് ഇസ് ഇക്വൽ ടു 500 ഇൻറ്റു n എത്രയാണ്? 50. സോ ഇതിൽ 0 കട്ട് ചെയ്ത് പോകും, ഇവിടെ 3 ആണ്. ഓക്കെ. സോ 5ഉം 50 കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എന്താണ് വരിക? 3 ഇൻറ്റു 10 ദാറ്റ് ഈസ് 30. സോ ആൻസർ എന്താണ് വരിക? 30 ആണ് വരിക. ഓക്കെ, ബി. ഓക്കെ. സോ ഇതിൽ നെക്സ്റ്റ് 71. If x follows chi-square distribution with 7 degrees of freedom, then the value of expectation of x and variance of x. So വളരെ എളുപ്പമാണ്. x follows chi-square with n degrees of freedom ആണെന്നുണ്ടെങ്കിൽ എക്സ്പെക്ടേഷൻ ഓഫ് x എന്ന് പറയുന്നത് n-ഉം വേരിയൻസ് ഓഫ് x എന്ന് പറയുന്നത് 2n ആയിരിക്കും. ഓക്കെ. സോ ഇവിടെ എന്താണ്? n ഈസ് ഈക്വൽ ടു തന്നിരിക്കുന്നത് 7 ആണ്. ഓക്കെ. സോ എക്സ്പെക്ടേഷൻ ഓഫ് x എന്ന് പറയുന്നത് 7ഉം വേരിയൻസ് ഓഫ് x എന്ന് പറയുന്നത് 2 ഇൻറ്റു 7 14 ആയിരിക്കും. സോ 7 ആൻഡ് 14 ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക. ദാറ്റ് ഈസ് വിച്ച് ഈസ് എ. ഓക്കെ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 72. If xi I is equal to 1, 2, 3, etc. up to 15 are independent random variables following normal 2, 1, then the variance of sample mean. Okay. സോ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്. സോ n is equal to 15 ആണ്, കാരണം 15 സാമ്പിൾസ് ആണുള്ളത്. സോ വേരിയൻസ് എന്ന് പറയുന്നത് എന്താണ് വരിക? സിഗ്മ സ്ക്വയർ ഡിവൈഡഡ് ബൈ n ആണ് വരിക. ഓക്കെ. വിച്ച് ഇസ് ഈക്വൽ ടു സിഗ്മ സ്ക്വയർ എന്താണ്? 1. നോർമൽ വിത്ത് 2,1 ആണ്. സോ സിഗ്മ സ്ക്വയർ 1 ആണ്. 1 ബൈ n ഇസ് ഈക്വൽ ടു 15 ആണ്. സോ ആൻസർ എന്താണ് വരിക? 1/50, ബി. സോ ഇതിൻ്റെ ആൻസർ വരുന്നത് ബി ആണ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. T follows students T distribution with n degrees of freedom, then T square is. Okay. സോ ഡയറക്റ്റ് ആയിട്ടുള്ള റിസൾട്ട് ആണ്. എന്താണ്? T follows T of n degrees of freedom ആണെന്നുണ്ടെങ്കിൽ T square follows F with 1, n ആണ്. ഓക്കെ. രണ്ട് ഓപ്ഷൻ തന്നിട്ടുണ്ട്. F with n, 1 അല്ല, F with 1, n ആണ്. സോ 1, n, ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക. ഓക്കെ, 1, n ആണ്, ബി. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 74. Moment generating function of binomial distribution with n is equal to 10 and p is equal to 1/3. സോ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ MGF എന്ന് പറയുന്നത് q പ്ലസ് p e raised to t all raised to n ആണ്. ഓക്കെ. ഇവിടെ p എന്ന് പറയുന്നത് 1/3 ആണ്. സോ q എന്തായിരിക്കും? 2/3 ആയിരിക്കും. ഓക്കെ. പ്ലസ് 1/3 ഇൻറ്റു ഇ റേസ് ടു ടി ഓൾ റേസ് ടു n എന്താണ്? 10 ആണ്. സോ ഇതിൻ്റെ ആൻസർ വരുന്നത് 2/3 പ്ലസ് ഇ റേസ് ടു ടി ബൈ 3 റേസ് ടു 10. ആൻസർ എന്താണ് വരിക? ഡി. ഓക്കെ. സോ ഇതിൻ്റെ ആൻസർ വരുന്നത് ഡി ആണ്. പിന്നെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഇഫ് എക്സ് ഫോളോസ് സ്റ്റുഡൻസ് ടി വിത്ത് 5 degrees of freedom, then variance of x. സോ സ്റ്റുഡൻസ് ടി ഡിസ്ട്രിബ്യൂഷൻ്റെ വേരിയൻസ് എന്ന് പറയുന്നത് വേരിയൻസ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു, if v is the degrees of freedom, v divided by v minus 2 ആണ്. ഓക്കെ. സോ ഇവിടെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 5 ആണ്. ദാറ്റ് ഈസ് 5 ഡിവൈഡഡ് ബൈ 5 മൈനസ് 2 വിച്ച് ഈസ് ഈക്വൽ ടു 5 ഡിവൈഡഡ് ബൈ 3. സോ ഇതിൻ്റെ ആൻസർ വരുന്നത് സി ആണ് വരുന്നത്, 5 ഡിവൈഡഡ് ബൈ 3. ഓക്കെ. സോ ഇത്രയാണ് ആൻസേഴ്സ് വരുന്നത്. സോ നോക്കിയിട്ട് എനിക്ക് തോന്നുന്നത് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ അത്യാവശ്യം എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു 25. കൺഫ്യൂഷൻസ് വരുന്ന ഒരു 1-2 ക്വസ്റ്റ്യൻസ് അല്ലാതെ ബാക്കിയൊക്കെ ഓൾമോസ്റ്റ് അത്യാവശ്യം എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഓക്കെ. ഒരു 2-3 ക്വസ്റ്റ്യൻസ് മാത്രമാണ് കുറച്ച് കൺഫ്യൂസിങ് ആയിട്ട് വരുന്നത്. പിന്നെ പ്രോബ്ലംസ് ആണെങ്കിലും പിന്നെ ബേസ് തിയർ ആണ് പിന്നെയും കുറച്ച് സ്റ്റെപ്സ് വരുന്ന പ്രോബ്ലം ഉള്ളത്. ബാക്കിയൊക്കെ സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലംസ് ആയിരുന്നു. ഓക്കെ. സോ ഇത്രയാണ്. ഇതാണ് പെട്ടെന്ന് ഞാൻ നോക്കിയിട്ട് ഇതിൻ്റെ ആൻസർ കീ. സോ ഇതിൻ്റെ ആൻസർ കീയിൽ എന്തെങ്കിലും കറക്ഷൻസ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ ഞാൻ കറക്റ്റായിട്ട് ഒന്നും കൂടെ നോക്കിയിട്ട് ഇൻഫോം ചെയ്യാം. ഇതിപ്പോൾ ഞാൻ നോക്കിയിട്ട് എനിക്ക് കിട്ടുന്ന ആൻസർ കീ ആണ്.
ഞാൻ ഇവിടെ കാണിച്ചത്, അതുപോലെ കറക്റ്റായിട്ടുള്ള ആൻസറും. ഓക്കെ, ഇനി ഇതിൽ ഏതെങ്കിലും ആൻസർ കീയിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻഫോം ചെയ്യാവുന്നതാണ്. ഇതിൽ തന്നെ ഇനി എന്തെങ്കിലും എൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും മിസ്റ്റേക്ക് ഏതെങ്കിലും ശ്രദ്ധിക്കാതെ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അതൊന്നും കൂടെ ചെക്ക് ചെയ്തിട്ട് ക്രോസ് വെരിഫിക്കേഷൻ നടത്തിയിട്ട് കറക്റ്റായിട്ടുള്ള ആൻസർക്ക് ഒന്നും കൂടെ കറക്റ്റായിട്ട് ആക്കിയതായിരിക്കും. ഇപ്പം ഞാൻ എൻ്റെ ജസ്റ്റ് ആൻസേഴ്സ് ജസ്റ്റ് ഒന്ന് പറഞ്ഞാണ് ബ്രീഫായിട്ട് നോക്കിയിട്ട്. ഓക്കെ.